കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ന്യൂറോൺസിന്റെ മണ്ടത്തരങ്ങൾ എന്ന വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് ക്രിസ്തു രഹസ്യം 1-ാം ഖണ്ഡം എന്ന പേരിൽ പ്രിയ പോപ്സൺ ആന്റണി എന്ന് പറയുന്ന രവീന്ദ്രന്റെ ഒരു ശിഷ്യൻ യേശുക്രിസ്തുവിനെ നിന്ദിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോക്കുള്ള മറുപടിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം തികച്ചും മോശമായ ഒരു ശരീരഭാഷയിലും എല്ലാമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനേക്ക് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ വസ്തുതകളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. പിന്നെ എല്ലാ രവീന്ദ്രൻ വീഡിയോസിലെ പോലെ 1 മിനിറ്റിൽ 10 മണ്ടത്തരം വെച്ച് പറയുന്നത് കൊണ്ട് ഇത് മുഴുവൻ കവർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പകുതിയെ കവർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ സദയം ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയിൽ ചെയ്യാൻ കാര്യം 1 മണിക്കൂറിൽ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവാനുവദിച്ചാൽ. ഓക്കെ, അപ്പോൾ ക്രിസ്തു രഹസ്യം 1-ാം ഖണ്ഡം എന്ന പേരിൽ അദ്ദേഹം വീഡിയോ ഇറക്കി. നമുക്ക് ആ വീഡിയോയുടെ തുടക്കത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ പൊതുവെ പലപ്പോഴും നാസ്തികരും പല വ്യക്തികളും പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തു ഒരു ചരിത്രപുരുഷനാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും മിഥ്യയാണെന്നോ. അപ്പോൾ ഇവിടെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം, ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണോ? യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നു, അതാണ് ചരിത്ര പുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നതാണോ, അതൊരു മിഥ്യയാണോ, അതായത് ആളുകൾ എഴുതിയുണ്ടാക്കിയൊരു കഥ മാത്രമാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. എന്നാൽ ഇദ്ദേഹം പറയുന്നത് യുക്തിവാദികളെല്ലാം പറയും അത് ഒരു മിഥ്യയാണെന്ന് പറയും. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആൻസർ. സാധ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. പലരും ചോദിക്കാറുണ്ട് ക്രിസ്തു ഒരു ചരിത്രപുരുഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം കൺസെൻസ്, അതായത് ഓൾമോസ്റ്റ് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്ന ക്രിസ്തു ഒരു ചരിത്രപുരുഷനാണ് എന്നുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് ആ ഫീൽഡിൽ, അതായത് ക്രിസ്ത്യാനിറ്റി ഫീൽഡിലല്ല, ചരിത്ര ഗവേഷണം എന്ന് പറയുന്നത്, ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഹിസ്റ്റോറിയൻസ് പറയുന്നത് യേശു ക്രിസ്തു ചരിത്രപുരുഷനാണ് എന്നാണ് അദ്ദേഹം സമ്മതിക്കുന്നു. ഓക്കെ, പക്ഷേ ക്രിസ്തു ഒരു ചരിത്രപുരുഷനല്ല എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്. അതൊരു പഠന ഭാഗമാണ്, ഒരു മിനിമൽ സ്കൂളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കേരളത്തിൽ അധികം അറിവൊന്നുമില്ല. കുറച്ച് നാൾ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നു, പിന്നീട് അതിനെക്കുറിച്ച് ഒരു ബ്ലാക്ക് ഔട്ടാണ്, അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. എന്തിനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രേ പറയത്തുള്ളൂ, ഒരു മിത്താണോ? യെസ്, മിത്ത്. എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഇത്രയേ പറയത്തുള്ളൂ, ഒരു മിത്താണോ? യെസ്, ഇറ്റ് ഇസ് എ മിത്ത്. അപ്പോ ഇവിടെ പോപ്സൺ ഒരു കൺക്ലൂഷൻ തരികയാണ്. ലോകത്തുള്ള എല്ലാ ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ചരിത്രപുരുഷനാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല, കാര്യം ഞാനൊരു യുക്തിവാദിയാണ്. അപ്പൊ ഇതൊരു അവസരവാദമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കാര്യം യേശു ഒരു മിത്താണോ എന്ന് പോപ്സണോടോ മറ്റു യുക്തിവാദികളോടോ ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് എ മിത്ത് എന്ന് ഉത്തരം പറയുമെന്നാണ് പോപ്സൺ ഇവിടെ പറയുന്നത്. എന്നാൽ ഇതേ പോപ്സൺ തന്നെ തൊട്ടുപുറകെ ഒരു ഡിസ്ക്ലൈമർ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഡിസ്ക്ലൈമറിൽ അദ്ദേഹം എഴുതുന്നത് എന്താണ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ എന്നുള്ള. അപ്പൊ അതുകൊണ്ട് അത് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തതിന്റെ പ്രമാണിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രസന്റേഷൻ ആക്കി ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യമേ പറയാം, ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഡിസ്ക്ലൈമർ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. Mysticism is a minority research area about the historicity of Jesus. Most of the historians still believe in historical Jesus. അതായത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഹിസ്റ്റോറിയൻസ് സ്റ്റിൽ ബിലീവ് ഇൻ ഹിസ്റ്റോറിക്കൽ ജീസസ്. അതായത് ചരിത്ര ഗവേഷണം നടത്തുന്ന മോസ്റ്റ് ഓഫ് ദ ക്രിസ്ത്യൻസ് അല്ല, ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷമല്ല, ചരിത്ര ഗവേഷകരിൽ ഭൂരിഭാഗവും, ഹിസ്റ്റോറിയൻസിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. പക്ഷെ യുക്തിവാദികൾ വിശ്വസിക്കില്ല. കാര്യം അവർ ഗവേഷണത്തിൽ വിശ്വസിക്കാത്തവരായിരിക്കണം, അല്ലെങ്കിൽ അവർ ശാസ്ത്രചിന്തകരായിരിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് യുക്തിവാദികളുടെ ഒരു അവസരവാദം കാണാൻ പറ്റും. യേശു ഒരു മിത്താണോ എന്ന് പോപ്സൺ അടക്കമുള്ള ന്യൂറോൺസിലെ യുക്തിവാദികളോട് അവർ പറയും യേശു ഇസ് എ മിത്ത്, ഇറ്റ്സ് എ മിത്ത്, അതിനകത്ത് ഒരു തർക്കമില്ലെന്ന് പറയും. എന്നാൽ അതേ അവർ തന്നെ ഡിസ്ക്ലൈമറായിട്ട് എഴുതി കാണിക്കുകയാണ് മോസ്റ്റ് ഓഫ് ദ ഹിസ്റ്റോറിയൻസ്, പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ജീവിച്ചിരുന്നിട്ടുള്ള ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ചരിത്ര ഗവേഷകരും വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനെന്ന് അവർ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ളൊരു ബിലീഫാണ് ഈ യുക്തിവാദികൾ പിന്തുടരുന്നത്. വിശ്വാസികൾ പറയുന്നത് ഇപ്പോൾ ഇവർ വിശ്വസിക്കണമെന്നില്ല. വിശ്വാസികൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഈ പോപ്സം വിശ്വസിക്കണമെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല, രവീന്ദ്രൻ വിശ്വസിക്കണം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ ശാസ്ത്രീയതയിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് അവകാശപ്പെടുമ്പോൾ ഒരു ശാസ്ത്രീയമായ വിശകലനത്തിലൂടെ ചരിത്രത്തെ പഠിക്കുന്നവരാണ് ചരിത്ര ഗവേഷകർ. അത്തരം ചരിത്ര ഗവേഷകർ അഥവാ ഹിസ്റ്റോറിയൻസ് ഇന്ന് വിശ്വസിക്കുന്നത് യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്ന്. അത് വിശ്വസിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട്, പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല എന്ന് അവർ തന്നെ സാക്ഷ്യം പറയുന്നു. ഇത് വളരെ രസകരമായ ഒരു ഇതാണ്. കാര്യം ചരിത്ര ഗവേഷകർ എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ യുക്തന്മാർക്ക് അതൊന്നും ബാധകമല്ല എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇതിനുശേഷം ഇദ്ദേഹം തന്നെ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹം മിസ്റ്റിസിസത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം ഇദ്ദേഹം ശരിക്കും യേശു ഉണ്ടോ ഇല്ലയെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോ യേശു മിത്താണെന്ന് പറഞ്ഞ ആള് അത് മാറ്റി പറയുന്ന രസകരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. എന്താണ് ചരിത്രത്തിലെ ക്രിസ്തു എന്ന് മനസ്സിലാക്കണം. അതായത് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് ഒരു ജൂത വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നടത്തി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ എന്ത് ചെയ്തു? കുരിശിൽ തറച്ചു കൊന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഉണ്ടാക്കിയ ആ ടീംസിനൊന്നും ഇവിടെ നമ്മൾ കണക്കാക്കുന്നില്ല. ഇപ്പോ ഈ പറയുന്ന നമ്മൾ കണക്കാക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു ഇപ്പൊ ഉണ്ട്, പക്ഷെ അത്ഭുതം ചെയ്തിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ യേശു ഒരു മിത്താണ്. യേശു എന്ന് പറയുന്ന ഒരു മിത്താണ്. അങ്ങനത്തെ ഒരു കഥാപാത്രമില്ല, അങ്ങനത്തെ ഒരാൾ ജീവിച്ചിരുന്നില്ല, അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞ പോപ്സൺ ഇപ്പൊ പറയാണ് യേശു മിത്തല്ല, യേശു ഉണ്ടായിരുന്നു, പക്ഷെ ഇതുപോലെ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. യേശു ക്രിസ്തുവിനെ പിടിച്ച് ഇവർ ക്രൂശിച്ചാണ്, അല്ലാതെ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോപ്സൺ കൈ കഴുകുന്നു. ഈ വെറും തുടങ്ങിയിട്ട് 4 മിനിറ്റിനകത്ത് ഇദ്ദേഹം എത്ര കോൺട്രഡിക്ഷൻസ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാമല്ലോ. ഈ കോൺട്രഡിക്ഷൻസിന് വേണ്ടി ഇദ്ദേഹം എടുക്കുന്ന എന്തുകൊണ്ടാണ് യുക്തിവാദികള് ഈ യേശു ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഇവര് എടുക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? അതായത് ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ചരിത്ര ഗവേഷകരും യേശു ഉണ്ട്, യേശു ഉണ്ടായിരുന്നു, യേശു ജീവിച്ചിരുന്നു എന്ന് ചരിത്രത്തിന്റെ പിൻബലത്തോടെ സമർത്ഥിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പോപ്സൺ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, ബഹുഭൂരിപക്ഷം വരുന്ന ചരിത്ര ഗവേഷകർ ഒരു സൈഡില് പോപ്സൺ അവരെ വിശ്വസിക്കാത്തതിന്റെ കാരണം ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന ഒരാളാണ് എന്നാണ് പോപ്സൺ ഇവിടെ പറയുന്നത്. നമുക്ക് കേൾക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ ഡയലോഗ്. എടുത്തിരിക്കുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾ ആ പ്രസന്റേഷൻ കണ്ടാൽ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതില് ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ നെയിൽഡ് 10 ക്രിസ്ത്യൻ മിത്സ് ദാറ്റ് ഷോ ജീസസ് നെവർ എക്സിസ്റ്റഡ് അറ്റ് ഓൾ എന്ന് പറയുന്ന പുസ്തകമാണ് എടുത്തിരിക്കുന്നത്. ഈ പുസ്തകം അടിസ്ഥാനമാക്കിയാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് ഈ പറയുന്ന യേശു ജീവിച്ചിരിപ്പില്ലായിരുന്നു. ഈ ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ് ആരൊക്കെ പേര് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനിയാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇദ്ദേഹം ക്രിസ്ത്യാനിയല്ല. ഇദ്ദേഹം അയർലൻഡിൽ നിന്ന് പണ്ട് കുടിയേറി പാർത്ത വംശത്തിൽ പിറന്നിട്ടുള്ള US-ലെ സാൻ ഫ്രാൻസിസ്കോയിൽ, കാലിഫോർണിയ സ്റ്റേറ്റിൽ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു എത്തിസ്റ്റ് ആണ്, ഒരു നിരീശ്വരവാദിയാണ് ഈ പറയുന്ന ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ്. ബഹുഭൂരിപക്ഷം ചരിത്രം ഗവേഷകരും പറയുന്നത് വിശ്വസിക്കാതെ അതിനെതിരായിട്ട് മണ്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡിനെ പോലെയുള്ള ചരിത്ര ഗവേഷകർക്കെതിരായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു ചരിത്ര ഗവേഷകന്റെയും പിൻബലമില്ലാത്ത ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡിനെ പോലുള്ള ഒരു എത്തിസ്റ്റ് പറയുന്നതാണ് ഈ പറയുന്ന പോപ്സന് വേദവാക്യം. അത് വളരെ രസകരമായ ഒരു അവസരവാദമല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. സാധാരണ എപ്പോഴും ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വിശ്വസിക്കണം, അവരെതിരായിട്ട് പറയുന്നവരെല്ലാം മണ്ടത്തരമാണെന്ന് പറയുന്ന ഈ പറയുന്ന ആളുകള് ഈ ചരിത്രം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ചരിത്ര ഗവേഷകരിലെ ബഹുഭൂരിപക്ഷം പറയുന്നു യേശു ചരിത്ര പുരുഷനാണ്. എന്നാൽ ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡിനെ പോലുള്ള ഒറ്റയാൻ എത്തിസ്റ്റുകൾ പറയുന്നു ഡേവിഡ് ചരിത്ര പുരുഷനല്ല. ഇപ്പൊ മോഡേൺ മെഡിക്കൽ സയൻസ് ശരിയാണെന്ന് ബഹുഭൂരിപക്ഷം വരുന്ന വൈദ്യശാസ്ത്ര ഗവേഷകർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടുവൈദ്യന്മാരിലെ പല വിവാദമായ നാട്ടുവൈദ്യന്മാരും പ്രകൃതി ചികിത്സകരൊക്കെ പറയും അത് തെറ്റാണ്, മെഡിക്കൽ സയൻസ് തെറ്റാ, CT സ്കാൻ പോലും ഇല്ലെന്ന് പറയുന്ന പ്രകൃതി ചികിത്സകരെ കുറ്റം പറയുന്ന യുക്തിവാദികളാണ്. ഇതുപോലെ ചരിത്ര ഗവേഷണ രംഗത്തെ ഒരു പ്രകൃതി ചികിത്സകനാണ് ഈ ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒറ്റയാന്മാര്, മണ്ടത്തരം വിളമ്പി നടക്കുന്ന ഒറ്റയാന്മാർ. ഇതൊരു അവസരവാദമാണ് യുക്തിവാദ സമൂഹത്തിന്റെ. ഇത്തരം അവസരവാദികൾക്ക് യുക്തിവാദികൾ എന്ന പേര് ഒരിക്കലും ചേരില്ല എന്ന് പോപ്സൺ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പൊ ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ് ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം അമേരിക്കയിലെ നമ്പർ 1 എത്തിസ്റ്റുകളിൽ ഒരാളാണ് എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോ യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ യേശു ഉണ്ട് പക്ഷെ അത്ഭുതം ചെയ്തില്ല എന്ന് പറയും. ഇനി മുമ്പോട്ട് പോകുമ്പോഴും ഇതുപോലുള്ള ഇൻകൺസിസ്റ്റൻസീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അദ്ദേഹം ലോകത്തിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് ഇദ്ദേഹം പിന്നീട് പറയുന്നത്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. അദ്ദേഹം പറയുന്നത് വിശദമായിട്ടൊന്ന് കേൾക്കാം. എല്ലാവരും പറഞ്ഞു വരുന്ന ഏറ്റവും വലിയ നുണയുണ്ട്. ചരിത്രത്തിലെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരാളാണ്, ഒരിക്കലുമല്ല. ഞാനിതിൽ എല്ലാം കൂടി വെച്ചിട്ടില്ല, എനിക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല. ലിബറൽ ഫറീസി, കരിസ്മാറ്റിക് ഹസീദ്, ഫെയ്ത്ത് ഹീലർ, വയലന്റ് സെൽഫ് റവല്യൂഷണറി, ഓരോ ബൈബിൾ പണ്ഡിതന്മാരും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓരോരോ ക്രിസ്തുവിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഗാന്ധിജി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ ചിലരെ ഗാന്ധിജി ഒരു സമരനായകനായിട്ടായിരിക്കും ചിത്രീകരിക്കുക. ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ എഴുത്തുകൾ എഴുതുമ്പോൾ ഗാന്ധിജി നയിച്ച സമരങ്ങളെ കുറിച്ചായിരിക്കും പറയാം. വേറെ ചിലർ ഗാന്ധിജിയെയും കസ്തൂർബയെയും കുറിച്ചുള്ള അവരുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്തിരുന്നവരാണെങ്കിൽ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ, ഒരു ബാല്യ വിവാഹം കഴിച്ച ഒരു ഭർത്താവിനെ കുറിച്ച് കാണാം. അതിനുശേഷം ചിലർ ഗാന്ധിജിയുടെ മറ്റ് കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുന്ന പുസ്തകങ്ങളിൽ ഗാന്ധിജി 2 സ്ത്രീകളുമായിട്ട് ഗാന്ധിജിയുടെ ആത്മകഥ തന്നെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിൽ
അതിനുശേഷം ഗാന്ധിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സത്യഗ്രഹ അർദ്ധനഗ്നനായ ഫക്കീറിനെ കുറിച്ച് എഴുതുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഗാന്ധിജിയെ കാണാം. ഗാന്ധിയുടെ ചെറുപ്പകാലത്തെ കുറിച്ച് എഴുതുന്ന ഒരു കോട്ടൺ സൂട്ട് ഇട്ട് നടക്കുന്ന ഗാന്ധിജിയെ എഴുതി കാണിക്കും. ഇതെല്ലാം 100 ഗാന്ധിജിമാരാണെന്ന് പറയുന്നത് തലക്ക് വെളിവില്ലാത്തവരെന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെ യേശുക്രിസ്തുവിനെ കരിസ്മാറ്റിക് ലീഡറായിട്ട് വിശേഷിപ്പിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിനെ ഒരു റവല്യൂഷണറി നേതാവായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. യേശുക്രിസ്തു ഒരു സൗഖ്യം കൊടുക്കുന്ന ഒരു ഹീലറായിരുന്നു വിശ്വസിക്കുന്നവരും ആ ഒരു ആസ്പെക്ടിൽ എഴുതുന്നവരുമുണ്ട്. യേശുക്രിസ്തു ഒരു റിഫോർമറാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഓരോ യേശുമാരാണെന്ന് പറയണമെങ്കിൽ, ഓരോ ക്രിസ്തുമാരാണെന്ന് പറയണമെങ്കിൽ പറയുന്നവരുടെ യുക്തിഭദ്രതയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഇതിലും വലിയ അബദ്ധമാണ് അദ്ദേഹം വീണ്ടും തുടരുന്നത്. അതായത് പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഒരു ക്രിസ്തു, റോമൻ കത്തോലിക്കാർക്ക് ഒരു ക്രിസ്തു, ലത്തീൻകാർക്ക് ഒരു ക്രിസ്തു. സത്യത്തിൽ എത്ര ക്രിസ്തു ഉണ്ട് അവർക്ക് പോലും അറിയത്തില്ല. കത്തോലിക്ക എൻസൈക്ലോപീഡിയ പ്രകാരം 33,000 ടൈപ്പ് ക്രിസ്തു ഉണ്ട്. കത്തോലിക്ക എൻസൈക്ലോപീഡിയ പ്രകാരം 33,000 ടൈപ്പ് ക്രിസ്തു ഉണ്ടെന്നാണ് പോപ്സന്റെ കണ്ടുപിടുത്തം. ഇദ്ദേഹം ജീവിതത്തിൽ ആ എൻസൈക്ലോപീഡിയ കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ കാത്തലിക് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായ, ഇതിനകത്ത് ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ആ സ്ലൈഡിൽ നിങ്ങളെന്ന് കാണിച്ചത്. ഇദ്ദേഹം ഇതിനു മുന്നേ പറഞ്ഞ എന്താ, ചരിത്രത്തിൽ ക്രിസ്തു ഇല്ല, അത് മിത്താണ്. അതിനുശേഷം പറഞ്ഞു ക്രിസ്തു ഉണ്ട്, പക്ഷെ അത്ഭുതം ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് റോമക്കാർ പിടിച്ച് കൊന്നു കളഞ്ഞൊരു ക്രിസ്തു. അതിനു ശേഷം ഇപ്പൊ പറയാണ് ചരിത്രത്തിൽ ഒന്നല്ല ഒന്നിലധികം ക്രിസ്തുമാരുണ്ടെന്ന് ഇപ്പൊ പറയുന്നു. ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാം. ആദ്യം പറഞ്ഞു ക്രിസ്തു ഇല്ല, മിത്താണ്. പിന്നെ പറഞ്ഞു ക്രിസ്തു ഉണ്ട്, പക്ഷെ അത്ഭുതം ചെയ്തിട്ടില്ല. ഇപ്പൊ പറയാണ് ചരിത്രത്തിൽ ഒന്നിലധികം ക്രിസ്തുമാരുണ്ട്, 33,000 ക്രിസ്തുമാരുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പോട്ടെ. ഇനി ഇദ്ദേഹം പറയുന്ന ഈ 33,000 ക്രിസ്തുമാരുണ്ടെന്ന് കത്തോലിക്ക എൻസൈക്ലോപീഡിയയിൽ പറയുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വാദഗതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രവിചന്ദ്രനെ തള്ളിമറിക്കുന്നതാണ്. രവീന്ദ്രനെ ശരിക്കും പറഞ്ഞ തോൽപ്പിച്ചു കളഞ്ഞു. ഈ ഒരു തള്ളലിൽ ഇദ്ദേഹം രവീന്ദ്രനെ തോൽപ്പിച്ചു എന്ന് വളരെ അഭിമാനത്തോടെ ഇദ്ദേഹത്തിന് പറയുവാൻ സാധിക്കും. കാര്യം ഇത് കാത്തലിക് എൻസൈക്ലോപീഡിയ, ഇത് നിങ്ങൾക്ക് ന്യൂ അഡ്വന്റ് എന്നുള്ള സൈറ്റിൽ, അങ്ങനെ കുറേ സൈറ്റിൽ നിങ്ങൾക്കത് കാണാൻ കിട്ടും. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ പരിശോധിക്കാം. കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ പോർഷൻ, ഇത് എൻസൈക്ലോപീഡിയ ഇപ്പൊ ആൽഫബറ്റിക് ഓർഡറിലാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ എവിടെയാണ് 33,000 ക്രിസ്തു ഉണ്ടെന്ന് ഏത് കാത്തലിക് എൻസൈക്ലോപീഡിയയിലാണ് പോപ്സൺ ആന്റണി പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, താങ്കൾക്ക് തള്ളി മറിക്കാം, പക്ഷെ രവീന്ദ്രനേക്കാൾ വലിയ തള്ളി ആശാനെ മറിച്ചിടരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇത് ന്യൂ അഡ്വന്റ് എന്നുള്ള സൈറ്റിൽ നിന്ന് ഞാൻ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്ത കാത്തലിക് എൻസൈക്ലോപീഡിയ ആണ്. അതിന്റെ ഹാർഡ് കോപ്പീസ് വൈദിക സെമിനാറുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കുക. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇതിന്റെ 3-4 ഓൺലൈൻ വേർഷൻസ് നിലവിലുണ്ട്. നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ കയറി നോക്കാം. ക്രൈസ്റ്റ് എന്നടിച്ച കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇദ്ദേഹം പറഞ്ഞ പോലെ 33,000 ക്രിസ്തുവിന് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? അപ്പോ ഈ പോപ്സൺ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഒരു വിവരവും ഈ വിഷയത്തിൽ ഇല്ലാതെയാണ് ഈ വിമർശിക്കാൻ നടക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ 33,000 ക്രിസ്തുമാര് കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ ഉണ്ട് എന്നൊക്കെ ഇദ്ദേഹം അങ്ങ് പറഞ്ഞ് തള്ളിവിടുന്നത്. കാര്യം ഇദ്ദേഹം വിചാരിക്കുന്നത് യുക്തിവാദികൾ മാത്രമേ ഇതൊക്കെ വായിക്കാറുള്ളൂ, ബാക്കിയുള്ളവരും വായിക്കാറില്ല എന്ന് വിചാരിച്ച തെറ്റാണ്. ഞങ്ങളൊക്കെ ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ പണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത് ജൂലിയസ് സീസറും യേശുവുമായിട്ടുള്ള ഒരു കമ്പാരിസണിലേക്കാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടുത്ത മിനിറ്റിലാണ് അദ്ദേഹം ജൂലിയസ് സീസറിലേക്ക് കിടക്കുന്നത്. എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഇത്. പലപ്പോഴും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡൗഗ്ലാസ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീസസ് റിസറക്ഷൻ മീറ്റ്സ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ എൻക്വയറി ആൻഡ് ഇസ് സർട്ടൻ ആസ് ജൂലിയസ് സീസർ ക്രോസിംഗ് ദ റുബിക്കോൺ 49 BCE. ഇജാതി തള്ളന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇപ്പൊ ശരിയാക്കി. പോപ്സ, ഇതിനേക്കാൾ വലിയ തള്ളാത്താണ് താങ്കൾ തൊട്ടു മുന്നേ തള്ളിയത്. 33,000 ക്രിസ്തുമാരുണ്ടെന്ന് കാത്തലിക് എൻസൈക്ലോപീഡിയ തള്ളിയെന്ന് പറഞ്ഞത് അതിലും വലിയ തള്ളാണ്. അപ്പൊ അതിനെ തള്ളെന്ന് വിളിക്കുന്നതിന് താങ്കൾ വ്യക്തമായിട്ട് അതിനെ എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ ചരിത്ര സത്യമല്ല എന്ന് പറയുന്നു. അത് വളരെ സ്റ്റുഡിയസ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ പോയിന്റും നമുക്ക് വിശകലനം ചെയ്യാം. അതായത് 41 BC സമയത്ത് ജൂലിയസ് സീസർ റുബിക്കോൺ എന്ന് പറഞ്ഞ സ്ഥലം ക്രോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കണ്ടീഷൻ എന്ന് പറയാം. അത് അദ്ദേഹം അതിന്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ജൂലിയസ് സീസറിനോട് തിരിച്ചു വരാൻ സെനറ്റ് പറയും. ജൂലിയസ് സീസർ വരത്തില്ല. പകരം ഈ പറയുന്ന റോമൻ എംപയറിന്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള പ്രദേശത്തിനെ അതിരിടുന്ന റുബിക്കോൺ എന്ന് പറഞ്ഞ നദി കടന്ന് ജൂലിയസ് സീസർ സൈന്യവുമായിട്ട് ചെന്നു. അത് ലിറ്ററലി പറയുവാണെങ്കിൽ റോമൻ എംപയറിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിന് തുല്യമാണ്. അതിനെയാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്ന ഒരു സ്ഥലം, ഒരു തടാകം അല്ലെങ്കിൽ ചെറിയ നഗരസഞ്ചിയാണ് ഇതിലെ ഏറ്റവും വലിയ ചെയ്തിട്ടുണ്ട്. പക്ഷേ വി ഹാവ് നോ ഹോസ്റ്റൈൽ ഓർ ന്യൂട്രൽ റിപ്പോർട്ട്സ് ഓഫ് ഇതിനെ കുറിച്ച് നമ്മുടെ സീസർ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ കമ്പാരിസൺ ചെയ്യാണ്. ഇതിനെ അദ്ദേഹം കമ്പയർ ചെയ്യാൻ പോകും. യേശു ക്രിസ്തുവിന്റെ റിസറക്ഷനും ഈ പറയുന്ന ജൂലിയസ് സീസറിന്റെ ഇതും തമ്മിൽ ഇദ്ദേഹം കമ്പയർ ചെയ്യാൻ പോവാണ്.
ചരിത്രത്തിന്റെ ബേസിൽ നമുക്ക് ആ കമ്പാരിസൺ ഒന്ന് പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ടെന്നുള്ളതാണ്. അതായത് റുബിക്കോൺ ക്രോസ് ചെയ്തു എന്നതിനെ കുറിച്ച് നമ്മുടെ സീസർ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. യേശു, we have nothing written by Jesus, we do not know who wrote any of the gospels. ഇവിടെ ഇദ്ദേഹത്തിന്റെ വളരെ രസകരമായ ഒരു ആർഗ്യുമെന്റ്, അതായത് യുക്തിഭദ്രമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ജൂലിയസ് സീസർ സ്വന്തമായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്, അതായത് അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം താൻ റുബിക്കോൺ റിവർ ക്രോസ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് സത്യമാണ്. യേശുക്രിസ്തു ആത്മകഥ എഴുതിയിട്ടില്ല, അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പറയുന്ന പ്രൊഫസർ രവീന്ദ്രൻ ആത്മകഥ എഴുതിയിട്ടില്ല എന്ന് വെച്ച് പ്രൊഫസർ രവീന്ദ്രൻ ഒരാൾ ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമല്ലേ? ആത്മകഥ എഴുതാത്ത ഒരാളുടെ ജീവിതത്തിൽ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു ലോജിക്കാണ് ഇവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. അതായത് ജൂലിയസ് സീസർ ആത്മകഥ എഴുതി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എഴുതി, അതുകൊണ്ട് അത് സത്യമാണ്. ആത്മകഥ എഴുതാത്ത ഒരാളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞ അവരൊക്കെ പൊട്ടന്മാരാണെന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ലോജിക്കാണ്? ഈ പറയുന്ന പോപ്സൺ ആത്മകഥ എഴുതിയിട്ടുണ്ട്. എന്തിനു പറയുന്നു? പോപ്സൺ ബ്രദറിന്റെ ഫാദർ ആത്മകഥ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ച് പോപ്സൺ ബ്രദർ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല എന്നാണോ? അവർക്ക് അങ്ങനെ ഒരു മകൻ പിറന്നിട്ടില്ലെന്നാണോ അതിനർത്ഥം? അല്ല. ആത്മകഥ എഴുതിയതല്ല ഒരു കാര്യം, ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അളവുകോല്. അടുത്താണ് അദ്ദേഹം പറയുന്നത് സുവിശേഷങ്ങൾ എഴുതിയത് ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ് സുവിശേഷങ്ങൾ എഴുതിയത്. അവർ ജീവിച്ചിരുന്നത് BC 10 AD 90 ഇടയിൽ ജീവിച്ചിരുന്ന ആളുകൾ. അതായത് യേശുക്രിസ്തുവിനൊപ്പം ജീവിച്ചിരുന്ന ആളുകളാണ് മത്തായും, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും ഒക്കെ യേശുക്രിസ്തുവിന്റെ സമകാലീനരായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെഴുതി വെച്ച ചരിത്രം വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ പോപ്സൺ എന്തുകൊണ്ട് അവരൊന്നും കണ്ടംപററി അല്ലെങ്കിൽ അവരൊന്നും ഈ പറയുന്ന സുവിശേഷം അവരെഴുതിയതല്ല എന്ന് പറയാൻ എന്താണ് കാരണം? നമ്മൾ അതും കൂടെ ഒന്ന് പരിശോധിക്കണമല്ലോ. ഇവിടെ രസകരമായ ഒരു കാര്യം, ഈ സുവിശേഷങ്ങൾ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് BC 10 90 ഇടയിലാണ്. കാര്യം അവർ ജനിക്കുന്നത് BC 10 90 ഇടയിൽ സുവിശേഷകാരന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടം BC 10 90 ഇടയിലാണ്. സുവിശേഷം എഴുതപ്പെട്ടത് ഈ പറയുന്ന AD 30 ശേഷമായി. AD 30 90 ഇടക്കാണ് സകല സുവിശേഷങ്ങളും എഴുതപ്പെട്ടത്. AD 90 ശേഷം ഒരു സുവിശേഷം എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ സുവിശേഷങ്ങളുടെ ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് പ്രതി നിലവിലുള്ളത് AD 100 150 ഇടയിലുള്ള കയ്യെഴുത്ത് പ്രതിയാണ് നിലവിലുള്ളത്. ആ കയ്യെഴുത്ത് പ്രതിയുടെ കോപ്പി നിങ്ങൾക്ക് കാണാം റൈലാൻഡ് ലൈബ്രറിയിലെ, അതായത് ജോൺ റൈലാൻഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറി മാഞ്ചസ്റ്ററിലെ UK-യിലുള്ള റൈലാൻഡ് ലൈബ്രറി പാപ്പിറസ് P52 എന്ന കോഡിംഗ് കൊടുത്തിട്ടുള്ള ഒരു പാപ്പിറസ്, അതായത് പഴയ പാപ്പിറസ് തണ്ടിൽ നിന്നെടുക്കുന്ന പണ്ട് പുസ്തകം എഴുതാൻ ഉപയോഗിക്കുന്ന അതിന്റെ ഒരു ചെറിയ ഫ്രാഗ്മെന്റ് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിന്റെ സമയം AD 100 150 ഇടയിലാണ്. നിങ്ങൾക്കും പോയി കാണാം, പബ്ലിക് ഡിസ്പ്ലേ ആണ് ഇപ്പൊ. അപ്പോ AD 30 AD 60 AD 90 30 പറയാൻ പറ്റില്ല. യേശുക്രിസ്തു മരിച്ച് 10-30 വർഷത്തിന് ശേഷമാണ് സുവിശേഷങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മിനിമം പോയ AD ഒരു 50-60 ഇട മുതൽ AD 90 ഇടയിൽ എഴുതപ്പെട്ട സുവിശേഷങ്ങളുടെ AD 100 150 ഇടയിലുള്ള ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ് മനുഷ്യരിന്ന് കണ്ടെടുത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും ഡിഫറൻസേ ഉള്ളൂ. കാര്യം എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാർ എഴുതിയത് കണ്ടുകിട്ടാത്തതെന്ന് വെച്ചാൽ ഈ പാപ്പിറസ് സ്റ്റഡിയിൽ നിന്ന് എടുക്കുന്ന ഈ പഴയ പേപ്പർ അധികകാലം നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ കോപ്പി സൂക്ഷിക്കുന്നവര് അത് ദ്രവിച്ചു പോകുന്നതിന് മുന്നേ പുതിയ പാപ്പിറസ് തണ്ടിൽ അത് വീണ്ടും എഴുതി സൂക്ഷിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്, അതായത് അവർ കൈകൊണ്ട് എഴുതിയത് ഒരു പക്ഷേ നിലവിലുണ്ടാവില്ല. അത് ഒരു ചരിത്രരേഖകൾക്കും അങ്ങനെ നിലവിലുണ്ടാവില്ല. പാപ്പിറസിൽ എഴുതിയിട്ടുള്ള ഒരു ചരിത്രരേഖയ്ക്കും അങ്ങനെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. കാര്യം അതിന്റെ പകർത്തി എഴുത്ത് കോപ്പി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് രസകരമായ കാര്യം. അത് ഈ യേശുക്രിസ്തുവിന്റെ സൂചനകൾ മാത്രമല്ല, എല്ലാ സംഭവങ്ങളും ഇതുപോലെ. കാര്യം ഇത്രയും ഫ്രാഗ്മെന്റ് ഒക്കെ നിലവിലുണ്ടാവുള്ളൂ, പൊടിഞ്ഞു പോകും ഈ സാധനം. അതുകൊണ്ടാണ് ഒറിജിനൽ ഇല്ലാത്തത്. അതിനുശേഷം അത് പകർത്തെഴുതിയാണ് ഓരോ തലമുറയിലേക്ക് അവർ കാര്യങ്ങൾ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പോലും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കോപ്പി ആയിരിക്കണം ഈ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണുന്ന പാപ്പിറസ് P52 എന്ന് പറയുന്ന കോഡിങ്ങിലുള്ള യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഫ്രാഗ്മെന്റ് അത്രയും വളരെ ഏർലിയസ്റ്റ്. കാര്യം 90 എഴുതപ്പെട്ട 90 മുന്നേ എഴുതപ്പെട്ട കോപ്പി AD 100 150 ഇടക്ക് എഴുതപ്പെട്ടതാണ് ഈ പറയുന്ന കയ്യെഴുത്ത് പ്രതി എന്ന് പറയുന്നത്. അപ്പോ ഒരു ഒന്നാമത്തെ കോപ്പിയോ അല്ലെങ്കിൽ മാക്സിമം പോയ രണ്ടാമത്തെ ഹാൻഡ് റിട്ടൺ കോപ്പി ആയിരിക്കും ഇവിടെ ഉള്ളത്. എന്നാൽ ഇത് വിശ്വസിക്കാൻ പോപ്സന് വിശ്വാസമില്ല, ഇത് പോപ്സൺ വിശ്വസിക്കത്തില്ല, ഇത് സുവിശേഷമായിട്ട് അംഗീകരിക്കത്തില്ല, ഇത് എഴുതി യോഹന്നാനാണെന്നും വിശ്വസിക്കത്തില്ല. പക്ഷേ ജൂലിയസ് സീസറിന്റെ ആത്മകഥ പോപ്സന് വിശ്വാസമാണ്. ഈ ജൂലിയസ് സീസർ ജീവിച്ചിരുന്ന കാലഘട്ടം BC 100 BC 44 ഇടക്കാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് പ്രതി എന്ന് പറയുന്നത് 9-ാം നൂറ്റാണ്ടിലെ, അതായത് AD 800 899 ഇടയിലുള്ള കയ്യെഴുത്ത് പ്രതി മാത്രമേ നിലവിലുള്ളൂ.
അതായത് ജൂലിയസ് സീസർ മരിച്ചതിന് ശേഷം 800-ലധികം വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതി മാത്രമേ നിലവിലുള്ളൂ. അത് ഇദ്ദേഹത്തിന് വിശ്വാസം. അതാണ് രസകരമായ കാര്യം. അതായത് അപ്പോസ്തലന്മാരെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ എഴുതിയ കയ്യെഴുത്ത് പ്രതിയുടെ തൊട്ടു പുറകിലുള്ള കോപ്പി, അതായത് AD 90 മുന്നേ എഴുതിയ പ്രതിയുടെ 100-150 ഇടയിലുള്ള കോപ്പി, അതായത് 10-50 വർഷം, മാക്സിമം 50-60 വർഷത്തെ ഗ്യാപ്പിൽ പകർത്തി എഴുതപ്പെട്ട, അതായത് ആദ്യത്തെ പ്രതി കണ്ടവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പകർത്തി എഴുതപ്പെട്ട കോപ്പി ഇന്ന് നിലവിലുണ്ട്. എന്നാൽ ജൂലിയസ് സീസറിന്റെ ആത്മകഥ ഇദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ ജൂലിയസ് സീസർ മരിച്ചതിന് 800-ലധികം വർഷങ്ങൾക്ക് ശേഷം പകർത്തി എഴുതപ്പെട്ട ഒരു കോപ്പി മാത്രമേ ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ആയിട്ട് നിലവിലുള്ളൂ. ഇത്രയും വലിയ ചക്രവർത്തിയായിട്ട് പോലും അത് വിശ്വസിക്കും. 800 വർഷത്തെ ട്രാൻസ്മിഷൻ ഇടക്ക് എത്രത്തോളം എറർ ഉണ്ടാകുമോ അതിന്റെ 200 ടൈംസ് എറർ കുറവായിരിക്കും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷങ്ങളൊക്കെ. കാരണം അതിന്റെ ടൈം പീരീഡ് വെറും 50-60 വർഷമാണ് അതിന്റെ ട്രാൻസ്മിഷൻ ടൈം പീരീഡ്. അതായത് ഒരു ആളുടെ പുരുഷായുസിന്റെ അകത്താണ് അതിന്റെ ട്രാൻസ്മിഷൻ പീരീഡ്. എന്നാൽ 8-10 ആളുകളുടെ പുരുഷായുസിന്റെ അകത്താണ് ജൂലിയസ് സീസറിന്റെ ആത്മകഥയുടെ ട്രാൻസ്മിഷൻ പീരീഡ്. അപ്പൊ അത് വളരെ വലിയൊരു മണ്ടത്തരമല്ലേ ഈ പറയുന്ന പോപ്സൺ ആന്റണിയുടെ വിശ്വാസം? ജൂലിയസ് സീസർ പറഞ്ഞ് വിശ്വസിക്കും, അപ്പോസ്തലന്മാർ പറഞ്ഞത് വിശ്വസിക്കില്ല എന്ന് പറയുന്നത് വളരെ രസകരമായ മണ്ടത്തരം. അറിയത്തില്ല. പിന്നെ ക്രിസ്തു ആ ടൈപ്പേ അല്ല. പിന്നെ സീസറിന്റെ ശത്രുക്കൾ എന്ത് ചെയ്തു? ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വി ഹാവ് നോ ഹോസ്റ്റൈൽ ഓർ ന്യൂട്രൽ റിപ്പോർട്ട്സ് ഓഫ് ദി റിസറക്ഷൻ അണ്ടിൽ ഓവർ 100 years ആഫ്റ്റർ ദി സപ്പോസ്ഡ് ഇവന്റ്. 100 വർഷത്തിന് ശേഷം എന്താണ് കുറച്ച് എഴുതിപ്പെട്ടുള്ളൂ. അത് ഇയാളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. 100 വർഷം ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നോട്ട് ചെയ്യുന്ന പട്ടി 100 വർഷത്തിന് ശേഷം യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റ് ചരിത്രകാരന്മാർ എഴുതിയില്ല? ഇതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു ഉയർത്തത്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് യേശുക്രിസ്തു ഉയർത്തതറിഞ്ഞത്. അത് അവർ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അത് ഇദ്ദേഹത്തിന് വിശ്വാസമില്ല. അതിന്റെ കയ്യെഴുത്ത് പ്രതി ഉണ്ടായാലും ഇദ്ദേഹത്തിന് വിശ്വാസമില്ല. ഇനി കാവൽ നിന്ന പടയാളികളോ മറ്റ് യഹൂദന്മാരോ യേശുക്രിസ്തുവിനെ അങ്ങനെ നേരിട്ട് കണ്ടായിട്ട് പറഞ്ഞില്ല. പടയാളികൾ പോലും ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയും വലിയ പ്രകാശം വരികയും ദൂതം പ്രത്യക്ഷമാകുകയും ചെയ്ത് കണ്ടപ്പോഴേക്കും അവരങ്ങ് ഓടിപ്പോയി എന്നുള്ളതാണ് സത്യം. യഹൂദന്മാർ റോമൻ പടയാളികളും മൂടിവെക്കാൻ ശ്രമിച്ച കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പെന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയാൽ അത് അസ്വാഭാവികമാണ്. അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് പ്രസംഗിച്ചത്, പറഞ്ഞു നടന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മറ്റുള്ളവർ അത് പറയത്തില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ രേഖപ്പെടുത്തണം? താങ്കൾ വാദിക്കുന്ന വളരെ വളരെ ഒരിക്കലും താങ്കൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അത് അന്നത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയാൽ അതൊരു പക്ഷേ അസ്വാഭാവികമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ചരിത്രം മൂടിവെക്കാൻ ശ്രമിച്ചവരാണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിപ്പോ ജമ്മു കാശ്മീർ രാജാവ് കാശ്മീർ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിച്ച ചരിത്രം പാകിസ്ഥാന്റെ സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോപ്സൺ ആന്റണി അവിടെ നിന്ന് വാശി പിടിക്കത്തേ ഉള്ളൂ. അത് അവരൊരിക്കലും പഠിപ്പിക്കാൻ പോകുന്നില്ല. അവരുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ നേരെ മറിച്ചായിരിക്കും ജമ്മു കാശ്മീർ രാജാവ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തുവെന്നായിരിക്കും അവരുടെ ചരിത്രത്തിൽ പഠിപ്പിക്കുക. ഇതുപോലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് യഹൂദന്മാരോ അല്ലെങ്കിൽ അവരുടെ യഹൂദ ചരിത്രകാരന്മാരോ പഠിപ്പിക്കണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് വളരെ പഠിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ആ ഒരു കാര്യം പരമാവധി പുറത്തു പോകാതിരിക്കാനാണ് അവർ തന്നെ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈബിൾ അതിന്റെ ഇത് നിങ്ങൾക്ക് കാണാം. ഒരുക്കനാളിന്റെ മാത്തായുടെ സുവിശേഷം 27-ലും 27-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേലും വിഷമായി തീരും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ പീലാത്തോസ് കാവൽക്കൂട്ടത്തെ കൊടുത്തു. എന്നാൽ ഈ കാവൽക്കൂട്ടത്തെ കൊടുത്തിട്ട് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമയത്ത് ഭൂകമ്പം ഉണ്ടാകുകയും ആ കല്ലറ തുറക്കപ്പെടുകയും ചെയ്തപ്പോൾ കാവൽക്കൂട്ടം ഓടിപ്പോയി എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ആ കാവൽക്കൂട്ടത്തിന് അവർ പൈസ കൊടുത്തിട്ട് അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചില നഗരത്തിൽ നിന്ന് സംഭവിച്ചതല്ല മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രി വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവിൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു എന്ന് AD 100-ന് മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള
മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ AD 100 മുന്നേ ഈ കഥയാണ് ഭൂരിഭാഗം സ്ഥലത്തും സ്പ്രെഡ് ആയിരുന്നത്. അപ്പോ യേശുക്രിസ്തു എടുത്തെഴുന്നേറ്റ് വന്ന് കണ്ടംപററി ചരിത്രകാരന്മാർ പറയണമെന്ന് അദ്ദേഹം വാശി പിടിക്കുന്നത് വളരെ ഒരു നടക്കാത്തൊരു വാശിയാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വളരെ വിവാദമായ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് കിടക്കാം. സപ്പോസ് ഇവൻ 100 വർഷത്തിന് ശേഷം എന്താണ് കുറച്ച് എഴുതിപ്പെട്ടുള്ളൂ, അത് ഇയാളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. 100 വർഷം ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നോട്ട് വരെ പട്ടിയുടെ വില പോലും കൊടുക്കാത്തൊരു മനുഷ്യന്റെ കാര്യമാണ് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കാം. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്തതാണ് ഈ യേശു എന്ന മനുഷ്യന്റെ കാര്യമെന്ന് മനസ്സിലാക്കാം എന്നാണ് ഈ പറയുന്ന പോപ്സൺ പറയുന്നത്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, പട്ടിയുടെ വില പോലും ഇല്ലാത്ത യേശു തന്നെയാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു എവിഡൻസ്. അതായത് ഒരു ക്രിസ്ത്യാനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് ഈ പോപ്സൺ ഇപ്പൊ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പട്ടിയുടെ വില പോലും ഇല്ലായിരുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിനും 400-ലധികം വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് അതിന്റെ 53-ാം അധ്യായം 2-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ വായിച്ചാൽ മതി. പട്ടിയുടെ വില പോലും കൊടുക്കില്ല എന്ന് തന്നെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നത്. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർവിളക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും എന്നൊക്കെ പറഞ്ഞിട്ട് നാം അവനെ ആദരിച്ചതുമില്ല. ഇസ്രായേൽ ജനം ആദരിക്കാതെ ഇസ്രായേൽ ജനം നിന്ദിക്കുകയും ത്യജിക്കുകയും വ്യസനപാത്രമായും ചെയ്തിരുന്ന ഒരു യേശുവിനെയാണ് പ്രവചിച്ചത്. അപ്പോൾ ഈ പറയുന്ന പോപ്സൺ പറയാണ് പട്ടിയുടെ വില പോലും ഇല്ലാത്ത ആളായിരുന്നു യേശു എന്ന്. ഇപ്പോ ഇതിൽ തന്നെ പോപ്സ് സമ്മതിക്കുന്നു യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്, പക്ഷെ പട്ടിയുടെ വില പോലും ഇല്ലാത്ത ആളായിരുന്നത് മാത്രമല്ല. അപ്പൊ ആദ്യം പറഞ്ഞത് മിത്താണ്, പിന്നെ പറഞ്ഞു ഒന്നിലധികം യേശുണ്ട്, പിന്നെ പറഞ്ഞു മിത്താണ് എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നു പക്ഷെ അത്ഭുതം ചെയ്തിട്ടില്ല. ഇപ്പൊ പറയുന്നത് ജീവിച്ചിരുന്നു പക്ഷെ പട്ടിയുടെ വില പോലും ഇല്ല. ഈ മിത്താണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ആദ്യം ഒരു ഉറപ്പ് വരുത്തിയിട്ട് ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പട്ടിയുടെ വില പോലും ഇല്ലാത്ത യേശു എന്നുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ച് താങ്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് എന്ന് തന്നെ ഞാനത് താങ്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, നമുക്ക് തുടരാം, അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് തുടരാം. There are numerous inscriptions, coins, mentions, values. അതായത് ആർക്കിയോളജിക്കലി നിരവധി തെളിവുകൾ ജൂലിയസ് സീസർ റുബിക്കോൺ ക്രോസ് ചെയ്യുന്നുണ്ട്. ക്രിസ്തു there is not a single physical evidence. അദ്ദേഹം പറയുന്നത് ജൂലിയസ് സീസർ എന്ന് പറയുന്ന റോമൻ എംപയറിന്റെ ഒരു ചക്രവർത്തിയായി തീർന്നു. ഒരുപക്ഷെ റോമൻ എംപയറിന്റെ ഏറ്റവും പ്രമാദനായിട്ടുള്ള ഏറ്റവും വലിയൊരു ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു സെനറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഭരണത്തിൽ നിന്ന് ഒരു ഇംപീരിയൽ ഭരണത്തിലേക്ക് റോമിനെ നയിച്ച ഒരാളാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ റുബിക്കോൺ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ലാൻഡ്മാർക്കാണ്, അല്ലെങ്കിൽ റോമൻ എംപയറിന്റെ തന്നെ ലാൻഡ്മാർക്കാണ്. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ, അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ലാൻഡ്മാർക്ക് ഇൻസിഡന്റ് ആണ് ഈ പറയുന്ന ജൂലിയസ് സീസറിന്റെ രംഗപ്രവേശം. ജൂലിയസ് സീസറിന്റെ റോമിലേക്കുള്ള തിരിച്ചുകയറ്റം, അല്ലെങ്കിൽ ആ റൂബിക്കോൺ റിവർ ക്രോസ് ചെയ്യുന്നത്, അത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തും. എന്നാൽ ഈ പറയുന്ന റോമിന്റെ ഒരു പ്രാന്തപ്രദേശത്തുള്ള സിറിയയുടെ അപ്പുറത്ത് കിടക്കുന്ന ഈ യഹൂദിയ എന്ന് പറയുന്ന ഒരു തീരപ്രദേശത്ത്, അതിന്റെ ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗലീലിയ എന്ന് പറയുന്ന തീരത്ത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന കാര്യം ജൂലിയസ് സീസർ ഈ പറയുന്ന ഈ റോമിലെ ആളുകൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ചരിത്രകാരന്മാരെ അറിയണമെന്ന് വാശി പിടിക്കുന്നതിന് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പോപ്സന്റെ അപ്പൂപ്പന്, പോപ്സൺ എന്ന് പറയുന്ന ആൾക്കൊരു അപ്പൂപ്പനുണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിലെ കണ്ടംപററി ചരിത്രകാരന്മാർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ പോപ്സന്റെ അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇല്ലായിരുന്നു എന്ന് ആരെങ്കിലും പറയൂ? അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഈ ചരിത്രകാരന്മാർ എഴുതിയാൽ മാത്രമേ ആളുണ്ടാവൂ എന്ന് പറഞ്ഞാൽ പോപ്സന് മാക്സിമം അപ്പൻ ഉണ്ടായിരിക്കാം, അതിന് അപ്പൂപ്പനോ അതിന് മുകളിലേക്കുള്ള ആളുകളോ ഒരു ചരിത്രത്തിലും ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളൊന്നും ജീവിച്ചിരിപ്പില്ലായിരുന്നു, പോപ്സനൊക്കെ ആകാശത്ത് നേരിട്ട് ഇറങ്ങി വന്ന ആളുകളാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അതൊക്കെ വെറും മണ്ടത്തരമല്ലേ? അപ്പോ ഇദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേറ്റിന് ഒരു തെളിവുമില്ലെന്ന്. ഞാനെന്ത് പറയട്ടെ, യേശുക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേറ്റതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ, യേശുവിന് ജീവിച്ചിരുന്ന കാലത്ത് പട്ടിയുടെ വില പോലും ഇല്ലായിരുന്നു. റോമൻ ഗവൺമെന്റ് തല്ലിക്കൊന്ന് കുറിച്ച് കയറ്റിയ ഒരാൾ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ. ഒരു പരിധി വരെ ശരി, അദ്ദേഹം അത് ഇച്ചിരി നിന്ദിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഫാക്ച്വൽ ആണ്, കാര്യം ഫാക്ട് ആണ്, അദ്ദേഹം നിന്ദിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോ യേശുക്രിസ്തു ഏറ്റവും അധികം വിലയില്ലാത്ത ഒരാളായിരുന്നു ഇദ്ദേഹം പറയുന്നു. യേശുക്രിസ്തുവിനെ റോമൻ ഗവൺമെന്റ് തല്ലിക്കൊന്ന് കുറിച്ച് കയറ്റിയെന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ള യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് ഈ കൊല്ലാൻ നടക്കുന്ന റോമക്കാരുടെയും കൊല്ലാൻ നടക്കുന്ന യഹൂദന്മാരുടെയും ഇടയിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കൂ? അങ്ങനെ ഉണ്ടായിട്ടും
അന്നുള്ള യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ച് ഈ പറയുന്ന യഹൂദ്യയിലും ഈ റോമിലും വരികയും അന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളത് യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ പറയുന്ന പോപ്സനെ സൗദി അറേബ്യ കൊണ്ടുവിട്ടിട്ട് അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്താമെന്ന് ഏൽപ്പിച്ചു നോക്കാം. കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും പോപ്സൺ പോകില്ല ചിലപ്പോൾ. കാര്യം എന്താ? കൊല്ലുമെന്ന് അറിയാം. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കൊന്ന ആളുകൾ ഇവരെ എപ്പ കൊന്നു എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ സ്വന്തം ജീവൻ പോകുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും യേശു ഉയർത്തു എന്നവർ പ്രസംഗിക്കണമെങ്കിൽ യേശുക്രിസ്തു ഉയർത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്, അത്രയും ഒരു തെളിവ് കൊടുക്കാൻ ഒരു ജൂലിയസ് സീസറിന് പോലും സാധിക്കില്ല. കാര്യം ജൂലിയസ് സീസർ റുബിക്കോൺ റിവർ ക്രോസ് ചെയ്തു എന്ന് എഴുതിയവരല്ല, ഈ എഴുതാത്തവരെ ആയിരിക്കും ഒരുപക്ഷെ അന്നത്തെ കാലത്ത് കൊല്ലുക. കാര്യം ജൂലിയസ് സീസർ ഒരു എംപററാണ്. എന്നാൽ യേശുക്രിസ്തു എന്നുള്ളത് ഈ പറയുന്ന റോമൻ സൈന്യത്താൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തി. ആ കൊല്ലപ്പെട്ട വ്യക്തിയെ അവരുടെ ഗുരുവിനെ തന്നെ കൊന്നെങ്കിൽ ആ കൊല്ലപ്പെട്ട വ്യക്തി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജം പറയാൻ ഇവർക്ക് എന്ത് ലാഭം? ഈ പറയുന്ന പത്രോസിനും ഈ പറയുന്ന യോഹന്നാനും യാക്കോബിനും ഒക്കെ സ്വന്തം ജീവൻ പോകുമെന്നുള്ളതല്ലാതെ യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് അവർക്ക് ചുമ്മാ നുണ പറഞ്ഞ് സ്വന്തം ജീവൻ കളയാൻ ശ്രമിക്കുമോ അതോ വേല എടുത്ത് കുടുംബം നോക്കാൻ ശ്രമിക്കുമോ? അവർ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ടും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകം മുഴുവൻ പ്രസംഗിച്ചതെങ്കിൽ ഈ പറയുന്ന പോപ്സന്റെ മാതാപിതാക്കളടക്കം ആ പ്രസംഗത്തിന്റെ വഴുതി കേട്ട് അവർ ക്രിസ്ത്യാനികളായെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ട് തന്നെയാണ്. ഈ രവിചന്ദ്രനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ സൗദി അറേബ്യയിൽ പോകാൻ തയ്യാറായിട്ടുള്ള ഒരു യുക്തിവാദികളും ഉണ്ടായില്ല. രവിചന്ദ്രനെ കുറിച്ച് പറയാം, കാര്യം എന്താ? പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാം. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ പോയി അന്ന് മരിച്ച യേശുവിനെ കൊന്ന സമയത്ത്. അത് തന്നെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ പോകാം. കച്ചയുണ്ട്, മുൾക്കിരിയുണ്ട്, കോപ്പുണ്ട്, ഒരു കോപ്പുമില്ല. That's it. Almost every historian of period reports the Rubicon crossing, including the most reliable Roman age of Roman. എന്റെ പൊന്ന് പോപ്സ, റൂബിക്കോൺ ക്രോസിംഗ് എന്ന് പറയുന്ന റോമൻ എംപറർ നടത്തുന്നതാണ്. അന്ന് റോമിലുള്ള സകല ഹിസ്റ്റോറിയൻസും അത് രേഖപ്പെടുത്തിയിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുള്ള സകല മീഡിയയും രേഖപ്പെടുത്തും. ഈ പോപ്സൺ ഈ സെമിനാർ നടത്തിയാൽ ഏതെങ്കിലും മീഡിയ രേഖപ്പെടുത്തുമോ? ഇല്ല. സ്വന്തം എസൻസിന്റെ ചാനൽ ചിലപ്പോൾ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പരസ്യം ഏതെങ്കിലും പത്രത്തിൽ കൊടുത്ത് രേഖപ്പെടുത്തും. എന്ന് വെച്ച് പോപ്സൺ ഇങ്ങനൊരു സംഭവം നടത്തിയിട്ടില്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് എത്രത്തോളം അബദ്ധമാണ്. കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിനെയും പോപ്സനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഫീച്ചർ അല്ലായിരുന്നു. ആ റോമൻ എംപയറിലെ വളരെ ചെറിയൊരു സ്ഥലത്ത് അവരുടെ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള, ഒരുപക്ഷെ ഏറ്റവും ഡിസ്റ്റന്റ് ആയി കിടക്കുന്ന യഹൂദിയുടെ ഗലീലയുടെ തീരപ്രദേശത്ത് നടന്ന ഒരു ഗുരുവായിരുന്നു യേശുക്രിസ്തു. ആ യേശുവിനെ കൊന്നു. യേശു ചെയ്ത അത്ഭുതങ്ങൾ ലോകം മുഴുവൻ അറിയാനായിട്ട് ഇന്നത്തെ പോലെ ഇന്റർനെറ്റും ടെലിവിഷനും ഒന്നും ഇല്ലെന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ഈ പറയുന്ന പോപ്സൺ ഉണ്ടാവണം. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരാൾ അത്ഭുതം ചെയ്തു എന്ന് റോമിലുള്ള ആളുകളോട് ചെന്ന് പറഞ്ഞാൽ പോലെ ആരും വിശ്വസിക്കില്ല. കാര്യം അത്രയും ഡിസ്റ്റന്റ് ആയിട്ട് കിടന്നവരെ ആരെങ്കിലും പറഞ്ഞത് ആരെങ്കിലും കേട്ട് വിശ്വസിക്കും. പക്ഷെ ഈ പറയുന്ന ജൂലിയസ് സീസറിന്റെ കാര്യം അങ്ങനെയല്ല, എംപററാണ്. അദ്ദേഹം ചെയ്ത കാര്യം സകല ഹിസ്റ്റോറിയൻസും രേഖപ്പെടുത്തും. അപ്പോ ഈ ജൂലിയസ് സീസറിന്റെ എല്ലാ ഹിസ്റ്റോറിയൻസും രേഖപ്പെടുത്തിയ പോലെ യേശുക്രിസ്തുവിന്റെ അർത്ഥം സകല ഹിസ്റ്റോറിയൻസും രേഖപ്പെടുത്തണം എന്ന് വാശി പിടിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ന്യൂസ് പറഞ്ഞ പോലെ പോപ്സന്റെ സെമിനാറിന്റെ ന്യൂസും പറഞ്ഞുവെന്ന് വാശി പിടിക്കുന്നത് പോലെ ആയി പോകും. ഉണ്ടായിരുന്ന മുഴുവൻ ചരിത്രം ഏറ്റവും നല്ല റിലയബിൾ ആയിട്ടുള്ള സ്യൂട്ടോണിയസ്, ആപ്പിയൻ, കാസിയോ, ഡിയോ, ബ്ലൂട്ടാക്, ലിമിറ്റ് എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്ന ചരിത്രകാരന്മാരെല്ലാം ക്രിസ്തീയ ചരിത്രകാരന്മാരാണ്. അവർ ഏകദേശം 3rd, 4th സെഞ്ചുറീസിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ആലോചിക്കണം. ബ്ലണ്ടർ പോപ്സന് ശരിക്കും പറഞ്ഞ വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ നിങ്ങളെ ഈ പറയുന്ന ആളെ നിങ്ങൾ പോപ്സൺ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന യുക്തിവാദികൾ കേട്ടിട്ടുണ്ടാവും. പബ്ലിയസ് ഗായിയസ് കൊർണേലിയസ് ടാസിറ്റസ് എന്ന് പറയുന്ന AD 56 ജനിക്കുകയും AD 120 മരിക്കുകയും ചെയ്ത ഒരു വലിയൊരു ചരിത്രകാരൻ മാത്രമല്ല, അദ്ദേഹം ഇവിടെ കാണുന്നത് പോലെ അദ്ദേഹം റോമിലെ സെനറ്റർ ആയിരുന്നു, കോൺസൽ ആയിരുന്നു, ഗവർണർ ആയിരുന്നു. അതായത് റോമിലെ സീനിയർ പോസ്റ്റുകളെ, ചക്രവർത്തിയുടെ തൊട്ട് താഴെയുള്ള പോസ്റ്റുകളെ അലങ്കരിച്ചിട്ടുള്ള ഒരു പ്രമുഖ ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്ത്യാനി അല്ലായിരുന്നു. AD 120 അദ്ദേഹം മരിച്ചു. അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആനൽസ് ഓഫ് ടാസിറ്റസ് എന്ന് പറയുന്ന ആനൽസിൽ 15ാമത്തെ ആനലിന്റെ 44ാമത്തെ പാരഗ്രാഫിൽ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച്, റോമിലെ തീയെക്കുറിച്ചും റോം കത്തിയെറിഞ്ഞ സംഭവത്തെക്കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദേ വായിച്ചു നോക്കാം. ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ലിങ്കും ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. തപ്പി നോക്കേണ്ടവർക്ക് എടുത്തു നോക്കാം. ഇത് ക്രിസ്ത്യാനിയല്ല,
ഇത് ഒത്തന്റിക് രേഖയാണ്. ഇത് ക്രിസ്ത്യാനികൾ എഴുതിയതല്ല. ഇത് സാധാരണ ഒരു ചരിത്രകാരൻ എഴുതിയതല്ല. 4-ാം നൂറ്റാണ്ടിൽ പോപ്സൺ പറഞ്ഞ പോലെ 4-ാം നൂറ്റാണ്ടിൽ എഴുതിയതല്ല. ഇത് 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടാണ്. AD 56 120 അതായത് യേശുക്രിസ്തു മരിക്കുന്നത് AD 30-കളിലാണ്. AD 56 അതായത് യേശുക്രിസ്തു മരിച്ചതിന് ഏകദേശം 10-40 വർഷങ്ങൾക്ക് ശേഷം എഴുതിയ ഒരു രേഖയിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ആനൽസ് ഓഫ് ടാസിറ്റസ് 15-ാമത്തെ ബുക്ക് അതിന്റെ 44-ാമത്തെ സെന്റൻസ്. അതിനകത്ത് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അതിന്റെ ഏകദേശം മിഡിൽ ഭാഗത്തായിട്ട് ഞാൻ കുറച്ചുകൂടെ വലുതാക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ ഏകദേശം മിഡിൽ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്റെ കർസർ കാണുന്നല്ലോ, ഇവിടെ കാണാം, നീറോ ഫാസ്റ്റൻഡ് ദ ഗിൽറ്റ് and inflicted the most exquisite tortures on a class hated for their abominations, called Christians by the populace. Christus, from whom the name had its origin, suffered the extreme penalty during the reign of Tiberius at the hands of one of our procurators, Pontius Pilatus. And a most mischievous superstition, thus checked for the moment, again broke out not only in Judea, the first source of the evil. Judea was the first source of the evil, but even in Rome, where all things hideous and shameful from every part of the world find their center and became popular. Accordingly, arrest was first made of all who pleaded guilty. Then upon their information, immense multitude was convicted, not so much of the crime of firing the city as of hatred against mankind. Mockery of every sort was added to their deaths. Covered with skins of beasts, they were torn by dogs and perished, or were nailed to crosses, or were doomed to the flame and burnt, to serve as a nightly illumination when daylight had expired. ക്രിസ്ത്യാനികളെ ആദ്യ കാലഘട്ടത്തിൽ റോം കത്തിയിരുന്ന AD 60-കളിലാണ്, AD 64 AD 64 ഈ പറയുന്ന ക്രിസ്ത്യാനികളെ രാത്രിയാകുമ്പോൾ ദീപസ്തംഭമായിട്ട് കത്തിച്ചു നിർത്തുമായിരുന്നുവെന്ന്, ആ ക്രിസ്ത്യാനികള് ക്രിസ്തുവിന്റെ അനുയായികളായിരുന്നുവെന്ന് വ്യക്തമായിട്ട് പറയുന്ന അന്നത്തെ റോമൻ ഗവർണറായിരുന്ന പബ്ലിയസ് കൊർണേലിയസ് ടാസിറ്റസിന്റെ ആനൽസ് ഓഫ് ടാസിറ്റസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും പോപ്സൺ കണ്ടിട്ടില്ലേ? എന്റെ പോപ്സ, അന്ന് ക്രിസ്ത്യാനിയെ കത്തിച്ചെങ്കിൽ ഇന്ന് ആ സ്ഥലം ഭരിക്കുന്നത് ക്രിസ്ത്യാനികളാ. ഈ റോമൻ ഗവൺമെന്റ് ഇന്നില്ല, റോമൻ ചക്രവർത്തിമാരും ഇന്നില്ല. ഇന്ന് റോം ഭരിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. കാര്യം ക്രിസ്ത്യാനികളുടെ ചോര വീണെടുത്തുനിന്നൊന്നും ക്രിസ്ത്യാനിറ്റി ഇല്ലാതായിട്ടില്ല, അത് വളർന്നിട്ടേ ഉള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പോപ്സൺ ഒന്നുകൂടെ ഇരുന്ന് ചിന്തിക്കണം. അപ്പോ പോപ്സന്റെ ആർഗ്യുമെന്റിലേക്ക് നമ്മൾ തിരിച്ചു വരാം. ഞാൻ ഇത്തിരി ഇമോഷണൽ ആയെങ്കിൽ സോറി. പോപ്സന്റെ ആർഗ്യുമെന്റിലേക്ക് നമ്മൾ തിരിച്ചു വരാം. ഒരു ഹിസ്റ്റോറിയൻസും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോപ്സന്റെ പ്രധാന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഒരു ഹിസ്റ്റോറിയൻസും യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പോപ്സൺ ആർഗ്യൂ ചെയ്യുമ്പോൾ 4-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻസ് മാത്രമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോപ്സൺ ആർഗ്യൂ ചെയ്യുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കാണാം 2-ാം നൂറ്റാണ്ടിലെ AD 120 മുമ്പുള്ള റോമൻ ഗവർണർ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു. 3-4 നൂറ്റാണ്ടിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുവരെ നത്തിങ്. നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ബ്രോ, നോ അങ്ങനെ സാധനമേ ഇല്ല. And Roman civil war could not have proceeded as it if Caesar had not physically crossed the Rubicon with his army into Italy and captured Rome. ഈ റോമൻ സിവിൽ വാർ 49 BC നടന്നതിന് ഒരൊറ്റ കാരണമേ നമുക്കുള്ളൂ. വയബിൾ ആയിട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ജൂലിയസ് സീസർ റൂബിക്കോൺ ക്രോസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ക്രിസ്ത്യൻ സഭ ഉണ്ടാകാൻ നിങ്ങൾക്കൊന്നും വേണ്ട, വിശ്വാസം അതല്ലേ എല്ലാം. ഈ പറയുന്ന പോപ്സൺ ഞാനൊരു കാര്യം പറയട്ടെ, റോമൻ സിവിൽ വാർ ഉണ്ടായി, റൂബിക്കൺ ക്രോസ് ചെയ്തെന്നുള്ള ഏറ്റവും വലിയ തെളിവ് റോമൻ സിവിൽ വാർ ഉണ്ടായി എന്നുള്ളതാണെന്നാണ് പോപ്സൺ പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തന്നെ. കാരണം എന്താ? 12 ശിഷ്യന്മാര്, അവരുടെ കൂടെ ചിലപ്പോൾ കുറെ ആളുകളും കാണും. ആ 12 ശിഷ്യന്മാരുടെ ഏറ്റവും തലമുതിർന്ന ഗുരുവാണ് യേശു. ആ യേശുവിനെ കൊന്നു, യേശുവിനെ ക്രൂശിച്ചു കൊന്നു റോമൻ പടയാണ്. അത് റോമൻ ഗവൺമെന്റ് എതിരാണ്, യഹൂദന്മാരുടെ സന്നദ്ധൻ സംഘം എതിരാണ്, മഹാപുരോഹിതന്മാരും പൊതുജനവും എതിരാണ്. യേശുവിനെ ക്രൂശിക്കാൻ എല്ലാവരും അലറി വിളിച്ചു, യേശുവിനെ ക്രൂശിച്ചു കൊന്നു. ആ യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അന്നത്തോടെ കഴിഞ്ഞു ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ അന്നത്തോടെ കഴിഞ്ഞു ഈ പറയുന്ന ആളുകളുടെ വാക്കുകൾ. എന്നാൽ ഈ 3-ാം ദിവസം വരെ ഒളിച്ചിരുന്നവർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി എങ്ങനെ ഉണ്ടായി? ഈ റൂബിക്കൺ ക്രോസ് ചെയ്തതിന്റെ ഏറ്റവും വലിയ തെളിവ് ആഫ്റ്റർ എഫക്റ്റ് ആയ വാർ ആണെങ്കിൽ, സിവിൽ വാർ, റോമൻ സിവിൽ വാർ ആണെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രിസ്ത്യാനിറ്റി ലോകം മുതൽ പടർന്നത്, അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചത്. കാര്യം മരിച്ചുപോയെങ്കിൽ
യേശുക്രിസ്തുവിനെ കൊന്നതോടുകൂടെ യേശു ഇല്ലാതായി തീർന്നെങ്കിൽ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഒരു ശിഷ്യനും ധൈര്യപ്പെടില്ലായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ. കാര്യം ഗവൺമെന്റും ജനങ്ങളും അവർക്കെതിരാണ്. മരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പായിട്ട് അവർ വിളിച്ചു പറയണമെങ്കിൽ അവർ കണ്ടത് അത്രത്തോളം ശക്തമായ കാര്യമാണെന്നും അഭൗമികമായ കാര്യമാണെന്നും കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അവർ നേരിട്ട് കണ്ടിട്ടുള്ളതെന്നും ഏറ്റവും വലിയ ഉറപ്പല്ലേ. അപ്പോ റൂബിക്കോൺ ഇത് ക്രോസ് ചെയ്ത് സിവിൽ വാറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സിവിൽ വാർ ഉണ്ടായത് റൂബിക്കോൺ ക്രോസ് ചെയ്യുന്ന തെളിവാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർ ജീവൻ പോയിട്ടും പ്രസംഗിച്ചത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഏറ്റവും വലിയ തെളിവാണ്. This was the funniest one. Jesus was wildly famous, but there was no reason for contemporary historians to notice him. അപ്പൊ നമ്മൾ പറഞ്ഞ ഹിസ്റ്റോറിയൻസ് ഒന്നും നോട്ടീസ് ചെയ്തില്ല, ഞാൻ അടുത്ത സാധനം കൊണ്ടുവരും. കണ്ടംപററി ഹിസ്റ്റോറിയൻസ് നോട്ടീസ് ചെയ്യാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഇപ്പൊ ഈ പോപ്സൺ ഏതെങ്കിലും ഹിസ്റ്റോറിയൻസ് നോട്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ എന്തിന് രവീന്ദ്രൻ, ഈ കേരളത്തിലെ കണ്ടംപററി ഏതെങ്കിലും ഹിസ്റ്റോറിയൻസ് രവീന്ദ്രനെ കുറിച്ചൊരു ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്തില്ലെങ്കിലാണ് ഇനി അന്നത്തെ കാലത്ത്. കാര്യം എന്തുകൊണ്ടാ? ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ചില രേഖകളിലുണ്ടാവും, ചരിത്ര രേഖകളുണ്ടാവും. രാഹുൽ ഗാന്ധി ചരിത്ര രേഖകളിലുണ്ടാവും. പിണറായി വിജയൻ ചരിത്ര രേഖകളിലുണ്ടാവും. ജൂലിയസ് സീസർ ചരിത്ര രേഖകളിലുണ്ടാവും. ഇന്നത്തെ പോപ്സനും രവീന്ദ്രനും ഒക്കെ ചരിത്ര രേഖകളുണ്ടാവെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടമാണ്. എന്നാൽ ഇവര് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇവരെയൊക്കെ ചരിത്ര രേഖകളിൽ എഴുതപ്പെടണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വല്ലതൊക്കെ കണ്ടുപിടിക്കണം. അല്ലാതെ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചരിത്ര രേഖകളിൽ ഇടം പിടിക്കത്തില്ല. ഓക്കെ, അപ്പോ അതുകൊണ്ട് കണ്ടംപററി ഹിസ്റ്റോറിയൻസ് എല്ലാവരും യേശുവിനെ കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ചരിത്രപരമായി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു വലിയ മാഗ്നിറ്റ്യൂഡിൽ ഒരു സംഭവം നടക്കും. ഇപ്പൊ ഉദാഹരണത്തിന് റോം കത്തിയെരിഞ്ഞു, ക്രിസ്ത്യാനികളെ ക്രൂശിച്ചു, അവിടെ കൃത്യമായ രേഖപ്പെടുത്തലുണ്ടായി. ക്രിസ്ത്യാനികൾ ക്രിസ്തു യഹൂദിയയിൽ ഉടലെടുത്താണ്. യഹൂദിയയിൽ നമ്മുടെ നമ്മുടെ പ്രൊക്കുറേറ്റർ ആയിരുന്ന പീലാത്തോസ് വിധിച്ച് കൊന്നയാളിന്റെ ശിഷ്യന്മാരാണ് ഇവരെന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നോട്ടീസ് ഒന്നും ചെയ്യില്ല, കാരണം ഞങ്ങളുടെ ജീസസ് അതുക്കും മേലെ. അപ്പൊ നമ്മൾ ഈ ചരിത്രം ഒന്നെടുത്ത് പഠിക്കണം. അതായത് ബൈബിളില് ചരിത്രം ഉണ്ട്, ചരിത്ര പുസ്തകം, സത്യവേദ പുസ്തകം. ഈ ചരിത്രം പഠിക്കുമ്പോ ചിലത് മാത്രം പഠിക്കരുത്, എല്ലാം പഠിക്കണം. ഈ ചരിത്രമൊക്കെ കൂടുതൽ പഠിക്കണം പോപ്സൺ. അല്ലാതെ ചില ചരിത്രങ്ങൾ മാത്രം പഠിച്ചിട്ട് യുക്തിവാദിയാവരുത്. ഈ ചരിത്രം കൂടെയൊക്കെ പഠിക്കണം. പുസ്തകമാണ്, പ്ലീസ് കളിയാക്കരുത്. സത്യവേദ പുസ്തകമാണ്. അതുകൊണ്ട് അതിലെ ഹിസ്റ്ററിയും ഇതിന്റെ ഗോസ്പൽ എടുത്ത് ചെറുതായിട്ടൊന്ന് പഠിച്ചു നോക്കാം, അധികമൊന്നുമില്ല. അക്കോർഡിംഗ് ടു മാത്യു, മത്തായിയുടെ സുവിശേഷ പ്രകാരം ജീസസ് വാസ് ബോൺ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹെറോദ് ദ ഗ്രേറ്റ്. ഹെറോദ് മഹാരാജാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശു ജനിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. ലൂക്ക് പറയുന്നത് ജീസസ് വാസ് ബോൺ ഡ്യൂറിംഗ് ദി ഫസ്റ്റ് സെൻസസ് ഇൻ ഇസ്രായേൽ വൈൽ ക്യൂരീനിയസ് വാസ് ദ ഗവർണർ ഓഫ് സിറിയ. ക്യൂരീനിയസ് ഗവർണർ ആയിരുന്ന കാലഘട്ടത്തിലാണ് യേശു ജനിച്ചത്. ലൂക്കാസ് സുവിശേഷം പറയുന്നു. ലൂക്ക ഈസ് ദ ബെസ്റ്റ് ഹിസ്റ്റോറിയൻ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ഫസ്റ്റ് സെൻസസ് നടന്ന സമയത്ത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹെറോദ് മരിച്ച ശേഷമാണ് ഈ ക്യൂരീനിയസ് എന്തായത് അവിടുത്തെ ആയത്. ഈ ഫസ്റ്റ് സെൻസസ് നടക്കുക ആ സമയത്താണ്. ഒന്നുകിൽ ഹെറോദ് മരിച്ചിട്ട് ഹെറോദിന്റെ കാലഘട്ടത്തിൽ ജനിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ക്യൂരീനിയസിന്റെ കാലഘട്ടത്തിൽ ജനിക്കണം. ഈ 2 പ്രാവശ്യം ജനിക്കാനുള്ള സിസ്റ്റം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സാധനം നടക്കുള്ളൂ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ച കാര്യം ഞാൻ വിശദമായിട്ട് പറയുവാണെങ്കിൽ, ഈ പറയുന്ന ഹെറോദാവ് മരിക്കുന്നത്, ദ ഗ്രേറ്റ് ഹെറോദ് ദ ഗ്രേറ്റ് മരിക്കുന്നത് BC 4 ഈ BC 4 ഹെറോദ് മരിച്ചതിന് ശേഷം അതന്നെ BC 4 ഹെറോദ് മരിക്കുന്നത്. അതിനുശേഷം AD 6 ഈ പറയുന്ന ഹെറോദിന് ശേഷം അർക്കലിയൂസ്, അദ്ദേഹത്തിന്റെ മകൻ രാജാവായി. ആ മകൻ ബാനിഷ് ആയതിനു ശേഷമാണ് ഈ പറയുന്ന സിറിയയിലേക്ക് ഗവർണറായിട്ട് നമ്മുടെ ക്യൂരീനിയസ് വരുന്നത്. അപ്പോൾ ക്യൂറേനിയസ് ഗവർണറായ സമയത്ത് ഒന്നാമത്തെ ചാർത്തൽ അഥവാ സെൻസസ് നടന്ന സമയത്താണ് യേശു ക്രിസ്തു ജനിച്ചതെന്ന് ലൂക്കോസും, ഈ പറയുന്ന ഹെറോദ് ദ ഗ്രേറ്റിന്റെ കാലഘട്ടത്തിൽ അതായത് BC 4 യേശു ജനിച്ചതെന്ന് മത്തായും പറയുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഈ ചരിത്രം പഠിക്കുമ്പോഴേ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ബൈബിളിനകത്ത് വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് ബൈബിൾ അറിയാത്തതിന്റെ കുഴപ്പമാണ്. ലൂക്കോസ് 2:2 പറയുന്നത് കുറേനിയ സുറിയ നാട് വാഴുമ്പോഴാണ് ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായിരുന്നത്. ലൂക്കോസ് 2:2 പറയുന്നത് കുറേനിയസ് സുറിയ നാട് വാഴുമ്പോൾ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. വാഴുക അതായത് ഗവർണർ ആയപ്പോൾ എന്നല്ല, അതൊരു മിസ് ട്രാൻസ്ലേഷൻ ആണ്. ഗവർണർ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിട്ടില്ല. പ്രൊക്രേറ്റർ എന്നോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഗ്രീക്ക് പദങ്ങളും അവിടെ ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം കമാൻഡ് എന്നാണ്. അവിടെ കമാൻഡ് ചെയ്യുക, അതൊരു പക്ഷേ ഒരു രാജാവായിട്ട് കമാൻഡ് ചെയ്യുന്നതാവാം, ഒരു ഗവർണറായിട്ട് കമാൻഡ് ചെയ്യുന്നതാവാം, ഒരു സൈന്യാധിപനായിട്ട് കമാൻഡ് ചെയ്യുന്നതാവാം. ഏതെങ്കിലും രീതിയിൽ ഒരു കമാൻഡർ പദവിയിൽ ഇരിക്കുക എന്നതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഒരു ഗവർണർ, ഒരു എന്താ പറയുക, അത്തരത്തിലൊരു അർത്ഥം അതിന് ഒരിക്കലുമില്ല. ഒരു ജനറിക് പദമാണ്. അത് നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്തു നോക്കിയോളൂ, വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ജനറിക് പദമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്.
ഈ പദത്തിന്റെ ഇതിനകത്തോടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കുറേനിയസ് ശരിക്കും ആരായിരുന്നു? ഈ കുറേനിയസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കുറേനിയസിന്റെ ചരിത്രം നിങ്ങളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ BC 14 വരെ, ഏത് കാലഘട്ടം മുതലാണെന്ന് എനിക്കറിയില്ല, BC 14 വരെ അദ്ദേഹം നമ്മുടെ ക്രീത്ത അല്ലെങ്കിൽ സൈറീൻ എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ ഗവർണറായിട്ട് ഇരുന്ന ആളാണ് ഈ പറയുന്ന കുറേനിയസ്. BC 12 മുതൽ BC 1 വരെ 11 വർഷം അദ്ദേഹം ഒരു സ്പെഷ്യൽ മിഷനിലാണ്. വാർ അഗെയിൻസ്റ്റ് ഹോമനൈഡ്സ് എന്ന് പറയുന്ന ഹോമിനൈഡുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം, ഒരു മലനിരകളിൽ ഒളിച്ചിരുന്ന് ഗറില്ല യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്കെതിരെ 11 വർഷം അദ്ദേഹം ഒരു സ്പെഷ്യൽ മിഷനിലെ ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒരു ലീജിയന്റെ കമാൻഡറായിട്ട് ഒന്നിലധികം പ്രൊവിൻസുകൾ കവർ ചെയ്യുന്ന ഒരു വാറിന് വേണ്ടി അദ്ദേഹത്തെ വിടും. ഒരു വാറിനേക്കാൾ ഉപരി ഒരു മിഷനാണത്. ഒരു നേരിട്ടുള്ള യുദ്ധത്തെക്കാളുപരി ഒരു ഗറില്ല യുദ്ധം നടത്തുന്ന ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, ഹോമിനൈഡുകൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റിന് നിയോഗിതനായിട്ട് അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒരു വലിയ ലീജിയന്റെ കമാൻഡറായിട്ട് പോവുക. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാം, സിറിയ. ഞാൻ കുറച്ചുകൂടെ വലുതാക്കാം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി. ഇവിടെ സിറിയ, ഇതാണ് ഈ സിറിയ എന്ന് പറയുന്നത്. ഈ സിറിയയുടെയും കിലിക്കിയുടെയും കപ്പദോക്കിയുടെയും ഗലാത്തിയുടെയും ഇടയിൽ കിടക്കുന്ന, ഈ ഇതിനോട് ബൗണ്ടറി ചെയ്ത് കിടക്കുന്ന, ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന മൗണ്ടൈനസ് ഏരിയ ഉണ്ടോ, സിറിയ, കിലിക്കിയ, ഗലാത്തിയ, കപ്പദോക്കിയ, അതായത് ഈ ഏരിയ കപ്പദോക്കിയ. ഇവിടെ നിങ്ങൾക്ക് കപ്പദോക്കിയ കാണാം, ഇവിടെ സിറിയ കാണാം, ഇവിടെ കിലിക്കിയ കാണാം, ഗലാത്തിയുടെ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത്രയും പ്രൊവിൻസുകളുടെ ഇടയിലുള്ള, അല്ലെങ്കിൽ ഇത്രയും പ്രൊവിൻസുകൾ ബോർഡർ ചെയ്യുന്ന, ഇത്രയും പ്രൊവിൻസുകളിലേക്ക് പടർന്നു കിടക്കുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള മലനിരകളിൽ ഒളിച്ചിരുന്ന റോമൻ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്തിരുന്ന ആളുകളാണ് ഹോമിനൈഡുകൾ എന്ന് പറയുന്നത്. ഈ ഹോമിനൈഡുകൾക്കെതിരെ ഈ സകല ഏരിയയിലും കവർ ചെയ്യുന്ന ഒരു ലീജിയനെ കമാൻഡ് ചെയ്ത 11 വർഷം ഈ സിറിയ, കിലിക്കിയ, കപ്പദോക്കിയ, ഗലാത്തിയ എന്നീ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഈ കുറേനിയസ് ഉണ്ടായിരുന്നു. അതായത് കുറേനിയസ് സൈനിക കമാൻഡറായിട്ട് ഈ യേശുക്രിസ്തു ജനിക്കുന്ന BC 4 BC 1 വരെ, അതായത് BC 12 മുതൽ BC 4 അടക്കം BC 1 വരെ ഈ സിറിയ, കപ്പദോക്കിയ, കിലിക്കിയ പ്രദേശങ്ങളിൽ അദ്ദേഹം കമാൻഡറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. ഗവർണറായിട്ടല്ല അദ്ദേഹം, പക്ഷേ വാഴുക എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇതിന് ഒത്തിരി എവിഡൻസുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചരിത്രത്തിൽ നിന്ന് ഒത്തിരി എവിഡൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളിവിടെ കാണുന്ന സ്ലൈഡ് എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ലാറ്റിനെ സെലക്ട് എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻസിനകത്ത് പെട്ടതാണ്. റോമൻ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന ലാറ്റിൻ ഇൻസ്ക്രിപ്ഷൻസിനെ എടുത്തിരിക്കുന്നതാണ്. ലാറ്റിൻ ഇൻസ്ക്രിപ്ഷൻസിന്റെ കോർഡിനേറ്റർ ഡിജിറ്റലൈസ് ചെയ്തത് ടൊറാന്റോ യൂണിവേഴ്സിറ്റി ഡിജിറ്റലൈസ് ചെയ്ത ഒരിതാണ് ലാറ്റിൻ ഇൻസ്ക്രിപ്ഷൻസ്. അതിന്റെ 2681 വോള്യത്തില് 2683 ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുക. അതിന് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഈ കാണുന്ന 2683 ഇൻസ്ക്രിപ്ഷൻ. അതിനകത്ത് നിങ്ങൾ കാണാം, അമേലിയസ് പാൾ സെക്കൻഡ് കാസ്ട്രിസ് ഡിവി ആഗ് പീസോൾ പി ക്യുരീനിയോ. ഈ പറയുന്ന ക്യുരീനിയോസ് സിസാറിസ് സൈറിയെ ഹോണോറിബസ് ഡെക്കറോട്ടസ് പ്രിഫെക്ട്. ഈ പറയുന്ന സിസേറിയസ് സിറിയയുടെ ഹോണറസ് പ്രിഫെക്റ്റ് ആയിരുന്നപ്പോ, ഗവർണർ പ്രിഫെക്റ്റ് അതാണ് ലാറ്റിൻ പദം ഗവർണറിന്റെ. ഈ പ്രിഫെക്റ്റ് ആയിരുന്ന സമയത്ത് ഈ പറയുന്ന ക്യുരീനിയസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു സൈന്യത്തെ നയിച്ചുകൊണ്ട് ക്യുരീനിയസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ലാറ്റിൻ ഇൻസ്ക്രിപ്ഷനകത്ത്, ഇതാരും ക്രിസ്ത്യാനികൾ എഴുതിയുണ്ടാക്കിയ ഇൻസ്ക്രിപ്ഷൻ അല്ല. ലാറ്റിൻ റോമൻ ഗവൺമെന്റിന്റെ സമയത്ത് ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. റോമൻ ഗവൺമെന്റിന്റെ സമയത്തുണ്ടായ ഇൻസ്ക്രിപ്ഷനെ റിക്കവർ ചെയ്ത് അത് ഡിജിറ്റലൈസ് ചെയ്തതാണ്. നിങ്ങൾ ഒറിജിനൽ ബുക്ക് ഇവിടെ കാണാം, അതിന്റെ ഡിജിറ്റലൈസ്ഡ് വേർഷൻ ആണ്. അത് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറാന്റോ ആണ് അത് ഡിജിറ്റലൈസ് ചെയ്ത്. നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ലിങ്കും അതിന്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഇൻസ്ക്രിപ്ഷൻസ് ലാറ്റിനെ സെലക്ട് ചെയ്യുന്ന അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്തെ ഇൻസ്ക്രിപ്ഷൻ 2680 വോളിയം 1 2683 ഇൻസ്ക്രിപ്ഷൻ ആണ്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സിസേറിയസ് സിറിയയുടെ പ്രിഫെക്റ്റ് ആയിരുന്ന സമയത്ത് ക്യുരീനിയോ അവിടെ സെക്കൻഡസ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സൈന്യത്തെ നയിച്ചുകൊണ്ട് ക്യുരീനിയോസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നമ്പർ എഴുതിയേക്കുന്ന തൊട്ട് മുകളിൽ കണ്ടോ, ഈസ് യു ക്യുരീനിയസ് സെൻസം. ആ സമയത്ത് ക്യുരീനിയസ് ഒരു സെൻസസ് നടത്തിയിരുന്നു, ഒരു കണക്കെടുപ്പ് വ്യക്തമായിട്ട് നടത്തിയിരുന്നു എന്ന് കൃത്യമായിട്ട് അവിടെ കാണുവാൻ സാധിക്കും.
അപ്പോ ഈ പറയുന്ന ക്യുരീനിയസ് ആ കാലഘട്ടത്തിൽ സിറിയയിൽ ഗവർണറായിട്ടല്ല, എന്നാൽ ഒരു പട്ടാള മേധാവിയായിട്ട് സിസേറിയസ് ഗവർണറായിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സിറിയയിൽ ഉണ്ടായിരുന്നു എന്നും ആ സമയത്ത് ക്യുരീനിയസിന്റെ നേതൃത്വത്തിൽ ഒരു ചാർത്തൽ അല്ലെങ്കിൽ ഒരു സെൻസസ് നടന്നിരുന്നുവെന്നും കൃത്യമായിട്ട് ലാറ്റിൻ ഇൻസ്ക്രിപ്ഷൻസിനകത്ത് ഉണ്ട്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ സെൻസസ് ഇതൊന്നും അല്ല. ഇദ്ദേഹം സെൻസസ് നടത്തുന്നത്, ഇദ്ദേഹം പറയുന്ന രണ്ടാമത്തെ സെൻസസ്, അതായത് രണ്ടാമത്തെ സെൻസസ് നടക്കുന്നത് AD 6 ഈ പറയുന്ന സിസേറിയസിന് ശേഷം ക്യുറേനിയസ് ഗവർണറായിട്ട് ലീജിയന്റെ ഭരണാധികാരി എന്നുള്ളതിൽ മാറി ഒരു സൈന്യാധിപൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു പ്രിഫെക്റ്റ് ആയിട്ട് സിറിയയിൽ ഒരു പ്രിഫെക്റ്റ് ആയിട്ട് വരികയും അർക്കിലിയോസ് മരിക്കുകയും ചെയ്ത്, അതായത് BC 4 ഹെറോദ് മരിക്കും, അതിനുശേഷം അർക്കിലിയസ് വരും. അർക്കിലിയസ് മരിച്ചതിന് ശേഷം പ്രിഫെക്റ്റിന്റെ കീഴിൽ, സിറിയൻ ഗവർണറുടെ കീഴിൽ ഈ യഹൂദ്യ ദേശം കൂടെ ചേർക്കപ്പെടും. ആ സമയത്ത് രണ്ടാമത് ഒരു സെൻസസ് നടത്തും. ആ രണ്ടാമത്തെ സെൻസസ് ആണ് AD 6 നടക്കുന്നത്. അല്ലാതെ ഒന്നാമത്തെ സെൻസസ് ലൂക്കോസിനെ കുറിച്ച് പറയുന്നത് വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ടാണ്. ഈ രണ്ടാമത്തെ സെൻസസിനെ കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 6 നടക്കുന്ന ഈ സുറിയ നാടിന്റെ ഗവർണറായിട്ട് ഈ ക്യുരീനിയസ് വന്നതിന് ശേഷം നടക്കുന്ന സെൻസസിനെ കുറിച്ചും ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം 37-ാമത്തെ വാക്യം, അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ്, ഏതിന്റെ കാലത്ത്? ചാർത്തൽ, അതായത് സെൻസസിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു, അവനും നശിച്ചു, അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ഈ സെൻസസിനെ കുറിച്ച് ലൂക്കോസും എഴുതിയിട്ടുണ്ട്. അതായത് AD 6 നടക്കുന്ന സെൻസസാ. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നമ്മുടെ ഫ്ലാവിയസ് ജോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അതിന്റെ 15-ാമത്തെ ബുക്കിൽ 18-ാമത്തെ ബുക്കിൽ അതിന്റെ 1-ാമത്തെ ചാപ്റ്ററിനകത്ത് തുടക്കം തന്നെ എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ moreover Quirinius came himself into Judea, which was now added to the province of Syria, to make an account of their substance. അതായത് ഒരു സെൻസസ് നടത്താൻ വേണ്ടി ക്യുരീനിയസ് ജുദയയിൽ വന്നു എന്ന് കൃത്യമായിട്ട് കാണാം. ആ സമയത്ത് നിങ്ങൾക്ക് ജൂയിഷ് റിവല്യൂഷൻ, ഒരു റിവോൾട്ട് നടത്തിയ ആളാണ് ജുദയാസ് ഓഫ് ഗലീലിയ. നിങ്ങൾക്ക് ഇവിടെ കാണാം, യെറ്റ് വാസ് ദർ വൺ ജൂദാസ് ഓഫ് ഗലീനൈറ്റ്, അതായത് നമ്മുടെ ഗലീലയിൽ ഉണ്ടായിരുന്ന യൂദാസ് എന്ന് പറയുന്ന ഒരാള് റിവോൾട്ട് നടത്തി എന്നും അവിടെ കാണാം. ഇത് AD 6-7 നടക്കുന്ന സംഭവം. ഈ AD 6 ഗവർണറായതിനു ശേഷം ജുദയയിൽ ഈ ക്യൂരിയോസ് വരുന്നതും ഈ പറയുന്ന യൂദാസ് അവിടെ റിവോൾട്ട് നടത്തുന്ന കാര്യം അപ്പോസ്തൽ ഈ പറയുന്ന ലൂക്കോസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 5:37. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദാ ചാർത്തലിന്റെ കാലത്ത് എഴുന്നിട്ട് ജനത്തെ തന്റെ പക്ഷം ജനം വശീകരിച്ചു, അവനും നശിച്ചു, അവനനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയെന്ന് ലൂക്കോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 2 സെൻസസ് നടന്നിരുന്നു. ഈ പോപ്സിനെ പോലുള്ള നഴ്സറി പിള്ളേർക്ക് ഇത് 2 സെൻസസിന്റെ ആരും അറിയില്ലായിരുന്നു, ഒരു സെൻസസിന്റെ ആരും അറിയത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ സെൻസസ് ലീജിയൻ ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ ഒരു ആർമി ഭരണാധികാരിയായിട്ട് മറ്റൊരു ഗവർണറുടെ കീഴിൽ അല്ലെങ്കിൽ ഒന്നിലധികം പ്രൊവിൻസുകൾ കവർ ചെയ്തുകൊണ്ട് ആ ഏരിയയിൽ ഒരു പ്രത്യേക മിഷന് വേണ്ടി വന്ന ക്യുരേനിയസ് എന്ന് പറയുന്ന ആ സൈന്യാധിപൻ BC AD 6 വരെ അത്തരമൊരു പദവിയിലായിരുന്നു. അങ്ങനെയായിരുന്നു ക്യുരേനിയസിന്റെ കാലത്ത്. ആ സമയത്തും BC 4 ഒരു സെൻസസ് നടന്നിരുന്നു. ആ സെൻസസിന്റെ കാലത്ത് ഹെറോദ് ദ ഗ്രേറ്റ് ആയിരുന്നു രാജാവ്. ആ സെൻസസിന്റെ കാലത്താണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അതിനുശേഷം AD 6 ഇതേ ക്യുരേനിയസ് ഒരു AD 6 ഒരു അവിടെ ഗവർണറായിട്ട് സിറിയയിൽ ഗവർണറായിട്ട് വരികയും സിറിയയുടെ ഗവർണറിന്റെ പ്രിഫെക്റ്റിന്റെ ഭരണത്തിന്റെ കീഴിൽ യഹൂദിയെ കൂടെ ചേർക്കുകയും ചെയ്തു AD 6. അതിനുശേഷം AD 7 യഹൂദിയ അദ്ദേഹം വിസിറ്റ് ചെയ്യുകയും അവിടെ വീണ്ടും ഒരു സെൻസസ് നടത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ യൂദാസ് എന്ന് പറയുന്ന ഒരാൾ എഴുന്നേൽക്കുകയും അവിടെ വിപ്ലവം നടത്തുകയും ചെയ്തതായിട്ട് ജോസിഫസിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 സെൻസസിന്റെ കാര്യവും ലൂക്കോസ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ സെൻസസിന്റെ കാര്യം ആദ്യം ഞാൻ കാണിച്ച ലാറ്റിനസ് ഇൻസ്ക്രിപ്ഷനകത്ത് എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ സെൻസസിന്റെ കാര്യം ഈ പറയുന്ന നമ്മുടെ ഫ്ലാവിയസ് ജോസീഫസിന്റെ പുസ്തകത്തിനകത്തും എഴുതിയിട്ടുണ്ട്. ഈ 2 സെൻസസിന്റെ കാര്യവും ബിബ്ലിക്കൽ ചരിത്രകാരനായ ലൂക്കോസ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യുക്തിവാദികളുടെ വെറുമൊരു മണ്ടത്തരം മാത്രമായിരുന്നു ഈ പറയുന്ന വാദം എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുന്നു ഞാൻ വിശ്വസിക്കട്ടെ. ഇതിനെതിരെ ഇഷ്ടമുള്ള റിബ്യൂട്ടൽസ് ഒക്കെ വന്നിട്ടുണ്ട്. 8 നില പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ മുക്കിൽ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഈ റിബ്യൂട്ടൽ ഈ പറയുന്ന പാപ്സം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതാ പ്രശ്നം. ഈ പറയുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക അഹങ്കാരം. അതാണ്
ഈ പറയുന്ന ചരിത്രം പഠിക്കാനുള്ളതാണ്. അത് പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ. അല്ലാതെ അവിടെ നിന്ന് ആരുടെങ്കിലും പുസ്തകം എഴുതിയിട്ട് ഏതെങ്കിലും ഒരു യുക്തിവാദി അമേരിക്കയിൽ നിന്ന് എഴുതുന്ന മണ്ടത്തരം പുസ്തകം വായിച്ചിട്ട് ലോകത്തിലെ ചരിത്രകാര ഗവേഷകന്മാരെ വെല്ലുവിളിക്കാൻ നടക്കുന്നതാണ് യുക്തിവാദികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് തിങ്. അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പാടിയാണ്. രണ്ട് സമയത്ത് എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്ത സാധനം സ്ലോട്ടർ ഓഫ് ഇന്നസെൻസ്. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ഭാഗം ഇതാണ്. ഈ മിശിഹ ജനിക്കാൻ പോകുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ ഹെറോദ് മഹാരാജാവ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കഴുത്തറുത്ത് തല്ലിക്കൊല്ലുക. ഇദ്ദേഹത്തിന്റെ നെക്സ്റ്റ് വാദമാണ് എന്തുകൊണ്ടാണ് ഹെറോദാവ് നടത്തിയ ശിശുഹത്യ ഈ പറഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത. ഇദ്ദേഹം ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട പുള്ളി ഓർത്ത് ഇത് ഒറിജിനലി അന്ന് ക്യാമറ കൊണ്ടെടുത്ത് ഫോട്ടോ എടുത്ത സാധനമാണെന്ന് നോക്കുകയാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. എന്റെ പൊന്ന് പോപ്സ, ഈ ബത്ലഹേമിൽ മാത്രമാണ് ഈ കൊല നടന്നത്, അല്ല റോമൻ എംപയറിൽ മുഴുവനല്ല. ഈ ബത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആ വില്ലേജിൽ ഇന്നത്തെ പോപ്പുലേഷൻ താങ്കൾക്കറിയാവോ? ഇന്ന് അതായത് ഈ പറയുന്ന AD 2000 ശേഷമുള്ള പോപ്പുലേഷൻ താങ്കൾക്കറിയാമോ? നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബത്ലഹേമിലെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എനിക്കറിയില്ല. 2007 പോപ്പുലേഷൻ വെറും 25,000 ആളുകളാണ് 2007 1961 നടത്തിയ സെൻസസിനകത്ത് 22,000 പേരേ ഉള്ളൂ. 1867 ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് നടന്ന ഒരാളുടെ വിസിറ്റ് റിപ്പോർട്ടിനകത്ത് കാണുന്നത് അപ്രോക്സിമേറ്റ്ലി 3,000-നും 4,000-നും ഇടയ്ക്ക് ആളുകളാണ് ഈ പറയുന്ന ബത്ലഹേം എന്ന് പറയുന്ന വില്ലേജിൽ ഉണ്ടായിരുന്നത്. അതിനും 2000 വർഷങ്ങൾക്ക് മുന്നേ 1800 വർഷത്തിലധികത്തിന് മുന്നേ ഈ പറയുന്ന ബത്ലഹേം എന്ന് പറയുന്ന വില്ലേജിൽ എത്ര ആളുകൾ ഉണ്ടാവുന്നു താങ്കൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കേരളത്തിലൊരു വില്ലേജ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു സ്ഥലം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വില്ലേജ് എടുക്കുക. ഒരു 100 വർഷത്തിന് മുന്നേ ഉള്ള പോപ്പുലേഷൻ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ. കാലം പുറകോട്ട് പോകുന്നതും പോപ്പുലേഷനകത്ത് ഗണ്യമായ കുറവ് വരും എന്നുള്ള ഒരു ലോജിക്ക് പോലും താങ്കൾക്കില്ല. BC 4 അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ ഒരു വില്ലേജിൽ നിന്ന് ബത്ലഹേം പോലുള്ള ഒരു ചെറിയ വില്ലേജിൽ അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 300 to 500 ആളുകളാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് അന്നുള്ളത്. 300 to 500 പീപ്പിൾ, അത്രേ ഉള്ളൂ. കാര്യം ചെറിയ വില്ലേജുകളാണ്. ഈ ഇദ്ദേഹം അവർക്ക് ധാരാവി പോലുള്ള ഒരു ചേരി പ്രദേശത്ത് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെല്ലാത്തിനും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ളതാണ് പോപ്സന്റെ ഒരു വിചാരം എന്ന് പറയുന്നത്. ഇതാണ് ഈ ചരിത്രം ഗവേഷകരെ വെല്ലുവിളിച്ചുകൊണ്ട് ചരിത്രത്തിനെതിരെ ചെന്ന് തർക്കിക്കാൻ ചെല്ലുന്ന ഒരു ശിശുവിന്റെ അവസ്ഥയാണ് ശരിക്കും പോപ്സൺ വന്നിട്ടുള്ളത്. ഓക്കെ, BC 4 അതായത് 2000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ആവറേജ് വില്ലേജസിന്റെ ഒരു ആവറേജ് എടുത്താൽ ഒരു അപ്രോക്സിമേഷൻ ഞാൻ പറയാം. ആക്യുറേറ്റ് ആയിട്ട് പറയാൻ സെൻസസ് നടന്നിട്ടുള്ള സെൻസസിന്റെ രേഖകൾ നമ്മുടെ കയ്യിലില്ല. ബത്ലഹേം പോലുള്ള ഒരു ഏരിയയിൽ മാക്സിമം അന്നത്തെ താമസിക്കുന്നത് 300-നും 500-നും ഇടയ്ക്ക് ആളുകളാണ് താമസിക്കുന്നത്. ഇനി ഏത് കാലഘട്ടത്തിലും ഒരു ആവറേജ് ചിൽഡ്രൻ പോപ്പുലേഷൻ അണ്ടർ 2 ചിൽഡ്രൻ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷൻ സ്റ്റഡീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ചെയ്തിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനാലിസിസ് നടത്തുന്ന ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഒരു ആവറേജ് അണ്ടർ 2 ചിൽഡ്രൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3% ആണ്. ഒരു പോപ്പുലേഷന്റെ 3% ആണ് അപ്രോക്സിമേറ്റ് ചിൽഡ്രൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അണ്ടർ 2 ചിൽഡ്രൻ പോപ്പുലേഷൻ 2 വയസ്സിൽ താഴെയുള്ള അവരുടെ പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ്ലി 3% ആണ്. ഒരു 300 ആളുകൾ ഒരു വില്ലേജിൽ ഉണ്ടെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും 9 ആണ്. അതായത് വെറും 3%, 0.03 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്കൊരു അപ്രോക്സിമേറ്റ്. വെറും 3% 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ലോകത്ത് നമ്മൾ ബിഗ് ഡാറ്റ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3% മൊത്തം പോപ്പുലേഷന്റെ 3% മാത്രമാണ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ബത്ലഹേം പോലുള്ളൊരു ചെറിയ വില്ലേജ് 12,000 വർഷങ്ങൾക്ക് മുന്നേ 300-400 ആളുകൾ താമസിക്കുമ്പോൾ അവിടെ 2 വയസ്സിൽ താഴെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 9, 10, 11 മാത്രമാണ്. അല്ലാതെ ഇദ്ദേഹം പറയുന്ന പോലെ വളരെ വലിയൊരു മാസക്കർ അല്ല നടന്നത്. അതുകൊണ്ട് ചരിത്രകാരന്മാർക്ക് രേഖപ്പെടുത്താവുന്നതിൽ ചെറിയ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഹെരോദാവിന്റെ മക്കളെ ഹെരോദാവ് കൊന്നാൽ അത് വലിയ സംഭവം. രാജകുടുംബത്തിൽ കൊലപാതകം നടന്നാൽ അവിടെ 10 ആളുകൾ അറിയും. ഇപ്പോ ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ഒരു കൊലപാതകം നടന്നാൽ കേരളത്തിലല്ല ലോകത്തുള്ള എല്ലാ മീഡിയയിലും വാർത്തയാവും. ഈ പോപ്സന്റെ വീട്ടിലൊരു കൊലപാതകം നടന്ന കേരളത്തിലെ മീഡിയയിൽ വാർത്തയാവും, മാക്സിമം പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മീഡിയയിലും വാർത്തയാവും. അല്ലാതെ വേറെ ഒരു ലോകത്തുള്ള എല്ലാ മീഡിയയിലും അത് വാർത്തയാവത്തില്ല. ഇതുപോലെ ഹെരോദാവിന്റെ കുടുംബത്തിലൊരു കൊലപാതകം നടന്നാൽ അതൊരു പക്ഷേ എല്ലാ ചരിത്രകാരന്മാരും എഴുതും. പക്ഷേ ഈ ബത്ലഹേം എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിൽ ഒരു 5-10 കുഞ്ഞുങ്ങളെ രാജാവ് കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷെ പുറംലോകം അറിയാതെ പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താത്തതുകൊണ്ട് അത് നടന്നിട്ടില്ല എന്ന് വാദിക്കുന്നത് തികച്ചും അബദ്ധമാണ്. അത് ഈ പോപ്സൺ അത് വളരെ മാഗ്നിഫൈഡ് ആയിട്ടാണ് പോപ്സന്റെ കണ്ണിലിരിക്കുന്നത്. എന്നാൽ ബൈബിളിൽ
അത് വ്യക്തമായി രേഖപ്പെടുത്തേണ്ട കാരണം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ്, യേശുക്രിസ്തുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു, അവിടെ അമ്മമാരുടെ കരച്ചിൽ ബത്ലഹേമിൽ വീണു എന്ന് പ്രവചനമുണ്ട്. ആ പ്രവചനത്തെ സാധൂകരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ബൈബിൾ എഴുതി. ചരിത്രകാരന്മാർക്ക് പ്രവചനത്തെ ബാധിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അതവർക്കൊരു സംഭവമായിട്ട് അവർക്കൊട്ട് വരികയുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അത് കാണാത്തത്. പിക്ചർ കണ്ടാ അറിയാം, ഹൈലി ബ്രൂട്ടൽ മാസക്കർ. അപ്പൊ നമുക്ക് ഒരിക്കലും പിക്ചർ കണ്ടാൽ അറിയാം ഹൈലി ബ്രൂട്ടൽ മാസക്കർ. പുള്ളി ഓർത്ത ഫോട്ടോ എടുത്ത് വെച്ചാണ്, അന്ന് ക്യാമറ കണ്ടുപിടിച്ചിട്ടില്ലേ പോപ്സ? പറ്റാത്ത സാധനം. ഒരു ചരിത്രകാരനും ഇതിനെക്കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല. വേറെ ഏത് സാധനം ചെയ്യും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കണ്ടേ, കുഞ്ഞു സാധനമെങ്കിലും. ഹെറോദ് സ്വന്തം മക്കളെ കൊന്നതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ഇതിന്റെ കിട്ടില്ല. പിന്നെ പറയുന്നത് ഒരു പ്രൊഫസി നടന്നു എന്നാണ്, ജെറമിയ 31:15 പ്രൊഫസിയാണെന്നൊക്കെയാണ്. ജൂതന്മാർ ഇതിനെക്കുറിച്ച് ഇഷ്ടംപോലെ പേപ്പർ എഴുതിയിട്ടുണ്ട്, അത് മുഴുവൻ ഇച്ചിരി മോശമായതുകൊണ്ട് ഞാനിവിടെ കോട്ട് ചെയ്യുന്നില്ല. ആൻഡ് ഹൗ കുഡ് ദേ മിസ് ദിസ് വൺ? ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. ജെറുസലേം എൻട്രി, ഈ ജെറുസലേമിലേക്ക് യേശു കടന്നു വരികയാണ്. ആരായിട്ട്? യൂതന്മാരുടെ രാജാവായിട്ട്. ജൂതന്മാരുടെ രാജാവായിട്ട് ക്രിസ്തു കടന്നു വരുമ്പോൾ സിമ്പിൾ ലോജിക്, അതായത് ഐസിസ് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ കൈയും കെട്ടി നോക്കി പോകും ഇല്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ ലോജിക്ക്. അതായത് ഐസിസ് കേരളത്തിലേക്ക് തോക്കും ബോംബും ഒക്കെ ആയിട്ട് വരുമ്പോൾ പിണറായി വിജയൻ കൈയും കെട്ടി നോക്കി വയ്ക്കുമോ? ഇതാണ് ഇദ്ദേഹത്തിന്റെ ലോജിക്ക്. എൻ്റെ പൊന്ന് പോപ്സ, ഒരു മിനിമം രാജാവ് വരുന്നത് കുതിരപ്പുറത്താണ്. ഒരു പടയാളികളുമായിട്ട് വരുന്നത് ആയുധങ്ങളുമായി കുതിരപ്പുറത്താണ്. അങ്ങനെ ആയുധങ്ങളുമായി കുതിരപ്പുറത്ത് ഒരു പടയാളികളുമായിട്ട് യേശു ക്രിസ്തു റോമിലേക്ക് വന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് റോമൻ എംപയറിലെ സൈനികരുമായിട്ട് ഡെഫിനറ്റ് ആയിട്ട് യുദ്ധം ഉണ്ടായേനെ. എന്നാൽ ഈ പറഞ്ഞ പിണറായി വിജയൻ ഐസിസ് വരുന്നു പിണറായി വിജയനും പോലീസും കൂടെ അങ്ങ് നിൽക്കുക. അവിടെ ഒരു പാവത്താൻ ഒരു തോൾസഞ്ചി ഇട്ടുണ്ട് നടന്നു വന്നു കഴിഞ്ഞാൽ അയാൾ ഐസിസാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യൂ? യുദ്ധം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ ഞാൻ ഐസിസാന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നപ്പച്ച പോയി വീട്ടിലിരിക്കാൻ പറയും. എന്തുകൊണ്ടാ? ഒരു ഐസിസുകാരൻ വരുന്ന രീതിയിലല്ല വരുന്നത്. ഒരു ഐസിസുകാരൻ ഇവര് AK-47 തോക്കുമായിട്ട് വരുന്ന ആളെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഒരാളെ സാധാരണ ഒരു പടുവൃദ്ധം വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഇതുപോലെ ഒരു പട്ടാളക്കാരന്റെ രൂപഭാവങ്ങളിലോ അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്ത് ഒരു ആർമി നയിച്ചുകൊണ്ടോ യേശുക്രിസ്തു വന്നിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, 100% ഉറപ്പാ. യേശുക്രിസ്തു അങ്ങനെയല്ല വന്നത്. അവിടെ യേശുക്രിസ്തു ഒരു കഴുതപ്പുറത്ത്, പ്രവാചകന്റെ വേഷഭൂഷാദിയാണ്, പ്രവാചകന്റെ വാഹനമാണെന്ന് കഴുത, അല്ലാതെ സൈനികരുടെ വാഹനമല്ല. ഒരു കഴുതപ്പുറത്ത് കയറിയിട്ട് യേശുക്രിസ്തു വരികയാണ്. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന പോപ്സം പറഞ്ഞതിൽ ലോജിക് ഉണ്ട്. എല്ലാവരും യേശു മശിഹയാണ്, രാജാവാണെന്ന് വിളിച്ചാൽ അതൊരുപക്ഷെ റോമൻ ഗവൺമെന്റിന്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഒരു പാവത്താൻ വന്നിറങ്ങി എല്ലാരും പറയോ ഞങ്ങളുടെ, ഇപ്പൊ മുസ്ലിങ്ങളെല്ലാം കൂടെ പറയാ ഇത് ഞങ്ങളുടെ എന്തോ പറയാ ഇവരുടെ ഇമാം മഹദിയാണ്, ഈ പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, പിണറായി വിജയനെ മാറ്റി മുഖ്യമന്ത്രിയാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം കൂടെ ഐസിസിനെ പൊക്കിക്കൊണ്ട് ഒരു പാവത്തെ പൊക്കിക്കൊണ്ട് വന്നാൽ പോലും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ബൈബിൾ ഒന്ന് പരിശോധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19:37 മുതൽ എടുത്തു കഴിഞ്ഞാൽ അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ യെരുശലേമിൽ പ്രവേശിച്ചിട്ടില്ല. ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീരപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളും മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാർത്ഥി ചില പരീശന്മാർ, അവിടെയുള്ള സീനിയർ ആളുകൾ അവരോട് പറയുക, ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. കാര്യം റോമൻ ഗവൺമെന്റ് കേട്ടാൽ പ്രശ്നമാകും. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. റോമൻ ഗവൺമെന്റ് കേട്ടാൽ പ്രശ്നമാകും. കാര്യം ഇസ്രായേൽ രാജാവ് വരുന്നെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആർമി ഇൻവോൾവ് ആകും. അതുകൊണ്ടാണ് പറഞ്ഞ് വിലക്കുക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഇവർ മിണ്ടാതിരുന്ന കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു, ഈ പറയുന്ന റോമൻ ഗവൺമെന്റ് ഇതിൽ ഇടപെടും എന്നൊരു പെർസെപ്ഷൻ അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്നു. അത് ബൈബിളിലും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു വന്നത് ഒരു റിവോൾട്ടിനല്ല, ആയുധരഹിതനായിട്ട് കഴുതപ്പുറത്ത് സാധാരണക്കാരാൽ ചുറ്റപ്പെട്ട് യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കാൻ വരുന്നു. ഇദ്ദേഹം വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ യെരുശലേമിലേക്ക് ഒരു വലിയ, ഈ സിനിമയിൽ കാണുന്ന പോലെ ലക്ഷക്കണക്കിന് ആളുകളായിട്ട് മാർച്ച് ചെയ്ത് ആർമി മാർച്ച് ചെയ്യണ പോലെ യെരുശലേമിൽ വന്ന് യെരുശലേം അങ്ങ് പിടിച്ചടക്കാൻ പോകുന്ന യേശുവിനെയാണ് ഇദ്ദേഹം കാണുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും കൂടെയുള്ള 100-100 ആളുകളാണ് ഈ വരുന്നത്. അല്ലാതെ ഒരു വലിയ ജനക്കൂട്ടം, ലക്ഷക്കണക്കിന് വരുന്ന ജനക്കൂട്ടമല്ല അവിടെ വരുന്നതെന്ന് മനസ്സിലാക്കാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് ബൈബിൾ വായിച്ചു നോക്കിയാൽ മതി. പൗസ കൂട്ടിക്കിട്ട് 4 പേട കൊടുത്ത് എല്ലാത്തിനും പറഞ്ഞു വിടും. പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, വന്നോട്ടെ. അത് ഒരിക്കലും, അതായത് ദേ ആർ ത്രെറ്റനിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ എംപയർ, എന്നിട്ടും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തില്ല. പോട്ടെ, അതെന്തെങ്കിലും ആകട്ടെ. ക്രൈസ്റ്റ് ഡ്രൈവിംഗ് ദ മണി ചേഞ്ചസ് ഫ്രം ദ ടെമ്പിൾ, ഇത് അൺബിലീവബിൾ ആണ്. ഏകദേശം 35 ഏക്കറാണ് ജെറുസലേം ദേവാലയം. അത് മുഴുവൻ നിന്ന് തല്ലണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു മിനിമം കുൺഫു അല്ലെങ്കിൽ കളരി ഇതിലേതിൽ ഒരെണ്ണം പഠിച്ചിരിക്കണം. ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ താങ്കളുടെ തള്ളിച്ചൊരു കുറച്ച് യേശുക്രിസ്തുവിനൊന്നും പഠിക്കാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാം സാധിക്കും എന്നുള്ളതാണ്. ഈ 35 ഏക്കർ യെരുശലേം ദേവാലയമല്ല പോപ്സ.
35 ഏക്കർ ടെമ്പിൾ മൗണ്ടിന്റെ മൊത്തം വിസ്തൃതിയാണ്. അതിനകത്ത് ഉള്ള ഒരു പള്ളിയാണ് യെരുശലേം ദേവാലയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യെരുശലേം ദേവാലയത്തിനും ടെമ്പിൾ മൗണ്ടിന്റെയും ചിത്രം ഞാൻ കാണിക്കാം. ഇതാണ് ഹെരോദിന്റെ ടെമ്പിൾ, അതായത് യേശുക്രിസ്തുവിന്റെ കാലത്തെ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ടെമ്പിളിനകത്ത് ഈ സൈഡിൽ കാണുന്നതുകൊണ്ട് ഇതാണ് ജെന്റൈൽസ് കോട്ട് എന്ന് പറയും, ജാതികളുടെ പ്രാകാരം അല്ലെ ജെന്റൈൽസ് കോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇവിടെയാണ് ഈ കച്ചവടമെല്ലാം നടക്കുന്നത്. കാര്യം ഇവിടെ മുൻപേ, അതായത് ഈ ടെമ്പിൾ മൗണ്ട് വികസിപ്പിക്കുന്നതിന് മുന്നേ ഈ ഏരിയയിലാണ് ഈ പറയുന്ന ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഹെറോസ് ടെമ്പിൾ എന്ന് എഴുതിയേക്കുന്നതിന്റെ ഇവിടെ കാണുന്നതാണ് ജെന്റൈൽസ് കോട്ട്. ഈ ജെന്റൈൽസ് കോട്ടിൽ നിന്നാണ് 3 പ്രവേശന കവാടം. അതുകൊണ്ട് അവിടെ കൂടെയാണ് എപ്പോഴും ആളുകൾ കയറുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഈ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജെന്റൈൽസ് കോട്ടും അതോടൊപ്പം തന്നെ ഈ ജെന്റൈൽസ് കോട്ടിലാണ് കച്ചവടമെല്ലാം നടക്കുന്നത്. അല്ലാതെ ഈ 35 ഏക്കർ വരുന്ന ഈ പറയുന്ന സ്ഥലത്ത് മുഴുവനല്ല, ഈ ജെന്റൈൽസ് കോട്ടിലാണ് കച്ചവടം. യേശുക്രിസ്തുവും ഇവിടെ കൂടെയാണ് പ്രവേശിക്കാൻ വരുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു പ്രവേശന കവാടത്തിൽ തന്നെ കാണുന്ന കച്ചവടക്കാര് യേശുക്രിസ്തു അടിച്ചോടിച്ചു. അല്ലാതെ 35 ഏക്കർ മുഴുവൻ ഓടി നടന്ന് അടിക്കാൻ യേശുക്രിസ്തുവിന് ഈ യുക്തിവാദികളെ പോലെ പ്രാന്തൊന്നും ഇല്ലായിരുന്നു. ഈ ടോട്ടൽ ഏരിയയാണ് ഈ പറയുന്ന ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ കാണുന്ന ഈ ഇൻസൈഡ് കാണുന്നത് കണ്ടോ, ഈ ഇൻസൈഡ് കാണുന്ന ചെറിയൊരു പിക്ചറാണ് ഈ പറയുന്ന യെരുശലേം ദേവാലയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെമ്പിൾ മൗണ്ട് മുഴുവനല്ല നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന ഈ പിക്ചർ ഉണ്ടോ, ഇതൊരു ഗ്രാഫിക്കൽ പിക്ചറാണ്, ഒരു അപ്രോക്സിമേറ്റ് ഗ്രാഫിക്കൽ പിക്ചറാണ്. ഈ ഹെരോദിന്റെ ടെമ്പിളിനെ കുറിച്ചുള്ള ഗ്രാഫിക്കൽ പിക്ചറാണ്. ഈ ഹെരോദിന്റെ ടെമ്പിള് ഈ ഹ്യൂജ് വരുന്ന 35 ഏക്കർ വരുന്ന സ്ഥലത്ത് ഈ ചുറ്റപ്പെട്ട് ഈ പറയുന്ന ചുറ്റുമതിലിനെ ചുറ്റപ്പെട്ട് അതിന്റെ അകത്തിരിക്കുന്ന ചെറിയ ഒരു സ്ഥലമാണ് ഈ അകത്തിരിക്കുന്ന ചെറിയൊരു സ്ഥലമാണ് ഈ ഹെരോദിന്റെ ടെമ്പിൾ എന്ന് പറയുന്നത്. അടുക്കൊരു അമ്പലം പോലെ കാണുന്നില്ല, അതാണ് ഈ പറയുന്ന ടെമ്പിൾ. അതിനെയാണ് ഞാൻ കുറച്ചുകൂടെ വലുതായിട്ട് ഇവിടെ നിങ്ങളെ കാണിച്ചത്. അതാണ്. അപ്പൊ ആ 35 ഏക്കർ ഓടി നടന്നടിക്കാൻ യേശുക്രിസ്തു യുക്തിവാദി അല്ലായിരുന്നു, മണ്ടനല്ലായിരുന്നു. അതാണ് അതിന്റെ ഉത്തരം. അപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ളൊരു പരിഹാസപൂർവ്വമുള്ള ഒരു വിമർശനം താങ്കൾ ഉന്നയിക്കുന്നതിന് വേണ്ടി. അപ്പൊ യേശുക്രിസ്തു കച്ചവടക്കാരെ പുറത്താക്കിയത് ഹോൾ ടെമ്പിൾ മൗണ്ട്, ഇവിടെ കാണുന്ന ഹോൾ ടെമ്പിൾ മൗണ്ടിൽ നിന്നല്ല, ഈ കാണുന്ന യെരുശലേം ദേവാലയത്തിന്റെ ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഫ്രണ്ട് ഏരിയ, നിങ്ങൾക്ക് ഇവിടെ കർസർ കാണുന്നില്ലേ, ഈ ഫ്രണ്ട് ഏരിയയാണ് ജാതികളുടെ കോർട്ട് എന്ന് പറയുന്നത്, അല്ലെ ജാതികളുടെ പ്രകാരം എന്ന് പറയുന്നത്. ഇവിടെയാണ് കച്ചവടക്കാരെല്ലാം തമ്പടിക്കുന്നത്. ഈ ഏരിയയിലുള്ള കച്ചവടക്കാരെ, അല്ലാതെ ഈ പടർന്നു കിടക്കുന്ന 35 ഏക്കറിനകത്ത് മുഴുവൻ യേശുക്രിസ്തു ഓടി നടന്ന് അടിച്ചു എന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല. അപ്പം ഈ ചരിത്രം എന്ന് പറയുന്നതിന്റെ ABCD പോലും അറിയാതെ വിമർശിക്കാൻ നടക്കുന്നതിന്റെ കുഴപ്പം. എന്റെ ഒരു സംശയം എന്താണെന്നറിയോ, ഈ എസൻസിൽ ബുദ്ധിയും വിവരമുള്ള ആരും ഇല്ല. ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കെങ്കിലും ഒരു ഇച്ചിരി വിവരം ഉണ്ടാകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കേൾവിക്കാർക്കും വിവരമില്ല, വിളിച്ചുകൊണ്ട് പറഞ്ഞവർക്കും വിവരമില്ല, പ്രസംഗിക്കുന്നവന് അത്രത്തോളം വിവരം പോലും ഇല്ല. ചരിത്രം എന്ന് പറയുന്നതിന്റെ ABCDയോ അഡ്രസ്സോ പോലും ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഈ എസൻസിൽ കുറച്ചുകൂടെയൊക്കെ വിവരമുള്ള, അറ്റ്ലീസ്റ്റ് രവീന്ദ്രനേക്കാൾ ഇച്ചിരിയെങ്കിലും വിവരമുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക. അതൊന്നുമില്ല, ചുമ്മാ കയറി അടിച്ചു ഓടിച്ചു എന്ന് പറയും. പിന്നെ മാത്രമല്ല അവിടെ സ്റ്റാൻഡിങ് ആർമിയൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ പൊട്ടനാണ്. അതും ഏറ്റവും വലിയ അബദ്ധം. യെരുശലേം ദേവാലയത്തിനകത്ത് ഒരു ആർമിക്കും പ്രവേശനമില്ല. അതറിയാവോ താങ്കൾക്ക്? യെരുശലേം ദേവാലയത്തിനകത്ത് ആർമി അങ്ങനെ പ്രവേശിക്കാറില്ല. കാര്യം അതിന് തൊട്ടപ്പുറത്ത് തന്നെ പീലാത്തോസിനും ആർമി ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യെരുശലേം ദേവാലയത്തിനകത്തേക്ക് സാധാരണ രീതിയിൽ ആർമി പ്രവേശിക്കാറില്ല. റിലീജിയസ് സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് പോലെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. സ്റ്റാൻഡിങ് ആർമി ഉണ്ട്, എല്ലാം ഉണ്ട്. പുള്ളി ഓർക്കട്ടെ, പാറാവ് പോലീസുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പള്ളിയിൽ നിൽക്കുന്നതായിട്ടാ. ഇതൊരു റിലീജിയസ് പ്ലേസ് ആണ്. അത് യഹൂദന്മാർക്ക് ജാതികളെ പരമാവധി അടുപ്പിക്കാറില്ല. അവർക്ക് മാക്സിമം എത്താൻ സ്ഥലം ആ ജാതികളുടെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് മാത്രമേ ജാതികൾക്ക് മാക്സിമം പ്രവേശിക്കാറുള്ളൂ. അതുകൊണ്ട് പട്ടാളക്കാർ ആ പരിസരത്ത് വരാറില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിനടുത്തവരൊക്കെ യേശു ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഐ ഡോണ്ട് നോ, ബൈബിൾ മുഴുവൻ തെറ്റിപ്പോവും. സോ ബൈബിൾ തെറ്റിക്കാതിരിക്കാൻ മിണ്ടാതിരിക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും. എന്തായാലും പോപ്സിന്റെ ഈ തള്ളിച്ചിരി കുറച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ബൈബിൾ തെറ്റിക്കാതൊക്കെ പോകാൻ പറ്റുമായിരിക്കും. നല്ലത്. ദിസ് ഈസ് വൺ വിത്ത് സ്പെഷ്യൽ എഫക്ട്സ്. ഇതൊരിക്കലും ചരിത്രത്തിൽ മിസ്സാകാൻ സാധ്യതയില്ല. ശ്രദ്ധിക്കണം, ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഭൂമിയിൽ അന്ധകാരം വന്നു. അവിടെ അതായത് ഏകദേശം ഒരു ഉച്ച മുതൽ ഫ്രം noon until 3 in the afternoon darkness came over the whole land. ഒരു സോളർ എക്ലിപ്സ് ആയിരിക്കണം നടന്നിട്ടുണ്ടായത്, അന്നേരം മഴക്കാറായിരിക്കില്ല, ഭൂമി ഇരുണ്ടെന്ന് പറയുമ്പോഴേക്കും. അന്നത്തെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ചുമ്മാതെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണ്ടേ? ഇല്ല, ചെയ്തിട്ടില്ല. ഇത് എന്ന് നടന്ന സംഭവമാണെന്ന് പോപ്സിന് വല്ല പിടിയുണ്ടോ? പോപ്സൺ വിചാരിക്കണം എന്താണെന്നറിയോ, ഇത് ഇന്നാളെ കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചതെന്ന്. പോപ്സ് 2 മില്ലേനിയത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന കൂട്ടം ഉണ്ടോ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നെന്ന് പറയുന്നവരല്ല അന്ന്, സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നെന്ന് പറയുന്ന ആളുകളാണ് അന്ന് ഉള്ളത്. അത് മനസ്സിലാക്കാനുള്ള മിനിമം ശാസ്ത്രബോധമെങ്കിലും ഈ പറയുന്ന പോപ്സനുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ബൈബിളിൽ പറയുന്ന അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി, എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തില്ല? അന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇല്ല, ഇനി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ,
ടോട്ടൽ സോളാർ എക്ലിപ്സ് നാസയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തുള്ള എക്ലിപ്സ് വാച്ചിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക്, വെബ് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. eclipse.gsfc.nasa.gov എന്ന് പറയുന്ന നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് എക്ലിപ്സിന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് 2016 മുതലുള്ള. 2016 മാർച്ച് 9 നിങ്ങൾക്ക് അതിന്റെ ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ആ വെബ്സൈറ്റ്, നാസ എക്ലിപ്സ് വെബ്സൈറ്റ്. നിങ്ങൾക്ക് അതെടുത്ത് പരിശോധിച്ച് നോക്കാം. 2016 മാർച്ച് 9 ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ടായി. 2015 മാർച്ച് 20 ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ടായി. 2012 ഉണ്ടായി, 10 ഉണ്ടായി, 2009 ഉണ്ടായി, 2008 2006 ഉണ്ടായി. അതായത് ഒരു ദശാബ്ദം എടുത്താൽ, 10 വർഷക്കാലം എടുത്താൽ അതിനകത്ത് 7 പ്രാവശ്യം പരിപൂർണ സൂര്യഗ്രഹണം ഉണ്ടായി. 7 പ്രാവശ്യം, ഒരു 10 വർഷത്തിനിടക്ക് 7 പ്രാവശ്യം പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടായതായിട്ട് നാസ രേഖപ്പെടുത്തുന്നു. 2006 2016 ഇടക്ക്. ലോകത്തെ ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ഈ പറയുന്ന BC 4 മുതൽ AD 50 വരെയുള്ള കാലഘട്ടത്തിലെ സകല സൂര്യഗ്രഹണങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്ര പുസ്തകം താങ്കൾ കാണിച്ചു തരാൻ പറ്റുമോ? അതായത് ഇന്ന് നാസ കുത്തിയിരുന്ന് രേഖപ്പെടുത്തുന്നത് പോലെ അന്ന് സൂര്യഗ്രഹണം എല്ലാം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, എന്തായാലും ഇന്നത്തെ സൂര്യനും ചന്ദ്രനും തന്നെയാണല്ലോ അന്ന്, വേറെ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ. 10 വർഷത്തിനിടയ്ക്ക് 7 പ്രാവശ്യം പൂർണ്ണ സൂര്യഗ്രഹണം ഇന്നുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ കാലത്തും 10 വർഷത്തിനിടയ്ക്ക് 7 സൂര്യഗ്രഹണം ഉണ്ടാവില്ലേ? യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്ത് BC 4 മുതൽ 30 വരെ എടുത്താൽ ഈ 30 വർഷങ്ങൾക്ക് മിനിമം 21 സൂര്യഗ്രഹണം ഉണ്ടാവണ്ടേ? ഈ 21 സൂര്യഗ്രഹണത്തിൽ എത്ര സൂര്യഗ്രഹണം ഈ പറയുന്ന BC 1-ാം നൂറ്റാണ്ട്, ഈ AD 1-ാം നൂറ്റാണ്ടിൽ എത്ര സൂര്യഗ്രഹണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്? അത് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലേ? എല്ലാ സൂര്യഗ്രഹണം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. AD 1-ാം നൂറ്റാണ്ടിൽ എത്ര സൂര്യഗ്രഹണം? വളരെ വിരലിൽ എണ്ണാവുന്ന സൂര്യഗ്രഹണങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ചരിത്രകാരനാണ് ഈ നാസ ഇന്ന് രേഖപ്പെടുത്തണ പോലെ നടന്ന എല്ലാ ടോട്ടൽ എക്ലിപ്സ്, ഇതെല്ലാം ടോട്ടൽ എക്ലിപ്സ് ആട്ടോ. പാർഷ്യൽ എക്ലിപ്സിന്റെ എണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ 10 ഇരട്ടി വരും. ഞാൻ ടോട്ടൽ എക്ലിപ്സിന്റെ, അതായത് പരിപൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ എണ്ണമാണ്. അതായത് ബൈബിളിൽ പൂർണ്ണ സൂര്യഗ്രഹണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ എണ്ണം ഞാൻ എടുത്തത്. അല്ല, പാർഷ്യൽ എക്ലിപ്സിന്റെ കാര്യമല്ല, പൂർണ്ണ സോളാർ എക്ലിപ്സിന്റെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ചരിത്രകാരനും ചരിത്രത്തിന്റെ ഈ AD 100ന്റെ യാതൊരു കാലഘട്ടത്തിലും ഒരു ചരിത്രകാരനും എല്ലാ സൂര്യഗ്രഹണങ്ങളും ഒരു ചരിത്ര പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹം ഓർക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ നൂറ്റാണ്ടിലും ഓരോ ചരിത്രകാരന്മാർ ഇങ്ങനെ ഇത് തന്നെ ജോലിയായിട്ടിരിക്കുക. ഇന്നെന്താ നടന്നു? എഴുതി വെച്ച്. അങ്ങനെ ചരിത്രം എന്തോ ജോലിയായിട്ടിരുന്ന ആളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നെന്നാണ് ഇദ്ദേഹത്തിന്റെ വിചാരം. ഇങ്ങനെയൊക്കെ ശാസ്ത്രത്തെ ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഒരു ചരിത്രകാരനും 1-ാം നൂറ്റാണ്ടിൽ എത്ര സൂര്യഗ്രഹണം ഉണ്ടായെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാ സൂര്യഗ്രഹണങ്ങളും ഒരു കാരണവശാലും ഒരു തെളിവുമില്ല. എല്ലാ സൂര്യഗ്രഹണങ്ങളും ചരിത്രം രേഖപ്പെടുത്തിയായിട്ട്. അങ്ങനെയെങ്കിൽ ബൈബിളിൽ നടന്നു എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സൂര്യഗ്രഹണം നടന്നില്ല എന്ന് പറയാൻ ഒരുത്തനും അവകാശമില്ല. കാര്യം എന്തുകൊണ്ടാ? എല്ലാ സൂര്യഗ്രഹണം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ അപ്രോക്സിമേറ്റ് എങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെ പറയാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ 10-100 സൂര്യഗ്രഹണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണത്തിൽ പോലും ബൈബിളിൽ ആ സമയത്ത് സൂര്യഗ്രഹണം നടന്നിട്ടില്ലെന്ന് വാദിക്കും. ഇത് 1-2 സൂര്യഗ്രഹണമാണ് AD 1-ാം നൂറ്റാണ്ടിലെ രേഖപ്പെടുത്തപ്പെട്ടത്. വെറും 1-2, ഒരു നൂറ്റാണ്ടെടുത്താൽ 3-4 മാക്സിമം ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. അപ്പോ ഈ സൂര്യഗ്രഹണം ഇന്നത്തെ പോലെ വർഷം 10 വെച്ച്, അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ 7 വെച്ചൊന്നും അന്ന് രേഖപ്പെടുത്താറില്ല. അതുകൊണ്ട് അത് തിരക്കി നടക്കുന്ന നാസ അന്ന് ഇല്ലായിരുന്നു പോപ്സാ. ദേവാലയത്തിന്റെ തിരിശില നടുവേ കീറി, അത് അവർ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു ജൂതന്മാരും കണ്ടിട്ടില്ല. ആൻഡ് ദ എർത്ത്, അതെല്ലാ ജൂതന്മാരും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടോ? അത് ആകെ അറിയാത്തത്. അത് ചുമ്മാ ഒരു എർത്ത് ക്വേക്കല്ല. ഭൂകമ്പം വന്നിട്ട് പാറകൾ പിളർന്നു. പാറ പൊട്ടണം എന്നുണ്ടെങ്കിൽ എമ്മാതിരി ഇളക്കെന്നറിയോ? അത് ഇഷ്ടം പോലെ ജിയോഗ്രഫിക്കൽ സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു സ്റ്റഡീസിലും ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ സംഭവം. നമുക്ക് അങ്ങനെയൊക്കെ സ്റ്റഡീസ് ഒക്കെ ചെയ്യാം. സയൻസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ സയൻസിലൊന്നും ഇത് വരത്തില്ല. അപ്പൊ സയൻസിൽ വരാതിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇദ്ദേഹം പറഞ്ഞു അന്ന് ഭൂകമ്പം നടന്നു, ആരും രേഖപ്പെടുത്തിയില്ല. അങ്ങനെ ഭൂകമ്പം നടന്ന് രേഖപ്പെടുത്തണ്ടേ? എന്റെ പൊന്നു പോപ്സാ, ഞാൻ താങ്കൾക്ക് ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. എർത്ത് കേക്ക് ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം നടന്ന എർത്ത് സ്ഥലം അടക്കം ഇന്നത്തെ ദിവസം നടന്ന എർത്ത് ക്വേക്കുകൾ, ഇതിലേതെങ്കിലും എർത്ത് ക്വേക്ക് ഈ പറഞ്ഞ പോപ്സം പോലും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഏത് ചരിത്രകാരൻ രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇന്ന് ലോകത്ത് നടന്ന എർത്ത് ക്വേക്ക്, ഈ ഇത്രയും ടെക്നോളജി ഉപയോഗിക്കുന്ന പോപ്സം പോലും ഇന്ന് എത്ര എർത്ത് ക്വേക്ക് നടന്നെന്ന് അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ കാണിക്കുന്ന നിമിഷം വരെ താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ ഇത്രയും എർത്ത് ക്വേക്കുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ആരും രേഖപ്പെടുത്താറില്ല.
ഓക്കെ. അപ്പോ അന്നത്തെ കാലത്ത് എന്തോരം എർത്ത് ഇതിപ്പോ ഒരു ദിവസം ഇത്ര എർത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ മനുഷ്യന് ഫീൽ ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യാത്തുണ്ട്, എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോ അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ള ഈ പറയുന്ന സൂര്യഗ്രഹണം പോലെ എല്ലാ എർത്ത് ഇരുന്ന് എഴുതി വെക്കാൻ പോപ്സിനെ ആരും കൂലിക്കാരും നിർത്തിയിട്ടില്ലല്ലോ. എഴുതി വെക്കെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് എല്ലാ ഭൂകമ്പങ്ങളൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ മിനിമം AD 1-ാം നൂറ്റാണ്ടിൽ വളരെ വിരലിലെണ്ണാവുന്ന ഭൂകമ്പങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിനർത്ഥം AD 1-ാം നൂറ്റാണ്ടിൽ വേറെ ഭൂകമ്പമൊന്നും നടന്നിട്ടില്ല എന്നല്ല. പേപ്പർ ഒരു കൂട്ടുകാരൻ അയച്ചെന്ന് പോലെ ദൈവത്തിന്റെ പ്രവർത്തികൾ സയൻസിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. സോറി സയൻസ്. ആൻഡ് ഇതെല്ലാം ഞാൻ സമ്മതിക്കും, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് പ്രകൃതിപരമായ കാര്യം, എല്ലാവരും ശ്രദ്ധിക്കണ്ടേ. ഇപ്പോൾ പോകുമ്പോൾ ഇഷ്ടമല്ല സംഭവം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഐലൻഡ് തന്നെ മുങ്ങിപ്പോയെന്നിരിക്കും, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ അതൊക്കെ സ്വാഭാവികം. പക്ഷേ ഈ മാത്യുവിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യമുണ്ട്. അന്ന് ഈ വിശുദ്ധരായ ആൾക്കാരെല്ലാവരും എന്താണ് ഉയർത്തെഴുന്നേറ്റ് തെരുവീതികളിലൂടെ നടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ തിരിച്ച് ഇവിടെ ഈ റൂമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഹായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അത് ഉറപ്പായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് പുള്ളി വിചാരിച്ചെന്ന ലോകത്തുള്ള അന്നുണ്ടായിരുന്ന സകല ആളുകൾ അങ്ങ് ഉയർത്തെഴുന്നേറ്റ് നാട്ടിലെ മുഴുവൻ അങ്ങ് പ്രത്യക്ഷം. അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആദ്യം അതങ്ങ് വല്ലപ്പോഴും ഒന്ന് വായിച്ചു നോക്കുക. മത്തായി 27 അധ്യായമാണ് ഈ സ്ഥലം. 52-ാം വാക്യം. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും, എല്ലാമല്ല പലതും ഉയർത്തെഴുന്നേറ്റും. അവിടെ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി, അല്ലെ എല്ലാവർക്കും പ്രത്യക്ഷമായെന്നല്ല, പലർക്കും പ്രത്യക്ഷമായെന്നുള്ളൂ. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ പോലെ സോംബികളെ പോലെ ഇങ്ങനെ ആത്മാക്കളെല്ലാം കൂടെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ എന്ന് വെളുത്ത സാരി കൊടുത്ത് നിന്നു എന്നല്ല അവിടെ പറയുന്നത്. അവിടെ പലർക്കും പ്രത്യക്ഷമായി, പലരും ഉയർത്തെഴുന്നേറ്റു. അല്ലാതെ ഉള്ള സകല മനുഷ്യർ ഉയർത്തെഴുന്നേറ്റു, റോഡ് മുഴുവൻ മരിച്ചവരെ വഴി തെറ്റിട്ട് നടക്കാൻ പറ്റിയില്ല എന്നൊരു പ്രയോഗം അവിടെ ഇല്ല. അന്നത്തെ ജീവിച്ചിരുന്ന ആളാണ് മത്തായി. അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ മത്തായി അന്ന് ജീവിച്ചിരുന്നു, മത്തായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോപ്സന് എന്ത് ഉറപ്പുണ്ട് അന്ന് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? പോപ്സന് എന്താ ഉറപ്പുള്ളത്? പോപ്സന് എന്താ ഉറപ്പുള്ളത്? 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന പോപ്സൻ പറയുകയാണ് അന്ന് അങ്ങ് നടന്നിട്ടില്ല എന്ന്. അന്ന് ജീവിച്ചിരുന്ന മത്തായി പറയാതെ നടന്നു. ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നുമില്ല. ഇനി അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഒക്കെ എന്നാ കപ്പ പറിക്കാൻ പോവാണോ? മോർക്ക് വിവരമില്ലേ, ബുദ്ധിയില്ലേ? അതല്ല, അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ പ്രസന്റേഷനിൽ ബിബ്ലിക്കൽ സ്കോളേഴ്സിനെ എടുത്തിട്ട് കൊട്ടിയായിരുന്നു. സോ ഫോർഗിവ് മീ ഫോർ ദാറ്റ്. ഇത് ഇമ്മാതിരെ തള്ളുകൊട്ടാണോ? ഞാൻ കേട്ടില്ലായിരുന്നത്. ഇതിന്റെ പേര് മൈക്കിൾ ആർ ലിങ്കോണ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ റിസറക്ഷൻ ഓഫ് ജീസസ് എ ന്യൂ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. 2010 ഇറങ്ങിയ പുസ്തകമാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞു, ഈ ആൾക്കാരൊക്കെ ഉയർത്തെഴുന്നേറ്റ സംഭവം എന്ന് പറയുന്നത് അതൊരു അപ്പോകാലിപ്റ്റിക് ഇമേജറി എന്ന് പറയും. ഒരു ലിറ്റററി ഡിവൈസാണ് ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരത്തേക്ക് അപ്പോളജിസ്റ്റുകളെ ഒരൊറ്റ ഇളക്കം തുടങ്ങി. അവർ പറഞ്ഞു ഇയാൾ ശരിയല്ല, ഇയാൾ ബൈബിളിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നു, ഇയാളുടെ സംഭവങ്ങളൊന്നും ശരിയില്ല എന്ന് പറഞ്ഞു. ഈ പുള്ളിക്കൻ്റെ പണി മുഴുവൻ പോയി. പുള്ളിക്കൻ അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയായി. സോ സത്യം പറഞ്ഞാൽ പണി പോകും എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ പണി ചെയ്യൂ? അത് വളരെ നല്ല വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പണി പോകും എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ പണി ചെയ്യുമോ? പോപ്സൺ ഒരു പണി പോകുമെന്ന് പറഞ്ഞപ്പോൾ യുക്തിവാദിയായ ആള് യുക്തിവാദി നിർത്തിയെന്നാണ് പോപ്സൺ പറയുന്നത്. അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞ ആളെ പണി പോകുമെന്ന് കണ്ടപ്പോൾ ആളെ പറച്ചിലൊക്കെ നിർത്തി വീട്ടിയിരുന്നു എന്നാണ് പോപ്സന്റെ പറയുന്നത്. ഒരു പണി പോകുമെന്ന് കണ്ടപ്പോൾ തന്റെ അതുവരെ വിശ്വസിച്ച ഐഡിയോളജി വരെ നിർത്തിക്കൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കാൻ ഒരാൾ തീരുമാനിച്ചു. അദ്ദേഹം അത് നിർത്തി. അതുകൊണ്ടാണ് മറ്റ് ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഒന്നും ഇത് വിളിച്ചു പറയാത്തതെന്നാണ് ഈ പറയുന്ന പോപ്സന്റെ കണ്ടുപിടുത്തം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പണി പോകുന്നുള്ളപ്പോൾ ഇത് നിർത്തിയെങ്കിൽ ജീവൻ പോകുമെന്നുണ്ടായപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ കഥ നിർത്തേണ്ടതാണല്ലോ, അത് കള്ളക്കഥയാണെങ്കിൽ. ഒരു പണി പോകുമെന്ന് പറഞ്ഞപ്പോൾ യുക്തിവാദികൾ പണി നിർത്തിയെങ്കിൽ ജീവൻ പോകുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വരെ പോയി. ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ആ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കണമെങ്കിൽ ഒരു പണി പോണ കാര്യമല്ലല്ലോ, സ്വന്തം ജീവൻ പോണ കാര്യമല്ലേ. എന്നിട്ടും അവർ പ്രസംഗിക്കണമെങ്കിൽ അവർ അത് വ്യക്തമായി കണ്ടു അറിഞ്ഞു എന്നുള്ളത് 100% ഉറപ്പല്ലേ പോപ്സ? അപ്പൊ അപ്പോസ്തലന്മാര് ജീവൻ പോകുമെന്ന് അറിഞ്ഞിട്ടും അത് പ്രസംഗിക്കണമെങ്കിൽ അവർ എത്രത്തോളം അവർക്കത് ഉറപ്പായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ഇതിൽ പരമൊരു തെളിവ് പോപ്സിന് വേണം. ഒരു പണി പോകുമെന്നറിഞ്ഞാൽ ഈ പറയുന്ന യുക്തിവാദികൾ പണി നിർത്തും. പക്ഷേ ജീവൻ പോകുമെന്ന് പറഞ്ഞിട്ടും അവർ അത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് തന്നെയാണ്. സോ പലപ്പോഴും ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഈ ബൈബിൾ പഠിക്കുന്നവരാരും മിത്തസിസ്റ്റുകളാകുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ മാൻ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് വെൻ ഹിസ് സാലറി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. ഒരു പണി ചെയ്യുമ്പോൾ ആ പണി അറിയാതിരിക്കാൻ വേണ്ടി പണി ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പണിയായിപ്പോകും.
ഇതാണ് എനിക്ക് ചരിത്രം അറിയാതിരിക്കെ ഒരു പണിയൊക്കെ ചെയ്യുമ്പോൾ പോപ്സിന് ഇത് വല്ലാത്ത പണിയായി തീരും. ഇത് മിക്കവാറും ഈ ഓൺലൈനിൽ യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് തർക്കിക്കാൻ പോകുന്ന സമയത്ത് ഒരു ലിസ്റ്റ് തരും. ക്രിസ്തുവിന് ആയിരക്കണക്കിന് ദൃക്സാക്ഷികളുണ്ടായിരുന്നു, മണ്ണാകാട്ട ഇത്രേ ഉള്ളൂ കേട്ടോ. ദിസ് ഇസ് എ ലിസ്റ്റ്. ഇത്രയുമാണ് യേശുക്രിസ്തുവിന്റെ ദൃക്സാക്ഷികൾ എന്ന് പറയാം. പോപ്സ, താങ്കൾക്ക് ഒരു ബേസിക് വിവരങ്ങൾ ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. താങ്കൾ ഈ ദൃക്സാക്ഷികളുടെ പേര് കേട്ടോ, ഫ്ലാവിയസ് ജോസിഫസ്. ഈ ഫ്ലാവിയസ് ജോസിഫസ് യേശുക്രിസ്തുവിന്റെ സമകാലീനനല്ല. സമകാലീന ചരിത്രം എഴുതി വെച്ച അതിനുശേഷം ജീവിച്ചിരുന്ന ചരിത്രകാരനാണ് ഈ ടാസിറ്റസും യേശുക്രിസ്തുവിന്റെ സമകാലീനൻ എന്ന് AD 50. ഓക്കെ, യേശുക്രിസ്തുവിന്റെ സമകാലീനമല്ല, അദ്ദേഹം യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ജനിച്ച ആളാണ്. ഈ പറയുന്ന തെർത്തുല്യനൊക്കെ എന്നുണ്ടായതാണ് എന്റെ പൊന്ന്. ഇഗ്നേഷ്യസ്, അതുപോലെ തന്നെ ഈ ഇവിടെ കാണുന്ന ഒറിഗൻ, ഈ പോളികാർപ്പ്, സൈപ്രിൻ ഓഫ് കാർത്തേജ്, ഈ പറയുന്ന ആളുകളെല്ലാം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്ന ആളുകളാണ്. ഈ 18 പേര് യേശുക്രിസ്തുവിന്റെ കണ്ടംപററി ആണെന്ന് പോപ്സനാണോ പറഞ്ഞത്, അതോ പോപ്സനോട് പറഞ്ഞ ആരെങ്കിലും ആണോ പറഞ്ഞെങ്കിലും രണ്ടിൽ ആര് പറഞ്ഞാലും അത് നുണയാണ്, അത് മണ്ടത്തരമാണ്. അത് പോപ്സൻ പറഞ്ഞാലും ശരി, പോപ്സൻ ആരെങ്കിലും പറഞ്ഞെന്നാണെങ്കിലും അത് 1-ാം നമ്പർ മണ്ടത്തരാണ്. ഇവരാരും യേശുക്രിസ്തു സമകാലീനർ അല്ലായിരുന്നു. മത്തായി സമകാലീനായിരുന്നു, മർക്കോസ് സമകാലീനായിരുന്നു, യോഹന്ന സമകാലീനായിരുന്നു, അപ്പോസ്തലൻ പൗലോസ് സമകാലീനായിരുന്നു. ഇവരൊക്കെ സമകാലീന. പക്ഷേ ഈ പറയുന്ന ആളുകളൊന്നും യേശുക്രിസ്തു സമകാലീനരല്ലായിരുന്നു. 18 പേരൊക്കെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഇതിലൊരു പറഞ്ഞത് ഇത് ദൃക്സാക്ഷി, മാർക്ക് ദ വേർഡ്, കണ്ടംപററി വിറ്റ്നസ് ആണല്ലോ, മാറ്റിയിട്ടല്ലോ. ഈ ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചല്ലോ, ജനനത്തിന്റെ കാര്യത്തിൽ തീരുമാനമാണ്, മരണത്തിന്റെ കാര്യത്തിൽ അതിലൊരു തീരുമാനമായിട്ടില്ല. ജോൺ ഒരു സമയത്താണ്, ബാക്കി സിനോപ്റ്റിക് ഗോസ്പൽസ്, മാത്യു, മാർക്ക്, പിന്നെ ഒരു ടീമും കൂടി മത്തായി. വളരെ കോമഡി ആണല്ലോ. സിനോപ്റ്റിക് ഗോസ്പൽസ് ഏതൊക്കെയാന്ന് മനസ്സിലായില്ലേ? മാത്യു, മാർക്ക്, പിന്നെ ഒരു ടീമും കൂടിയാണ് മത്തായി. മാത്യു, മാർക്കും പിന്നെ മത്തായി. ഈ മാത്യു തന്നെയാണ് മനുഷ്യ മത്തായി. പുള്ളി എല്ലാം കൂടി പറഞ്ഞ് എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ നമുക്ക് ഡേറ്റ് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ മാത്യു തന്നെയാണ് മത്തായി എന്നുള്ളത് ഒരു അബദ്ധമായിട്ട് സാധാരണ ഇതിൽ വിടും. ഇപ്പൊ രവീന്ദ്രനാ പറഞ്ഞെങ്കിൽ അത് പോട്ടെ, അതൊരു അബദ്ധം. പുള്ളി ഒരു ഹിന്ദു ആയിരുന്നു. പുള്ളിക്ക് ഇത് പോപ്സൺ ആന്റണിയാണ്, ക്രിസ്ത്യാനി ആയിരുന്ന ഒരാളാണ്. എന്നിട്ട് ക്രിസ്ത്യാനി ആയിരുന്നിട്ട് 4 സുവിശേഷകന്മാർ ആരാണെന്ന് പോലും അറിയാതെ, സിനോപ്റ്റിക് ഗോസ്പൽ എന്താന്ന് പോലും അറിയാതെയാണ് യുക്തിവാദി അയക്കുന്നത്. സമയം കൊടുത്തിരിക്കുന്നത് 4 BC മുതൽ 33 AD വരെ എപ്പോൾ വേണമെങ്കിലും കർത്താവിന് ജനിക്കാനും മരിക്കാനും ഒരു അവസരം. എന്റെ പൊന്ന് പോപ്സ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന BC 4-നും AD 30-നും ഇടക്കാണ് യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടം. ഈ പറയുന്ന താങ്കളുടെ ഈ ചരിത്രം എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. ജോസിഫസ് അതിനുശേഷം AD 90-കളിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ഈ പറയുന്ന ടിസിറ്റസ് AD 50-കളിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രം എഴുതിയിരുന്നവരെല്ലാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്, സമ്മതിക്കുന്നു, ഇല്ലെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. യേശുക്രിസ്തുവിനൊപ്പം ജീവിച്ചിരുന്ന ആളുകളെ താങ്കൾ വിട്ടു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലൻ പൗലോസ്, ഇവരെല്ലാം യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. യേശുക്രിസ്തുവിനൊപ്പം ജീവിച്ചിരുന്ന ആളുകളാണ്. യേശുക്രിസ്തു അതേ കാലഘട്ടത്തിൽ ജീവിച്ച അവരൊന്നും താങ്കൾ എടുത്തിട്ടില്ല. ഓക്കെ, പോട്ടെ, അത് ബിബ്ലിക്കൽ റൈറ്റേഴ്സ് ആണല്ലോ, അത് ഇവർക്ക് ചരിത്രമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, ബിബ്ലിക്കൽ റൈറ്റിംഗ്. ഓക്കെ, ഫൈൻ. ഇവിടെ ഈ ഐ വിറ്റ്നസ് ടൈം ലൈൻ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഇവരാരും ഐ വിറ്റ്നസ് അല്ല, ഇവരെല്ലാം ചരിത്രം രേഖപ്പെടുത്തിയ ആളുകളാണ്, ചരിത്രകാരന്മാരാണ്. ഇപ്പോ നമ്മൾ ബാബറി മസ്ജിദിന്റെ കേസ് എടുക്കുന്നു. അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എക്സ്കവേഷൻസ് അടക്കിയ ആർക്കിയോളജിക്കൽ ടെസ്റ്റുകൾ നടത്തിയും അത് കണ്ടുപിടിക്കുകയും ചെയ്ത ആളുകളൊന്നും ഈ പറഞ്ഞ മുഗൾ ഭരണകാലത്ത് ജീവിച്ചിരുന്നവരല്ല. അത് ഈ നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന ആളുകളാണ് ഇതൊക്കെ നടത്തിയത്. എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന മുഗൾ ഭരണകർത്താക്കന്മാരെല്ലാം ഇന്നത്തെ കാലത്ത് വരെ ജീവിച്ചിരിക്കാം, അവർ ഇന്നത്തെ കാലത്തും ജനിക്കാമെന്നൊക്കെ പറയുന്നത് ഒരു യുക്തിവാദിയുടെ മണ്ടത്തരമായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കിടക്കട്ടെ. അപ്പൊ നിങ്ങൾ താഴേക്ക് നോക്കണ്ട, മഞ്ഞ സാധനം കണ്ടല്ലോ, അതാണ് ജീസസ് ജീവിച്ചിരുന്ന കാലഘട്ടം. അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയേ, കണ്ടംപററി വിറ്റ്നസിനെ ആരെങ്കിലും കാണാമോന്ന്? ഏറ്റവും മുകളിൽ ജോസിഫസ് കിടക്കുന്ന എവിടെയാണെന്നറിയോ? അതായത് ക്രിസ്തു ജനിച്ച് മരിച്ച് വീണ്ടും ജനിച്ച് മരിക്കാനുള്ള അവസരം കഴിയുമ്പോഴാണ് ജോസിഫസ് എന്ന് പറയുന്നത്. ഏകദേശം 2 തലമുറ കഴിയുന്നുണ്ട്. 43 വയസ്സാണ് അന്നത്തെ, വയസ്സല്ല, ഒരു ആയുസ്സാണ് ശരാശരി ഒരാളുടെ. ഇവിടുത്തെ ഒരു രക്തം ചുരുക്കം എന്ന് പറഞ്ഞാൽ ജോസിഫസും ഇവരൊക്കെ യേശുക്രിസ്തുവിന് 10-30 വർഷത്തിന് ശേഷം ജീവിച്ചിരുന്നവരാ. അതായത് AD 37 മുതൽ 100 വരെ ജീവിച്ചിരുന്ന ഫ്ലാവിയസ് ജോസിഫസ് ഈ പറയുന്ന യേശുക്രിസ്തുവിന് ക്രെഡിബിൾ സാക്ഷിയല്ല. AD 30-ലാണ് യേശു മരിക്കുന്നത്. AD 37 മുതൽ 100 വരെ ജീവിച്ചിരുന്ന ഫ്ലാവിയസ് ജോസിഫസ് ഈ പറയുന്ന യുക്തിവാദികൾക്ക് ഒരു ക്രെഡിബിൾ സാക്ഷിയല്ല. AD 56 മുതൽ 120 വരെ ജീവിച്ചിരുന്ന റോമൻ ഗവർണർ ആയിരുന്ന കൊർണേലിയസ് ടാസിറ്റസ് ക്രിസ്ത്യാനിയല്ല. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിനൊരു ക്രെഡിബിൾ സാക്ഷിയായിട്ട് യുക്തിവാദികൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ 2019 ജീവിച്ചിരുന്ന യുക്തിവാദി ഡേവിഡ് ഫിറ്റ്സറാൾഡ് പറയുന്നത് ഞങ്ങൾ അതേപടി വിശ്വസിക്കും. അതായത് AD 37 മുതൽ 100 വരെ ജീവിച്ചിരുന്ന ഈ യഹൂദനായിരുന്ന ജോസഫസ് ക്രെഡിബിൾ ഒരു സാക്ഷിയല്ല. AD 56 മുതൽ 120 വരെ ജീവിച്ചിരുന്ന റോമൻ പവറിന്റെ റോമൻ ഗവർണർ ആയിരുന്ന ടാസിറ്റസ് ഇവർക്കൊരു വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല. പക്ഷെ 2019 ജീവിച്ചിരുന്ന ഡേവിഡ് ഫിറ്റ്സറാൾഡ് അത് യുക്തിവാദിയാ. അദ്ദേഹം 2019 ജനിച്ചാലും ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറയുന്ന വളരെ രസകരമായ ഒരു അവസരവാദമാണ് ഇവരുടെ ഇപ്പോൾ നമുക്ക് കാണാൻ. അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആ സ്ഥലത്തെ ആൾക്കാരുടെ
അപ്പോഴാണ് എന്ത് കണ്ടംപററി വിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫ്ലേവിയസ് ജോസീഫസ് ആണ് ഈ കണ്ടംപററി വിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാര്യം 2019 ജീവിച്ചിരുന്ന ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡിന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഇദ്ദേഹം ഈ പ്രസന്റേഷൻ നടത്തുന്നത്. അത് അദ്ദേഹത്തിന് വിശ്വാസമാണ്. എന്നാൽ ഈ പറയുന്ന യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ചരിത്രകാരന്മാർ അദ്ദേഹത്തിന് വിശ്വാസമല്ല. എൻ്റെ പോപ്സ, ഇത് വളരെ രസകരമായി പോയല്ലോ. പറയാം. ഫ്ലേവിയസ് ജോസീഫസിലേക്ക് ഞാൻ വരാം. നമുക്കില്ല, നമുക്ക് കണ്ടംപററി വിറ്റ്നസ് ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും പറയണം അങ്ങനെയൊന്നും പറയരുത്. ഇപ്പോൾ ഈ ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ് ഒരു പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ്, ഇതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. 2019 ജീവിച്ചിരിക്കുന്ന ആളാണ് ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ്. അല്ലാതെ യേശുക്രിസ്തുവിന്റെ തൊട്ട് ശേഷം ജീവിച്ചിരുന്നവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ് വിശ്വസിക്കും. കാര്യം എന്താ? അദ്ദേഹം യുക്തിവാദിയാണ്. അതാണ് അദ്ദേഹത്തിലുള്ള ഒരു യോഗ്യത. ചെയ്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരൊക്കെ മിസ് ചെയ്താൽ പോലും ക്രിസ്തുവിനെ ദൃക്സാക്ഷി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ എപ്പിക്ലേറ്റസ്, പേരുകൾ പറയുമ്പോൾ ക്ഷമിക്കാം, പ്രൊനൗൺസിയേഷൻ നമ്മുടെ വായിക്കൊള്ളുന്നൊന്നുമില്ല. സോ ഇദ്ദേഹം ഒരു വൈഡ്ലി ഫേമസ് ആയിട്ടുള്ള സ്റ്റോയിക് ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ബ്രദർഹുഡ് ഒരു ഏകദേശം ക്രിസ്ത്യാനിറ്റി ലെവലിലുള്ള കുറെ ഫിലോസഫി ഒക്കെ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തെ നോട്ട് ചെയ്തിട്ടില്ല. ആൻഡ് മാർട്ടിൽ ആൻഡ് ജുവനിൽ പറഞ്ഞ ഇദ്ദേഹം ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചരിത്രകാരന്മാരെ കണ്ടോ? എപ്പിസീറ്റസ്, മാർഷൽ ആൻഡ് ജുവനിൽ എന്ന് പറയുന്ന ഒരു സാറ്ററിസ്റ്റുകളാണ്, കോമഡിയൻസ് ആയിരുന്നു. പ്ലൈനി ദ എൽഡർ, ഇവരൊന്നും യേശുക്രിസ്തു റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ നമ്പർ 1 വാദം. ഇതിന് വളരെ രസകരമായ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ആളുകളെല്ലാം ഞാൻ ഇങ്ങോട്ട് എന്റെ സ്ലൈഡിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എപ്പിക്ടെറ്റസ് എന്ന് പറയുന്ന ആള് AD 50 ജനിച്ച ഒരാളാണ്. AD 50 ജനിച്ച് AD 135 വരെ ജീവിച്ചിരുന്ന ഒരാളാണ് ഈ എപ്പിക്ടെറ്റസ്. യേശുക്രിസ്തു മരിക്കുന്ന AD 30. യേശുക്രിസ്തു മരിച്ച് 30 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ജനിക്കുന്ന പോലും. അതുകൊണ്ട് ഇദ്ദേഹം യേശുക്രിസ്തുവിന്റെ ചരിത്രം എഴുതണം, യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും ഇദ്ദേഹം എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഒരു ദുർബലമായ വാദമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് യേശുക്രിസ്തു മരിച്ചതിന് 20 വർഷത്തിന് ശേഷം ജനിച്ച ഒരാള് എഴുതാത്തത് കൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഒരു മണ്ടത്തരമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അടുത്ത ഇദ്ദേഹത്തിന്റെ മാർഷൽ ആൻഡ് ജുവനൽ. ഈ മാർഷൽ ആൻഡ് ജുവനൽ എന്ന് പറയുന്നത് സാറ്ററിസ്റ്റുകളായിരുന്നു, അല്ലാതെ അവർ ചരിത്രകാരന്മാരൊന്നും അല്ലായിരുന്നു. പ്ലിനി ദ എൽഡർ AD 23 മുതൽ AD 79 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതായത് ഈ പറയുന്ന പ്ലിനി ദ എൽഡർ ഏകദേശം 7 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് യേശുക്രിസ്തു മരിക്കുമ്പോൾ. അതായത് ഈ പ്ലിനി ദ എൽഡർ വെറും 7 വയസ്സുകാരനായിരുന്നപ്പോഴാണ് അദ്ദേഹം റോമിൽ 7 വയസ്സുകാരനായി ജീവിക്കുമ്പോൾ ഇന്ന് യെരുശലേമിൽ യേശുക്രിസ്തു കൊല്ലപ്പെടുന്നു. ഈ പ്ലിനി ദ എൽഡർ യേശുക്രിസ്തു മരിച്ച കാര്യം അറിഞ്ഞൂല്ല, എഴുതിയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരിപ്പില്ലെന്ന്. അതായത് പോപ്സൺ 7 വയസ്സായിരുന്ന സമയത്ത് എവിടെയോ ഒരാൾ മരിക്കുന്നു, ഇതുപോലുള്ള പത്രവും ഇതൊന്നുമില്ല, പോപ്സണോട്ട് അറിഞ്ഞൂല്ല. അതുകൊണ്ട് ഈ പറയുന്ന ആള് ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന പോലെ ഇരിക്കും. അതായത് പ്ലിനി ദ എൽഡർ യേശുക്രിസ്തു മരിക്കുമ്പോൾ പ്ലിനി ദ എൽഡറിന് വെറും 7 വയസ്സ് പ്രായം. ആ 7 വയസ്സുകാരൻ ഇതൊന്നും അറിഞ്ഞില്ല, ഭൂകമ്പം നടന്നറിഞ്ഞില്ല, അന്ധകാരം വന്നറിഞ്ഞില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല. യുക്തിവാദിയുടെ 1-ാം നമ്പർ യുക്തി. ഇനി സെനേക്ക BC 54 മുതൽ AD 39 വരെ ജീവിച്ചിരുന്നു. അതായത് യേശുക്രിസ്തു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സാ പറയും. ഈ 84 വയസ്സുള്ള ആള് അദ്ദേഹം ആ സമയത്ത് മരിച്ചു. 84 വയസ്സായപ്പോൾ മരിച്ചു അദ്ദേഹം. ഏകദേശം 43 വയസ്സാണ് അന്നത്തെ ഒരു പുരുഷായുസ് എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത്. ഈ പറയുന്ന പോപ്സം പറയുന്ന 43 വയസ്സാണ് പുരുഷായുസ് എന്ന്. AD 39 അതായത് യേശുക്രിസ്തു മരിക്കുമ്പോൾ 84 വയസ്സുള്ള ഈ അപ്പാപ്പൻ ഇത് എഴുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല. ഇനി ഗാലിയോ, അത് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. നിക്കോളാസ് ഓഫ് ഡമാസ്കസ് BC 64 ജനിച്ച ഒരാള് യേശുക്രിസ്തു മരിക്കുമ്പോൾ 94 വയസ്സുണ്ട്. അദ്ദേഹം അത്രയും കാലം ജീവിച്ചിരുന്നു എന്ന് തന്നെ സംശയം. 94 വയസ്സ്, യേശുക്രിസ്തു മരിക്കുമ്പോൾ 94 വയസ്സുള്ള ഒരു വൃദ്ധൻ യേശുക്രിസ്തു മരിച്ച കാര്യം എഴുതിയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജീവനോട് ഇല്ലായിരുന്നു, യേശുക്രിസ്തു ആണ് മരിച്ചിട്ടില്ല എന്നാണ് പോപ്സം പറയുന്നത്. ഫിലോ ഓഫ് അലക്സാണ്ടർ BC 20 മുതൽ AD 50 വരെ ഇദ്ദേഹമാണ് റീസണബിളി യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതാൻ ഒരു പോസിബിലിറ്റി ഉള്ള ഒരാൾ. ജസ്റ്റിസ് ഓഫ് ടിബറസ് AD 50 അദ്ദേഹം ജനിക്കുന്നത് പോലും. AD 50 ജനിക്കുന്ന യേശുക്രിസ്തു മരിച്ച 20 വർഷത്തിന് ശേഷം ജനിക്കുന്ന ഒരാളാണ് ജസ്റ്റിസ് ഓഫ് ടിബേരിയസ്. അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് മറ്റൊരു വശം ഞാൻ പറയട്ടെ. ഇതിനകത്ത് ആദ്യത്തെ ആളെ കണ്ടോ നിങ്ങൾ? എപ്പിക്ടെറ്റസ്. ഈ എപ്പിക്ടെറ്റസ് എന്ന് പറയുന്ന ആള് ഇദ്ദേഹം എടുത്തിരിക്കുന്ന ലിസ്റ്റിലെ ആദ്യത്തെ ആള് ഹെറോദ് ദ ഗ്രേറ്റിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എഴുതിയിട്ടില്ല. ഹെറോദ് ദ ഗ്രേറ്റിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഈ എപ്പിക്ടെറ്റസ് എഴുതിയിട്ടില്ല. അതിനർത്ഥം ഹെറോദ് ദ ഗ്രേറ്റ് ജീവിച്ചിരുന്നില്ലെന്നാണോ? അല്ല. ഈ മാർഷൽ ആൻഡ് ജുവനൽ ഇദ്ദേഹം പറഞ്ഞ എല്ലാത്തിനെ കുറിച്ചും സാറ്റയറുകൾ നടത്തുന്ന മാർഷൽ ആൻഡ് ജുവനൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു സാറ്റയർ പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല. ഈ മാർഷൽ ആൻഡ് ജുവനൽ ഹെറോദ് ദ ഗ്രേറ്റിനെ കുറിച്ച് ഒരു പ്രോഗ്രാം പോലും ചെയ്തിട്ടില്ല. ഒരു തെളിവുമില്ല ഒരു പ്രോഗ്രാം ചെയ്തതായിട്ട്. എന്ന് വെച്ചാൽ ഈ ഹെറോദ് ദ ഗ്രേറ്റ് ജീവിച്ചിരുന്നില്ലെന്നാണോ പോപ്സ? അതെന്തൊരു അബദ്ധമായ ഒരു ധാരണയാണ്. ഇനി പ്ലിനി ദ എൽഡർ ഹെറോദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇങ്ങേര്.
പ്ലീനി ദ എൽഡർ. അതിനർത്ഥം ഈ പ്ലീനി ദ എൽഡർ ഹെരോദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതിന്റെ അർത്ഥം ഹെരോദ് ഗ്രേറ്റ് ജീവിച്ചിരുന്നില്ലെന്നാണോ? അല്ല, അത് വളരെ അബദ്ധമായ ഒരു ധാരണയല്ലേ. അപ്പോ ഇത്തരത്തിലുള്ള വികലമായ ഒരു കോൺസെപ്റ്റ് ആണ് ഈ യുക്തിവാദം എന്നുള്ള രീതിയിൽ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. ഇതിനുശേഷം ഇദ്ദേഹം എടുക്കുന്നത്, ഇതിനകത്ത് ഞാൻ മിസ് ചെയ്തെന്ന് പറഞ്ഞ ഒരാളല്ലേ, ഗാലിയോ. ഈ ഗാലിയുടെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നതിന് ശേഷം. ഇവർ റോമൻ സാറ്റൈറേഴ്സ് ആണ്, എല്ലാവരും പിടിച്ച് കളിയാക്കുന്നതാണ്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു ഈ ക്രിസ്ത്യാനിറ്റി അത്ര വലിയ തമാശ റിലീജിയൻ അല്ലാത്തതുകൊണ്ടൊന്നും അവരതിനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അതായത് ഈ പറയുന്ന തമാശക്കാര്, ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഹെരോദ ഗ്രേറ്റിനെ കുറിച്ച് ഒരു കോമഡി പോലും പറഞ്ഞിട്ടില്ല. ഈ യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുക്രിസ്തു ജനിച്ചപ്പോൾ മരിച്ച ആളാ ഹെരോദ ഗ്രേറ്റ്. അതിനെ കുറിച്ച് ഒരു കോമഡി പറഞ്ഞില്ല. അതുകൊണ്ട് ഹെരോദ ഗ്രേറ്റ് ജീവിച്ചിരുന്നില്ല കേട്ടോ. യുക്തിവാദികൾ കണ്ടുപിടുത്തോ ഈ കോമഡി പരിപാടിക്കാരെ പറയാത്ത ആരും ജീവിച്ചിരുന്നിട്ടില്ല. പ്ലൈനി ദി എൽഡർ അദ്ദേഹം ഒരു റോമൻ സയന്റിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു, ക്രിസ്തു മരിക്കുന്ന സമയത്ത് അന്ധകാരം ഉണ്ടാകുന്നുണ്ട്, പാറ പിളരുന്നുണ്ട്, ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്, പിന്നെ സോംബി ലാൻഡ് പോലെ നാട്ടുകാർ മുകളിൽ നടപ്പുണ്ട്. ഇതൊക്കെ വന്നിട്ടും എന്ത് ചെയ്തില്ല? ക്ഷമിക്കണം, എൻ്റെ കണക്ഷൻ ഒരു ചെറിയ തകരാറുണ്ട്. ഈ റോമൻ സയന്റിസ്റ്റ് ആയിട്ട് ഇതില്ല. സെനക്ക ദ റോമൻ റൈറ്റർ. സെനക്ക ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, ഇദ്ദേഹം തൊട്ട് മുന്നേ ഇപ്പൊ പറഞ്ഞത് പ്ലീനി ദ എൽഡറിന്റെ കേസാണ്. ഈ പ്ലീനി ദ എൽഡർ ഇതൊന്നും റെക്കോർഡ് ചെയ്തില്ലെന്നാ പറയുന്നത്. പ്ലീനി ദ എൽഡർ അദ്ദേഹം ഒരു റോമൻ സയന്റിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു, ക്രിസ്തു മരിക്കുന്ന സമയത്ത് അന്ധകാരം ഉണ്ടാകുന്നുണ്ട്, പാറ പിളരുന്നുണ്ട്. ഈ റോമൻ സയന്റിസ്റ്റായ പ്ലീനി ദ എൽഡർ ഈ യേശുക്രിസ്തു മരിക്കുന്ന സമയത്തായിരുന്നു അന്ധകാരം ഇതൊന്നും അറിഞ്ഞില്ലെന്ന്. ഈ പ്ലീനി ദ എൽഡർ യേശുക്രിസ്തു മരിക്കുമ്പോൾ 7 വയസ്സേ ഉള്ളൂ. റോമിൽ കിടക്കുന്ന പ്ലീനി ദ എൽഡർ ഇങ്ങ് യെരുശലേമിൽ 7 വയസ്സുകാരനായ പ്ലീനി ദ എൽഡർ, റോമിൽ കിടക്കുന്ന പ്ലീനി ദ എൽഡറിന് 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് യേശുക്രിസ്തു യെരുശലേമിൽ മരിക്കുന്നത്. യെരുശലേമിൽ ഈ പാറ പൊട്ടണത് റോമിൽ കിടക്കുന്ന 7 വയസ്സുകാരൻ എഴുതി വെക്കണമെന്നൊക്കെ പറഞ്ഞു. എന്റെ ബോബ്സാ, ഇത് ഒന്നൊന്നര അബദ്ധമാണല്ലോ താങ്കൾ ഈ പറയുന്നത്. അതായത് 7 വയസ്സുകാരനായ പ്ലീനി ദ എൽഡർ റോമിൽ ജീവിക്കുമ്പോൾ ആ 7 വയസ്സുകാരൻ ഇങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ പറയുന്ന ജെറുസലേമിൽ ഒരാൾ മരിക്കുന്നതും അന്ന് ഭൂകമ്പം ഉണ്ടാകുന്നതും അന്ന് യെരുശലേമിൽ പാറ പൊട്ടിയത് റോമിൽ കിടക്കുന്ന 7 വയസ്സുകാരൻ പയ്യൻ എഴുതി വെക്കണമെന്ന് വാദിക്കുന്നത് എന്തൊരു യുക്തിയാണെന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ SNC വിവരം ബോധമുള്ള ആരും ഇല്ലേ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ? ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്, പിന്നെ സോംബി ലാൻഡ് പോലെ നാട്ടുകാർ മുകളിൽ നടപ്പുണ്ട്. ഇതൊക്കെ വന്നിട്ടും എന്ത് ചെയ്തില്ല? ഈ റോമൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള പ്ലൈനി ദി എൽഡർ മെൻഷൻ ചെയ്തിട്ടില്ല. സെനക്ക ദ റോമൻ റൈറ്റർ. സെനക്ക ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇന്നത്തെ സദാചാരവാദിയാണ് ഈ സെനക്ക എന്ന് പറയുന്നത്. പുള്ളി അതിനെക്കുറിച്ച് സദാചാരവാദത്തിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യരുത്, എത്ര ഡ്രസ്സ് എത്ര നീളത്തിയിടണം, ഈ എന്റെ പൊന്നു സഹോദര, ഈ സെനക്ക ദ എൽഡർ AD 39 മരിച്ചുപോയ ഒരാളാ. AD 39 എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചു വരെ 9 വർഷമായിട്ടുള്ളൂ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന യെരുശലേം വിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു സഭ പോലും ആയിട്ടില്ല, സമൂഹം പോലും മര്യാദക്കായിട്ടില്ല. ആ സമയത്ത് ഈ സെനക്ക ദ എൽഡർ ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞാൽ 84 വയസ്സുള്ള അപ്പാപ്പന, പുള്ളി എഴുത്തും പരിപാടിയൊക്കെ നടത്തി കണ്ണുപോലും കാണാത്ത ആള് ഇതൊക്കെ എഴുതി വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടം കേട്ടോ. 84 വയസ്സ് യേശുക്രിസ്തുവിനുള്ള ഈ AD 33 എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ളതാ. അദ്ദേഹത്തിന് AD 39 മരിച്ചു. ആ മരിച്ച ആളിതെല്ലാം ഇവരെന്താ പോലെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ. എല്ലാം എഴുതി നടക്കുന്ന മനുഷ്യനാണ്. ഇതെല്ലാം ധരിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യൻസിന് അന്നത്തെ ഏറ്റവും വലിയ കൂറ റിലീജിയനാണ്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ടീംസ് ആയിരുന്നു അന്നത്തെ. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ടീംസ് ആയിരുന്നു ക്രിസ്ത്യൻസ് എന്നാണ് ഇവർ പറയുന്നത്. അത് വളരെ ഒരു എന്താ പറയുക, മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് ക്രിസ്ത്യൻസ് അന്ന്, ഇന്നല്ല അന്നെന്ന് അദ്ദേഹം പറയുന്നത്. ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യരുത്, എത്ര ഡ്രസ്സ് എത്ര നീളത്തിയിടണം, ഈ പറഞ്ഞ എല്ലാം എഴുതി നടക്കുന്ന മനുഷ്യനാണ്. ഇതെല്ലാം ധരിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യൻസിന് അന്നത്തെ ഏറ്റവും വലിയ കൂറ റിലീജിയനാണ്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ടീംസ് ആയിരുന്നു അന്നത്തെ ഇന്നത്തെ അല്ല. അന്നത്തെ ക്രിസ്ത്യാനികൾ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തയായിരുന്നു. അതായത് അന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും കൊടുത്തിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്ന കൽപ്പനകൾ നമുക്ക് നോക്കാം. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അപ്പോൾ അന്യന്റെ ഭാര്യയെ മോഹിക്കാത്തവരെ പോപ്സം കുടുംബത്തിൽ കയറ്റില്ല. അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നവരെ മാത്രമേ പോപ്സം കുടുംബത്തിൽ കയറ്റുള്ളൂ. ഭാര്യയെ ഉപേക്ഷിക്കരുത്. ഭാര്യ ഉപേക്ഷിക്കുന്നവരെ മാത്രമേ പോപ്സം കുടുംബത്തിൽ കയറ്റാറുള്ളൂ. ഭാര്യ ഉപേക്ഷിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരും പോപ്സം കുടുംബത്തിൽ കയറ്റാറില്ല. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയവരെ സഹോദരിമാരെയും പോലെയും കാണും. ഇതാണ് യേശുവും ശിഷ്യന്മാരും പഠിപ്പിച്ച അന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിത പ്രമാണം. ഇന്നത്തെ എനിക്കറിയില്ല, അന്നത്തെ എന്തായാലും അങ്ങനെയായിരുന്നു. പോപ്സൺ ഇങ്ങനെയുള്ള ആളുകളെ കയറ്റില്ല. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണാത്ത, ഇളയ സ്ത്രീകളെ പെങ്ങന്മാരെ പോലെ കാണാത്ത ആളുകളെ മാത്രം വീട്ടിൽ വിളിച്ച് കയറ്റുന്ന ആളാണ് പോപ്സൺ.
ഒരു കാരണത്തടിച്ച മറു കാരണം കാണിച്ചു കൊടുക്കണം. അതാണ് അന്നത്തെ ക്രിസ്ത്യാനികൾ. പോപ്സനെ തിരിച്ചടിക്കുന്ന ആളുകളെ മാത്രമേ വീട്ടിൽ വിളിച്ച് കയറ്റാറുള്ളൂ. മോഷണം, വ്യഭിചാരം ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് അന്നത്തെ ക്രിസ്ത്യാനികൾക്കുള്ള പ്രമാണം. ഇതെല്ലാം ചെയ്ത് മോഷ്ടിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രം പോപ്സൻ വിളിച്ച് കയറ്റും. അതായത് ഇവരെ യുക്തിവാദികളെല്ലാം വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് ഇതിനെല്ലാം എതിരായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. അതായത് അന്യന്റെ ഭാര്യയെ മോഹിക്കുകയും വൃത്തികേടായിട്ട് വ്യഭിചരിച്ച് നടക്കുകയും ചെയ്യുന്നവരെ മാത്രം യുക്തിവാദികൾ വീട്ടിൽ വിളിച്ച് കയറ്റും. ഇതൊന്നും ചെയ്യാത്ത ക്രിസ്ത്യാനികൾ വീട്ടിൽ വിളിച്ച് കയറ്റാൻ പറ്റാത്ത കൂറ ആളുകളാണെന്നാണ് പോപ്സന്റെ കണ്ടുപിടുത്തം. വളരെ നീചമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണത്. ഇമാതിരി കണ്ടുപിടുത്തങ്ങൾ ദയവ് ചെയ്ത് താങ്കൾ പുറത്തിറക്കരുത് എന്നൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ പോപ്സൺ ഇപ്പൊ എടുത്തിട്ടുള്ള ആ ചരിത്രകാരന്മാരുടെ കാര്യം നമ്മൾ എടുത്താൽ അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗലിയോൻ എന്തുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ ചരിത്രം പറഞ്ഞില്ല എന്നാണ്. ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. ഗലിയോൻ എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞില്ല, ഇതാണ് പോപ്സിന്റെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ പെട്ടെന്നൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഗലിയോൻ ആരാണെന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ചരിത്രം പറയാത്തതെന്നും പറഞ്ഞു. ഒന്നാമത്തെ ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ അല്ല. ഗലിയൻ ഇപ്പൊ ഒരു പ്രോപ്പർ ഹിസ്റ്റോറിയൻ എന്നല്ല, അതൊരു ഭരണകർത്താവാണ്. ഗലിയോൻ അഖായിൽ ദേശാധിപതിയെ വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന് നേരെ ഒരുമനപ്പെട്ട് ചെന്നും. അവിടെ ചെന്നിട്ട് ഇവര് പറഞ്ഞപ്പോ ഗലിയോൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? പൗലോസ് വായ് തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗലിയോൻ യഹൂദന്മാരെ വലിയ അന്യായമോ പാതകമോ ആയിരുന്നുവെങ്കിൽ ഞാൻ ക്ഷമയോടെ കേൾക്കുമായിരുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംഭവത്തെക്കുറിച്ചുള്ള തർക്കമാണ്. ഇതിനകത്ത് ഞാൻ ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ യഹൂദന്മാരുടെ ന്യായപ്രമാണമായിട്ട് ഒരു വിധത്തിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തുള്ളതായിരുന്നു ഗലിയോൻ. ഈ വക തർക്കസംഗതികളെങ്കിലും നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക, ഈ വകക്ക് ന്യായാധിപതി ആയിരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി. ഈ പറയുന്ന ഇതുപോലുള്ള യഹൂദ ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റുമായിട്ട് എന്നവരെയൊക്കെ പിടിച്ച് പുറത്താക്കിയ ആളാണ് ഗലിയോൻ. എന്നിട്ട് എല്ലാവരും പള്ളിപ്രമാണിയെ സോസ്തനേസിനെ പിടിച്ച് ന്യായാസന മുമ്പിൽ വെച്ച് അടിച്ചു. ഇതൊന്നും ഗലിയോൻ കൂട്ടാക്കിയില്ല. അതായത് ഇവർ പ്രകോപിപ്പിച്ചിട്ട് പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഗലിയോൻ കൂട്ടാക്കാതെ ഇതിനെ അവോയ്ഡ് ചെയ്ത് നടന്നിരുന്ന ഒരാൾ, അതായത് ഇത്തരത്തിലുള്ള റിലീജിയസ് വിഷയങ്ങളെ അവോയ്ഡ് ചെയ്ത് നടന്നിരുന്ന ആളാണ് ഗലിയോൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗലിയോൻ പുസ്തകം എഴുതണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു അബദ്ധം. അതായത് ഒരു സോഷ്യോളജിസ്റ്റിനോട് ബയോളജിയെ കുറിച്ച് പുസ്തകം എഴുതാൻ പറഞ്ഞ പോലെ ഇരിക്കും. റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ, യഹൂദന്മാരുടെ റിലീജിയസ് വിഷയങ്ങളിൽ യാതൊരു വിധത്തിൽ ഇടപെടാതെ അവോയ്ഡ് ചെയ്ത് നടത്തിരുന്ന ഗലിയോൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പുസ്തകം എഴുതാത്തതുകൊണ്ട് യേശു ജീവിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹത്തിന്റെ വാദത്തിന് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഇപ്പുറത്തെ കാണുന്ന രവീന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പുറത്തിരിക്കുന്ന കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് കണ്ടംപററി ആയിട്ട് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ ഒരാൾ ഡോക്ടർ MGS നാരായണനാണ്. ഏറ്റവും വലിയ ചരിത്രകാരൻ, ഇന്ന് നമ്മുടെ ഒപ്പം ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചരിത്രകാരനാണ് ഡോക്ടർ MGS നാരായണൻ. ഈ ഡോക്ടർ MGS നാരായണൻ ഒരു പുസ്തകത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര പുസ്തകത്തിൽ പോലും ഈ പറയുന്ന രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം രവീന്ദ്രൻ ജീവിച്ചിരിപ്പില്ല എന്നാണോ? അതോ രവീന്ദ്രൻ ജീവിച്ചിരിപ്പില്ല, ഇനി 100 വർഷത്തിന് ശേഷം ഈ ചരിത്രം MGS നാരായണന്റെ ചരിത്രം പഠിക്കുന്നവര് രവീന്ദ്രനെ കുറിച്ച് പറയും, ഈ രവീന്ദ്രനെ കുറിച്ച് കണ്ടംപററി ചരിത്രകാരനായ MGS നാരായണൻ ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല, പിന്നെ രവീന്ദ്രൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ ജീവിച്ചിരിപ്പില്ല. അപ്പൊ രവീന്ദ്രന്റെ മക്കൾ വരും, മക്കളുടെ മക്കളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുണ്ടായത് എന്താ തെളിവ്? എന്ത് തെളിവാണ് രവീന്ദ്രന്റെ മക്കളാണ് നിങ്ങളെന്ന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്ന അതേ യുക്തിയാണ് ഈ പറയുന്ന ചരിത്രകാരന്മാരെ വെച്ചുകൊണ്ട് ഈ പോപ്സൺ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോപ്സന്റെ അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കാം. പിന്നെ സോംബി ലാൻഡ് പോലെ നാട്ടുകാർ മുഴുവൻ നടപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് മിണ്ടിയിട്ടില്ല. ആൻഡ് ഗലിയോ എന്ന് പറയുന്ന ഗലിയോന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതാണ്. ഏകദേശം ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നിർബന്ധമായിട്ടും ക്രിസ്തുവിനെ നോട്ട് ചെയ്യേണ്ട ആളാണ്, പക്ഷെ മൈൻഡ് ചെയ്തില്ല. ആൻഡ് ജസ്റ്റിസ് ഓഫ് തൈബീരിയസ് അദ്ദേഹത്തിന്റെ പേരിലാണ് ശരിക്കും അറിയുന്നത്, ജൂയിഷ് ഹിസ്റ്റോറിയൻ. നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഹിസ്റ്റോറിയൻസ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യാൻ, എല്ലാ മനുഷ്യരുടെ കാര്യവും റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഈ പറയുന്ന MGS നാരായണൻ നമ്മുടെ രവീന്ദ്രന്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കുക, എന്നിട്ട് പറയുക. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഇനി ക്രിസ്തു അങ്ങനെ അറിയാത്തൊരു മീഡിയം സാധനം, അധികം ആരും അറിയാത്ത ചെറിയ രീതിയിലുള്ള ക്രിസ്തു ആണെങ്കിലും അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കാറുണ്ട്. ലെസർ മിശിഹാസ്, ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, ഇതിൽ കുറെ ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൽ അന്നത്തെ ലെസറായിട്ട് ഏറ്റവും കുറഞ്ഞിട്ടായിട്ടുള്ള എല്ലാ ചോട്ടാ മിശിഹാമാരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മിശിയെക്കുറിച്ച് മാത്രം മെൻഷൻ ചെയ്തിട്ടില്ല. ആരാ മെൻഷൻ ചെയ്യാത്ത? ഈ ലിസ്റ്റ് നിങ്ങൾ കണ്ടോ? ഈ ലിസ്റ്റ് നിങ്ങൾ ശരിക്കൊന്ന് കണ്ടോ? ഈ ലിസ്റ്റ് നിങ്ങൾ ശരിക്കൊന്ന് കാണുക. ആ ലിസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ആളുടെ റെഫറൻസ് കൂടെ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഈ കോപ്പി അടിക്കുമ്പോൾ ശരിക്കൊന്ന് കോപ്പി അടിക്കണം പോപ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റും. കോപ്പി അടിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് കോപ്പി അടിച്ചോണം, അല്ലെങ്കിൽ ഈ ലിസ്റ്റ് ഇടുമ്പോൾ പറ്റുന്ന അബദ്ധം പോലെ ചില അബദ്ധങ്ങൾ പോപ്സിന് പറ്റും. ഈ ലിസ്റ്റ് ഞാനൊന്ന് വലുതാക്കി നിങ്ങളെ കാണിക്കാം. സൈമൺ ദ പരിയ, അതിന്റെ താഴെ ഈ ബ്രാക്കറ്റിന്റെ ലിസ്റ്റ്, ഈ റെഫറൻസ് ഉണ്ട് ഫ്ലാവിയസ് ജോസിഫസ്, അതാണ് റെഫറൻസ്. ഈ എല്ലാ ലിസ്റ്റിനും റെഫറൻസ് ഫ്ലാവിയസ് ജോസിഫസ് ആണ് ഈ പറയുന്ന പോപ്സൺ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഈ ഫ്ലാവിയസ് ജോസിഫസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പോപ്സൺ കാണാത്തതാണോ? പോപ്സൺ ഉടായ്പ കളിക്കുന്നതാണോ?
ഈ ഫ്ലാവിയസ് ജോസിഫസിനെ കുറിച്ച്, ഈ പറയുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ഫ്ലാവിയസ് ജോസിഫസ് പറഞ്ഞത് പോപ്സൺ കാണാത്തതാണ്. ഈ ലിസ്റ്റിനകത്ത് എല്ലാം റെഫറൻസ് ചെയ്യുന്നത് ഫ്ലാവിയസ് ജോസിഫസ്. ഫ്ലാവിയസ് ജോസിഫസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ചരിത്രത്തിലുണ്ട്. ഫ്ലാവിയസ് ജോസിഫസ് യേശുക്രിസ്തുവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഒന്നാമത്തെ ഭാഗം ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസിന്റെ ബുക്ക് നമ്പർ 18, അതിന്റെ ചാപ്റ്റർ 5-നകത്ത്, "Now there was about this time Jesus, a wise man, if it be lawful to call him a man, for he was a doer of wonderful works, a teacher of such men," എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഫ്ലാവിയസ് ജോസിഫസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് ഫ്ലാവിയസ് ജോസിഫസിന്റെ ചാപ്റ്റർ 9, ബുക്ക് നമ്പർ 20, ചാപ്റ്റർ 9, അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീസസ് വാസ് കോൾഡ് ക്രൈസ്റ്റ്, whose name was Jesus, who was called Christ. അദ്ദേഹത്തിന്റെ ബ്രദർ, his name was James. ആ ജെയിംസിനെ കല്ലെറിഞ്ഞു കൊന്നതിന് പകരമായിട്ട് അന്നത്തെ ആളുകളെ പരാതിപ്പെട്ടിട്ട് കിങ് അഗ്രിപ്പ അന്നത്തെ ഹൈ പ്രീസ്റ്റിനെ പുറത്താക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ജോസിഫസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ജോസിഫസ് യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചത് കാണാതെ ഈ സെലക്റ്റീവ് പെർസെപ്ഷൻ മാത്രം നടത്തുന്നത് ഒരു യുക്തിവാദിക്ക് ചേർന്നതാണോ? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് മനഃപൂർവ്വം കരിവാരത്തേക്കാൻ വേണ്ടി, മണ്ടത്തരം വിളിച്ചു പറയാൻ വേണ്ടി മാത്രം ഇദ്ദേഹം വന്നിരിക്കുന്നതല്ലേ. കാര്യം ഇദ്ദേഹം ഈ റെഫർ ചെയ്തിരിക്കുന്ന എല്ലാ റെഫറൻസും ഫ്ലാവിയസ് ജോസിഫസിന്റെയാണ്. ഇതേ ഫ്ലാവിയസ് ജോസിഫസ് യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, അതങ്ങനെയാണ്. ഇനി ഈ നമ്മുടെ ഗോസ്പൽസിൽ, സുവിശേഷങ്ങളിലും ഈ പോളിന്റെ എപ്പിസിൽസ് എന്ന് പറഞ്ഞ കുറെ അങ്ങോട്ടും എഴുതി കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലെല്ലാം ഈ പറഞ്ഞ താഴ്ന്ന മിശിഹാമാരെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അത്രയും ഫേമസ് ആയിരുന്നു അവർ. ഒന്ന് ആലോചിക്കും. എന്നിട്ട് പോലും പാവം ജീസസിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കും. ആൻഡ് ഫ്ലേവിയസ് ജോസിഫസ്, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന സാധനം. ഞാൻ ഈ പറഞ്ഞ ഫ്ലേവിയസ് ജോസിഫസിനകത്ത് തിരുത്തു വരുത്തിയെന്നാണ് ബോബ്സൺ പറഞ്ഞത്. അതിനെ കുറിച്ച് ആർഗ്യുമെന്റ്സ് വരുന്നത്. നമുക്ക് ആ ഓരോ ആർഗ്യുമെന്റ്സ് എടുക്കാം. എവിടെങ്കിലും കേട്ട് ഓടിക്കൊണ്ടിരും മിസ്റ്റർ ഫ്ലേവിയസ് ജോസിഫസ് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഹീസ് നോട്ട് ദ കണ്ടംപററി ഓഫ് ജീസസ്. ഒരിക്കലും കണ്ടംപററി അല്ല. യേശുക്രിസ്തുവിന്റെ കണ്ടംപററി അല്ല ഫ്ലേവിയസ് ജോസിഫസ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുള്ളിക്ക് എടുക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞ ഇതേ പുള്ളി തന്നെയല്ലേ ഈ തൊട്ടു മുന്നേ ഫ്ലേവിയസ് ജോസിഫസിന്റെ റെഫറൻസുകൾ മുഴുവൻ എടുത്തു കാണിച്ചത് ഇതേ ആള് തന്നെയല്ലേ. അതെന്തൊരു ഇരട്ടത്താപ്പാണ്. ഈ ഫ്ലേവിയസ് ജോസിഫസിന്റെ കാര്യം ഈ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം തന്നെ അല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഫ്ലേവിയസ് ജോസിഫസിന്റെ റെഫറൻസാ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ആളുകളുടെ ആരുടെ കണ്ടംപററി അല്ലായിരുന്നു ഈ പറയുന്ന ഫ്ലേവിയസ് ജോസിഫസ്. അപ്പോ നമുക്കിട്ടല്ലാത്ത സംഭവങ്ങളൊക്കെ എടുക്കാം, നമുക്കിട്ടല്ലാത്ത ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്തൊരു ലോജിക്കാ. യേശുക്രിസ്തുവിന്റെ സമകാലീനല്ല ഫ്ലേവിയസ് ജോസിഫസ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ആളുകളുടെ ലിസ്റ്റ് താങ്കൾ തന്നെ ഇട്ടേക്കുന്നത്, ഞങ്ങളാരുമല്ലോ. ഈ ആളുകളുടെ അതിന്റെ സമകാലീനല്ല ഫ്ലേവിയസ് ജോസിഫസ്. അപ്പൊ പിന്നെ ഈ ആളുകളുടെ സമകാലീനല്ലാത്ത ഫ്ലേവിയസ് ജോസിഫസിന്റെ ലിസ്റ്റ് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലിട്ടത്? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാല്ലേ? അതങ്ങ് ശരിയായ നടപടിക്രമം അല്ലല്ലോ. ഓക്കെ, നമുക്ക് ഫ്ലേവിയസ് ജോസിഫസിന്റെ പുസ്തകത്തിൽ തിരുത്തൽ വരുത്തിയോ? പോലും നമ്മൾ അദ്ദേഹത്തിന്റെ അവസരം കൊടുക്കുകയാണ്. ജോസിഫസ് എന്ന് പറയുന്നത് ഈ ജൂതന്മാരുടെ ഒരു ജനറലായിരുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ റോമുമായിട്ട് യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ 8 നിലയെ പൊട്ടി. ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരെ കേട്ടോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ 8 നിലയെ പൊട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, നൈസായിട്ട് മറുകണ്ഠം ചാടി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിനോടൊരു സ്നേഹമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ജൂതന്മാരുടെ ഹിസ്റ്ററിയെ കുറിച്ച്, ജൂയിഷ് ആന്റിക്വിറ്റീസ്, ജൂയിഷ് വാർസ്, വണ്ടർഫുൾ ബുക്സ്, പ്ലീസ് റീഡ് ഇറ്റ്, ഐ റെക്കമെൻഡ് ഇറ്റ്. ഇങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല സത്യം. നല്ല രസമാണ്. അതൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതിൽ ക്രിസ്തുവിനെ കുറിച്ചൊരു പരാമർശം പറയുന്നുണ്ട്. ഇത് ഇതാണ് ടെസ്റ്റിമോണിയം ഫ്ലേവിയാനും. എവിടെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തലയിറങ്ങി വീഴൊന്നും വേണ്ട. ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചുള്ളൊരു ഭാഗമാണ്. നൗ ദർ വാസ് അബൌട്ട് ദിസ് ടൈം ജീസസ് എ വൈസ് മാൻ, ഇഫ് ഇറ്റ് വിൽ ബി ലോഫുൾ ടു കോൾ ഹിം എ മാൻ, for he was a doer of wonderful works, a teacher of such men, a received the truth with pleasure. വലിയ സംഭവമൊന്നുമില്ല. ക്രിസ്തു ജനിച്ചിരുന്നു, വലിയ സംഭവമായിരുന്നു, ക്രൈസ്റ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം മരിച്ചു ഉയർത്തെഴുന്നിരുന്നു. അതൊരു ചെറിയൊരു കൊമേഴ്സ്യൽ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം പത്രത്തിൽ രവീന്ദ്ര സിയെ കുറിച്ച് പുകഴ്ത്തിയ ഒരു ആർട്ടിക്കിൾ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സെയിം അവസ്ഥയാണ് ഇതിൽ സംഭവിക്കുന്നത്. അതായത് അദ്ദേഹം ഒരു ജൂതനാണ്, ഒരു ഫരീസി ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയാണ് ക്രിസ്തു എ വൈസ് മാൻ, ഇഫ് ഇറ്റ് ലോക്കൽ ടു കോൾ ഹിം മാൻ. ഇത്രയും കാലം യുക്തിവാദികളുടെ പരാതി യേശുക്രിസ്തുവിനെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിട്ടില്ലെന്നായിരുന്നു. ഇപ്പൊ പറഞ്ഞ ചരിത്രകാരന്മാർ എഴുതിയതാണ് പരാതി. അത് കൃപാസനം പത്രത്തിൽ ഇയാളെ കുറിച്ച് എഴുതുന്ന, രവീന്ദ്രനെ കുറിച്ച് എഴുതുന്ന പോലെ ഇരിക്കുമെന്ന്. എന്റെ പൊന്നു സഹോദരൻ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഈ ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണോ, എഴുതിയിട്ടില്ല എന്നുള്ളതാണോ? അല്ലെങ്കിൽ അത് ഉറപ്പിച്ചിട്ട് വേണം താങ്കൾ ചർച്ചയ്ക്ക് വരാൻ. എഴുതിയ പ്രശ്നം, എഴുതിയില്ല പ്രശ്നം. ഇത് ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെയാണ് ഇദ്ദേഹത്തിന്റെ വിമർശനം. ഓക്കെ, ഇദ്ദേഹം പറയുന്നത് ഒരു യഹൂദൻ ഇങ്ങനെ എഴുതുമോ? ഒരു യഹൂദൻ യേശുവിനെ പുകഴ്ത്തി എഴുതുമോ എന്നാ ചോദിക്കുന്നത്. അല്ല, ഇദ്ദേഹത്തിന്റെ ഇത് കേട്ടവർക്കും ഈ പത്രോസും പൗലോസും ഒക്കെ യഹൂദനല്ലായിരുന്നു, ഇന്ത്യക്കാരൻ വല്ലതായിരുന്നു.
യഹൂദൻ പുകഴ്ത്തി എഴുതുമെന്ന് ഇദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ. യോസിഫസ് യഹൂദനാ, പരീശന, അദ്ദേഹം യേശുവിനെ പുകഴ്ത്തിയിരുന്നു. പൗലോസ് 1-ാം നമ്പർ പരീശനായിരുന്നു, ഗമാലിയലിന്റെ ശിഷ്യനായിരുന്നു. പൗലോസ് ബെന്യാമിൻ ഗോത്രക്കാരായിരുന്നു. ഒരു നമ്പർ 1 പരീശന്മാരിൽ ഒരാളായ പൗലോസ് പിന്നെ ഇന്ത്യക്കാരനായിരുന്നെന്നാണ് പോപ്സിന്റെ വിചാരം. പത്രോസ് ഇന്ത്യക്കാരനായിരുന്നു, യഹൂദനല്ലായിരുന്നെന്നാണ് പോപ്സിന്റെ വിചാരം. യോഹന്നാൻ യഹൂദനല്ലായിരുന്നെന്നാണ് പോപ്സിന്റെ വിചാരം. മത്തായി യഹൂദനല്ലായിരുന്നു എന്നാണ് പോപ്സിന്റെ വിചാരം. ഇവരെല്ലാം യഹൂദന്മാരായിരുന്നു. അപ്പൊ യഹൂദനായതുകൊണ്ട് യേശുവിനെ കുറിച്ച് എഴുതാൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണ് പോപ്സ. അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം വിവേകമെങ്കിലും ഉള്ളവരെ വേണം ദൈവീയ എസൻസ് ഈ പ്രോഗ്രാമിലൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ജൂതൻ ഒരാളെ, അതായത് ഇതിൽ ഞാൻ പറഞ്ഞു ലെസർ മിഷിയാസ് എന്ന് പറഞ്ഞ കുറെ ലിസ്റ്റ് ഞാൻ കാണിച്ചിരുന്നു. അവരെല്ലാം വിളിക്കുന്ന ഷാർലറ്റാൻ അല്ലേ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവൻ വെറും കള്ളനാണ്, നാട്ടിലെ വഴിതെറ്റിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത്ര പോകുന്നൊരു കൊച്ചു സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ഈസ് എ വൈസ് മാൻ, ഞങ്ങൾ വിശ്വസിച്ച്. വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. താങ്കൾ എടുത്ത പുസ്തകമാണ്, ഞങ്ങളാരും എടുത്തല്ലോ. ജെന്റൈൽസ് എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും അത് വിജാതിയർ എന്ന് ഉപയോഗിക്കും. അത് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഒന്നിൽ അദ്ദേഹം സിറിയൻസ് വിളിക്കും, അല്ലെങ്കിൽ ഗ്രീക്സ് എന്ന് വിളിക്കും. എന്റെ പോപ്സ, താങ്കൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമാണിത്. ഇതാ ഞാൻ പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ട് വിമർശിക്കാനെന്ന്. ഈ പുസ്തകം താങ്കൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞ ജെന്റൈൽസ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ജെന്റൈൽസ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ജെന്റൈൽസ് എന്ന വാക്ക് ഉണ്ടോന്നെങ്കിലും നോക്കണ്ടേ? ശരിക്കും ജെന്റൈൽസ് എന്ന വാക്കുണ്ടോ? നിങ്ങൾ ഈ ലിങ്കിലേക്ക് പോവുക. ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഈ ലിങ്കിലേക്ക് പോവുക. ആ ലിങ്ക് നിങ്ങളെ ഞാൻ കാണിക്കാം. ഫ്ലാവിയസ് ജോസിഫസിന്റെ പുസ്തകത്തിന്റെ ഒറിജിനൽ ഗ്രീക്ക് നിങ്ങളെ ഞാൻ കാണിക്കാം. നിങ്ങൾ നോക്കുക. ഈ ഫ്ലാവിയസ് ജോസിഫസിന്റെ ഈ പുസ്തകത്തിനകത്ത് ഈ കാണുന്ന വാക്കാണ് ഈ ജെന്റൈൽസ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാക്ക് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് ഒന്നിട്ട് നിങ്ങൾ തന്നെ നോക്കുക. ഗ്രീക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഇതിട്ടിട്ട് മീനിങ് എന്നൊന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാമല്ലോ, മീനിങ് എന്ന് അടിച്ചു കൊടുക്കുക, അർത്ഥം വരും. ജെന്റൈൽ എന്ന ഡിക്ഷണറി കാണുന്ന ഗ്രീക്കിനെ പറയുന്ന, ആൻഷ്യന്റ് ഗ്രീക്കിനെ പറയുന്ന ഹെലിനിസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, ഹെലിനിസ്റ്റിക് ജ്യൂസ് എന്നൊക്കെ പറയത്തില്ലേ, ഹെലിനിസം, അതായത് ഗ്രീസ് സംസ്കാരത്തെ പറയുന്ന ഗ്രീക്കുകാരെ പറയുന്ന പദമാണ് ജെന്റൈൽസ് എന്ന പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എലിനിക്കോസ് എന്ന് പറയുന്ന പദമാണ്. അത് ഗ്രീക്കുകാരെ കാണിക്കുന്ന എലിനിക്കോ എന്ന് പറയുന്ന പദമാണ്, ഹെലിനിക്കോ എന്ന് പറയുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ പോപ്സം പറയുന്ന പോലെ ജെന്റൈൽസ് എന്നുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഫ്ലാവിയസ് ജോസിഫസിന്റെ പുസ്തകത്തിന്റെ ഇദ്ദേഹം പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി ബൈബിളില് ജെന്റൈൽസ് എന്നുള്ള പദം ഉപയോഗിക്കുന്ന സ്ഥലം നിങ്ങളെ ഞാൻ കാണിക്കാം. ബൈബിളിൽ ജെന്റൈൽസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന വാക്യം നിങ്ങളെ കാണിക്കാം. ഇതാണ് ജെന്റൈൽസ് എന്നുള്ള പദം, അതായത് എത്നോസ്. നമ്മൾ എത്നിസിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് എത്നോസ് അല്ലെങ്കിൽ ജാതികൾ അല്ലെങ്കിൽ റേസ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എത്നോസ്. അതാണ് ജെന്റൈൽസ് എന്നുള്ള പദം. അല്ലാതെ ഹെലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കുകാരെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ജെന്റൈൽസ് എന്നുള്ള പദം ഉപയോഗിച്ചത് കൊണ്ട് ഈ പറയുന്ന പുസ്തകം ഈ പറയുന്നത് തിരുത്തൽപ്പെട്ടാണെന്ന് പോപ്സം പറഞ്ഞാൽ ജെന്റൈൽസ് എന്നവിടെ ഉപയോഗിച്ചിട്ടില്ല. പോപ്സം പറയുന്ന ആർഗ്യുമെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വൈസ് മാൻ, ഞങ്ങൾ വിശ്വസിച്ച്. ആൻഡ് ജെന്റൈൽസ് എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും അത് വിജാതിയർ എന്ന് ഉപയോഗിക്കും. അത് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഒന്നിൽ അദ്ദേഹം സിറിയൻസ് വിളിക്കും, അല്ലെങ്കിൽ ഗ്രീക്സ് എന്ന് വിളിക്കും. ഗ്രീസ് എന്ന് വിളിക്കുമോ? ആ ഹെലനിക്കോസ് എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ ഗ്രീക്കിൽ ആ പുസ്തകം വായിച്ചു നോക്കണം. അപ്പോ വിവരമില്ലാതെ ദയവ് ചെയ്ത് ഏതെങ്കിലും യുക്തിവാദി എഴുതിയ മണ്ടം പുസ്തകത്തെ ആധാരമാക്കി ക്രൈസ്തവതയെ വിമർശിക്കാൻ നടക്കരുത്. താങ്കൾ ചരിത്രപരമായ മണ്ടത്തരമാണ് ചെയ്യുന്നത്. അവിടെ ഗ്രീക്കുകാരൻ തന്നെയാ പറയുന്നേ. അപ്പൊ ഗ്രീസുകാരെന്ന് പറയാത്തത് കൊണ്ട്, ഈ ജാതികളെന്ന് വിളിച്ചത് കൊണ്ടാണ് ഇത് തിരുത്തൽപ്പെട്ടാണ് താങ്കൾ വാദിച്ചാൽ, അവിടെ ജാതികളെന്ന് വിളിച്ചിട്ടില്ല. താങ്കൾ ആദ്യം പറഞ്ഞ പോലെ വിശ്വസനീയമായ രീതിയിൽ ഗ്രീക്കുകാരൻ തന്നെയാണ്, ഗ്രീസുകാരൻ തന്നെയാണ് അവിടെ പറയുന്നത്. ഹെലിനിക്കോസ് എന്നാണ് അവിടെ പറയുന്നത്, അല്ലാതെ ജെന്റൈൽസ് അഥവാ എത്നോസ് എന്നല്ല അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത വാദം കേൾക്കാം. ആൻഡ് ഹി വാസ് ദ ക്രൈസ്റ്റ്. ആൻഡ് ഹൂ ഈസ് ദ ക്രൈസ്റ്റ്? ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ രക്ഷിക്കുന്ന ആളാണ്. അടിച്ച് പാണ്ടാടങ്ങി ഊപ്പാടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു ലോജിക്ക് ഇവിടെ തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു. അതായത് ജെന്റൈൽസ് എന്നുള്ള പദമുള്ളതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ജെന്റൈൽസ് എന്നുള്ള പദവും ഇല്ല, അത് വിശ്വസിക്കുകയും ചെയ്യാം. പറയുകയാണ് ഹി വാസ് ദ ക്രൈസ്റ്റ്. വിശ്വസിച്ചു. ആൻഡ് ഹി അപ്പിയർഡ് ടു ദം alive again and third day as the divine prophets had foretold these and 10,000 other wonderful things concern him. പുള്ളി ചുമ്മാ മരിച്ചിട്ട് പിന്നെ വന്നു, ആൾക്കാരെയൊക്കെ കണ്ടു. എന്തോ ചെറിയ കാര്യം പോലെയാണോ? ചരിത്രകാരന്മാരെ എഴുതുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അതിനുള്ള ഇത് കൊടുക്കും, തെളിവുകളൊക്കെ കൊടുക്കും. ഇതൊന്നുമില്ല, ചുമ്മാ പുള്ളി മരിച്ചു, വീണിട്ടു, എല്ലാവരെയും കണ്ടു, വളരെ എന്തോ കാഷ്വലായിട്ട് വീട്ടിൽ പശു പുല്ല് തിന്നെന്ന് പറയുന്ന പോലെയൊക്കെയാണ് പറഞ്ഞിട്ട് പോണത്.
അതെ, ഇദ്ദേഹം വിമർശിക്കുന്ന ആരെയെന്നറിയോ? 2019 ജീവിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ഫിറ്റ്സെറാൾഡിന്റെ പുസ്തകം വെച്ചിട്ട് AD 50 ജീവിച്ചിരുന്ന വെച്ചാൽ ഈ പറയുന്ന ജോസിഫസ് എന്ന് പറഞ്ഞ ജൂയിഷ് റോമൻ ചരിത്രകാരനെയാണ് ഇദ്ദേഹം വിമർശിക്കുന്നത്. എന്തെങ്കിലും ഒരു അടിസ്ഥാന പ്രമാണം വെച്ചൊക്കെ വിമർശിക്കുക. ഇദ്ദേഹത്തെ വിമർശിക്കണ താങ്കൾ അതിനുള്ള ചരിത്രം കാണിക്കുക. ഈ പറയുന്ന സംഭവം നടന്നിട്ടില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നടന്നിട്ടുണ്ടെന്ന് ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനി അല്ലായിരുന്നു ജോസിഫസ്, യഹൂദനായിരുന്നു. എന്നിട്ടും ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നടന്ന കാര്യമാണെന്ന്. ഇത് താങ്കൾ വിശ്വസിക്കാതിരിക്കാൻ താങ്കൾക്ക് എന്താണ്? താങ്കൾ അത് എഴുതി ചേർത്താന്ന് പറയുന്നു. അതിനുവേണ്ടി താങ്കൾ എടുത്ത ഇതുപോലും അവിടെ ജെന്റൈൽസ് എന്ന് തോന്നുന്നു. അത് ജോസിഫസിന്റെ എഴുത്തല്ല. ജെന്റൈൽസ് ഒന്നും അവിടെ ഇല്ല. താങ്കൾ പറഞ്ഞ പോലെ ഗ്രീസുകാരെന്നാണ് അവിടെ കിടക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം താങ്കൾക്കില്ലേ? ആൻഡ് ദ ട്രൈബ് ഓഫ് ക്രിസ്ത്യൻസ് so named from him are not extinct at this day. Mark my sentence. Mark his sentence. Okay, mark his sentence. 2-ാം നൂറ്റാണ്ടാകുന്നവരെ ക്രിസ്ത്യൻസ് ട്രൈബ്സ് ആയിട്ടില്ല. 2-ാം നൂറ്റാണ്ടാകുന്നവരെ ക്രിസ്ത്യൻസ് ട്രൈബ്സ് ആയിട്ടില്ല. അതുകൊണ്ട് ഈ സെന്റൻസിൽ പറയുന്ന കാര്യം അബദ്ധമാണ് എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. അതായത് 2-ാം നൂറ്റാണ്ടാകുന്നവരെ ഈ ക്രിസ്ത്യൻസ് ട്രൈബ്സ് ആയിട്ടില്ല. അതുകൊണ്ട് ഈ സെന്റൻസിൽ പറയുന്ന കാര്യം അബദ്ധമാണ്. And the tribe of Christians so named from him are not extinct at this day. Mark my sentence. 2-ാം നൂറ്റാണ്ടാകുന്നവരെ ക്രിസ്ത്യൻസ് ട്രൈബ്സ് ആയിട്ടില്ല. ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടമായിട്ടില്ല 2-ാം നൂറ്റാണ്ട് വരെ. അതുകൊണ്ട് ഈ ജോസിഫസിന്റെ എഴുത്ത് 2-ാം നൂറ്റാണ്ടിൽ എഴുതി ചേർത്താണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്റെ പോപ്സ, താങ്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മുന്നമേ കാണിച്ച ഒരു സ്ലൈഡ് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഈ ടസിറ്റസ് എന്ന് പറയുന്ന ആള്, പുബ്ലിയസ് ഗായിയസ് കൊർണേലിയസ് ടസിറ്റസ്, AD 56-നും 120 ഇടയ്ക്ക് ജീവിച്ചിരുന്ന ആള്. ഏകദേശം 700 അടുത്താണ് അദ്ദേഹത്തിന്റെ ആനൽസ് ഓഫ് ടാസിറ്റസ് എഴുതുന്നത്. ആനൽസ് ഓഫ് ടാസിറ്റസിന്റെ തുടക്കം തന്നെ, അതായത് അതിന്റെ 15-ാമത്തെ ചാപ്റ്റർ 44-ാമത്തെ സെന്റൻസിനകത്ത് കൃത്യമായിട്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയത് താങ്കളെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ എടുത്ത് കാണിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇവിടെ നടുക്ക്, ഇതിന്റെ ഏകദേശം നടുക്ക് ഭാഗത്ത് എന്റെ കർസർ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കോൺസിക്വന്റ്ലി ടു ഗെറ്റ് റിഡ് ഓഫ് ദ റിപ്പോർട്ട് നീറോ ഫാസ്റ്റൻഡ് ദ ഗിൽറ്റ് ആൻഡ് ഇൻഫ്ലിക്റ്റഡ് ദ മോസ്റ്റ് എക്സ്ക്യൂസിറ്റ് ടോർച്ചേഴ്സ് ഓൺ എ ക്ലാസ് ഹേറ്റഡ് ഫോർ എന്താ ക്ലാസ്? ഒരു കൂട്ടം ആളുകൾ, ക്ലാസ് ഹേറ്റഡ് ഫോർ ദെയർ അബോമിനേഷൻസ് കോൾഡ് ക്രിസ്ത്യൻസ് ബൈ ദ പോപ്പുലേസ്. ക്രിസ്ത്യൻസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന 2-ാം നൂറ്റാണ്ടിലാണോ ഈ പറയുന്ന 1-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ പോലും? AD 120 ഈ പറയുന്ന ടാസിറ്റസ് മരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലത്തിന് മുന്നേ എഴുതപ്പെട്ട പുസ്തകമാണ് ഈ പറയുന്ന ആനൽസ് ഓഫ് ടാസിറ്റസ്. ഈ ആനൽസ് ഓഫ് ടാസിറ്റസിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് AD 64-കളിൽ, അതായത് ഈ പറയുന്ന നമ്മുടെ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഈ റോം കത്തിയിരുന്ന AD 64. ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തിരുത്തി എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതപ്പെട്ടത് AD 93-94 ഇടക്ക്. ഞാനീ പറയുന്ന ഫയർ നടക്കുന്ന ഈ ആനൽസ് ഓഫ് ഇത് എഴുതുന്നതിന്റെ ആധാരമായ ഫയർ നടക്കുന്ന കാലഘട്ടം AD 64. AD 64 പോലും, അതായത് ജോസിഫസ് പുസ്തകം എന്ന് AD 93-94 കാലഘട്ടത്തിലാണ്. AD 64 റോമിലെ ഫയർ നടക്കുമ്പോൾ അവിടെ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ കോൾഡ് ആസ് ക്രിസ്ത്യൻസ് എന്ന് കൃത്യമായിട്ട് റോമൻ ഗവർണറുടെ എഴുത്തുണ്ട്. AD 64 ഫയറിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻസ് എന്നറിയപ്പെട്ടിരുന്ന ക്രിസ്തുവിനെ അനുകാരികളായിട്ടുള്ള ഒരു ക്ലാസ് ആളുകൾ എന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് റോമൻ ഗവർണറായിരുന്ന ടാസിറ്റസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഇന്നത്തെ 2019 യുക്തിവാദി ഈ പോപ്സം പറയുന്നത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അതൊക്കെ വെറും തള്ളാണ് എന്ന് പറയുന്നത്. പോപ്സ, ആരാണ് തള്ളുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. രവീന്ദ്രനേക്കാൾ വലിയ തള്ളാണ് താങ്കൾ ഇപ്പോൾ തള്ളിവിടുന്നത്. കാര്യം AD 64 നടന്ന റോം കത്തിയെറിഞ്ഞ സംഭവത്തെക്കുറിച്ചുള്ള ഇൻസ്ക്രിപ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനകത്ത് ക്രിസ്ത്യാനികൾ എന്നൊരു കൂട്ടം എന്ന് തന്നെ, ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ എന്ന് തന്നെ, ഒരു പോപ്പുലേസ് എന്ന് തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക. അതിനുശേഷം ആ AD 64 ഫയറിന് ശേഷമാണ് ജോസിഫസ് ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന ഈ പറയുന്ന പോപ്സൺ തിരുത്തപ്പെട്ടു എന്ന് പറയുന്ന പുസ്തകം എടുത്തു കാണിക്കുന്നത്. അത് തിരുത്തപ്പെട്ടു എന്നുള്ളതിനെ പോപ്സൺ ആധാരമാക്കുന്ന ഒരു വാദമാണ് AD 2-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ട്രൈബായി, ഒരു കൂട്ടമായി മാറുന്നതെന്ന്. എന്നാൽ AD 64 ഫയറിന്റെ കാലത്ത് തന്നെ ക്രിസ്ത്യാനികൾ എന്നുള്ള കൂട്ടത്തെ കൊന്നു എന്ന് വ്യക്തമായിട്ട് റോമൻ ഗവർണറുടെ രേഖപ്പെടുത്തലുകളിൽ ആനൽസ് ഓഫ് ടാസിറ്റസിനകത്തുണ്ട്. അപ്പൊ ഈ 2-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് യുക്തിവാദികളുടെ വെറും തള്ളു മാത്രമാണ്. ജോസിഫസിന്റെ ചരിത്രം അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള യുക്തിവാദികൾ വെറുതെ ഇരുന്ന് തള്ളുന്നതാണെന്ന് നിങ്ങൾക്ക് തന്നെ തികച്ചും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ പോപ്സന്റെ കണ്ടുപിടുത്തങ്ങൾ ഇത്രയേ ഉള്ളൂ.
ഏതോ യുക്തിവാദി മണ്ടൻ എഴുതിയ പുസ്തകം എടുത്തു വെച്ചിട്ട് ലോകത്തുള്ള ചരിത്രകാരന്മാരല്ലേ, ക്രിസ്ത്യൻ ചരിത്രകാരന്മാരല്ലോ, ഇതെല്ലാം ന്യൂട്രൽ ചരിത്രകാരന്മാരാ. ഇവരാരും ക്രിസ്ത്യാനികളല്ലേ. ജോസഫസും ക്രിസ്ത്യാനിയല്ല, ടസിറ്റസും ക്രിസ്ത്യാനിയല്ല. ടസിറ്റസിന്റെ ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ വെറുപ്പുമായിരുന്നു. ടസിറ്റസിന്റെ എഴുത്തുകളിൽ കൃത്യമായിട്ട് നമുക്കത് കാണുകയും ചെയ്യാം. അവിടെ ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നീറോ ഫാസ്റ്റൻഡ് ഗിൽറ്റ് ആൻഡ് ഇൻഫ്ലിക്ട് ദ മോസ്റ്റ് എക്സ്ക്യൂസിവ് ടോർച്ചേഴ്സ് ഓൺ എ ക്ലാസ് ഓഫ് ഹേറ്റഡ് ഫോർ their abominations called Christians by populace. Christus, from whom the name had its origin, suffered the extreme penalty during the reign of Tiberius on the hands of one of our procurators, Pontius Pilatus, and a most mischievous superstition, thus checked for the moment, again broke out not only in Judea. അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മോസ്റ്റ് മിസ്ചീവിയസ് സൂപ്പർസ്റ്റിഷൻ എന്നാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം പോലും ക്രിസ്ത്യാനിറ്റി ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ ആണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോഴാണ് ഈ രവീന്ദ്രന്റെ ശിഷ്യം പറഞ്ഞത്. എന്തായാലും രവീന്ദ്രന്റെ ശിഷ്യം തള്ളിയതാണ്, ഞങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ചു. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു രസകരമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി നേരമായി, 1 മണിക്കൂർ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഏകദേശം 2 മണിക്കൂറോട് അടുക്കുന്നു. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇദ്ദേഹം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പോപ്സൺ ദൈവത്തെ വിളിക്കുന്ന മനോഹരമായ ഒരു മൊമെന്റ് ആണ്. നിങ്ങൾ തന്നെ കേൾക്കുക. ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അത് വെച്ചിട്ട് കോൺട്രാ കെൽസ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഒറിജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുവിളിയാണ്. നിങ്ങളുടെ ക്രിസ്തു എന്ത് ചെയ്തിട്ടുണ്ടോ, ഞങ്ങളുടെ ക്രിസ്തു അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ക്രിസ്തുവിന്റെ ജൂതന്മാർ ഇങ്ങനെയാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിരുന്ന ഒരു പുസ്തകമാണ്. പെട്ടെന്നൊരു ദിവസം ഈ സാധനം വന്നു എന്നുള്ളതാണ്. ഇയാൾ വളരെ സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ ചർച്ച് ഫാദറാണ്, ദൈവമേ ക്ഷമിക്കണേ, ആനക്കള്ളനാണ്. ഒരു ചർച്ച് ഫാദറിനെ ആനക്കള്ളൻ എന്ന് വിളിക്കുന്നതിന് ഇദ്ദേഹം ദൈവത്തോട് ക്ഷമയോഹിച്ച്, യുക്തിവാദി ക്ഷമയോഹിച്ച ദൈവം ഏതാണ് എന്ന ചിന്ത നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കട്ടെ. ഏത് യുക്തിവാദിയാണെങ്കിലും അവസാനം ദൈവത്തോട് ഇതുപോലെ ക്ഷമ ചോദിക്കേണ്ടി വരും. പോപ്സനും ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ദൈവത്തോട് ഇതുപോലെ ക്ഷമ ചോദിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ 2ാം ഭാഗമുണ്ടാകും. അതോടൊപ്പം നേരത്തെ വെച്ച കഴിഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ 2ാമത്തെ ഭാഗം ക്രിയേഷൻ വേഴ്സ് എവല്യൂഷൻ എന്നുള്ളതിന്റെ 2ാമത്തെ പാർട്ട് ജീവോൽപ്പത്തി 29 ഡിസംബർ 8 മണി സൺഡേയിൽ ഉണ്ടാകും. നിങ്ങളെല്ലാവരും കാണുക. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.